ശരി. Good morning, good morning. Organic chemistry. Chemistry, physics, chemistry, physics, chemistry, physics. നാളെ തുടങ്ങും. കമ്മ്യൂണിറ്റിയിൽ കയറാൻ പറ്റുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? I'm confused about JEE classes in apps. റൈറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടെ നോക്ക്, എനിക്കുണ്ടായിരുന്നു, ഇപ്പൊ സെറ്റായി. ഓക്കെ, രംഗൻ. റൈറ്റ് നമ്മൾ ഫസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് ആണ്. ഗുഡ് മോർണിംഗ്. ഓ, ഫസ്റ്റ് ക്ലാസ്സിന്റെ നോട്ട് അപ്ലോഡ് ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, റെഡി നമുക്ക് വന്നാം. തെർമോഡൈനാമിക്സിൽ ഇനീഷ്യലി നമുക്ക് അറിയേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ ഒന്ന് പറയാം. ആദ്യം യെസ്, ഹലോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലല്ലോ. ഗുഡ് മോർണിംഗ്, നമുക്ക് സ്റ്റാർട്ട് ആക്കാം.
ഫസ്റ്റ് നമുക്കിതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് വേണം. തെർമോഡൈനാമിക്സിൽ വർക്കിന്റെ ഇക്വേഷൻസ് വേണം, കുറെ പ്രോപ്പർട്ടീസ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തുടങ്ങാം. May 15th ബാച്ച് അഡ്വാൻസ് ബാച്ച് ആണോ? May 15th അഡ്വാൻസ് ബാച്ച് ആണോ? May 15th. Yes. May 15th. Yes. Okay. സോ നോക്ക്, തെർമോഡൈനാമിക്സ് ഇനീഷ്യലി പറയേണ്ട കാര്യങ്ങൾ: ഒന്ന്, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ആൻഡ് സെക്കൻഡ് intensive property, third state function, path function, all of them with examples. എല്ലാ പ്രോപ്പർട്ടീസും വേണം വിത്ത് എക്സാമ്പിൾസ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ പറ? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ദാറ്റ് എന്താണ്? ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ ആണ് എക്സ്റ്റെൻസീവ്. ഡിപ്പെൻഡ്സ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. ഇന്റൻസീവ് ആണെങ്കിൽ നേരെ തിരിഞ്ഞു, ഇൻഡിപെൻഡന്റ് ആണ്. യെസ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാലോ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി. പാത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ പാത്ത് ഡിപ്പെൻഡന്റ്. പാത്ത് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് വർക്കും ഹീറ്റും. പാത്ത് ഫംഗ്ഷൻ. റിമെയിൻസ് എല്ലാം എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. വർക്കും ഹീറ്റും ആണെങ്കിൽ പാത്ത് ഫംഗ്ഷൻ. ബാക്കി എൻതാൽപ്പി, എൻട്രോപ്പി, ലൈക്ക് എന്തൊക്കെയാ പറയുക എക്സാമ്പിൾ? എൻതാൽപ്പി പറയാം, എൻട്രോപ്പി പറയാം, ഗിബ്സ് എനർജി പറയാം, പ്രഷർ പറയാം, ടെമ്പറേച്ചർ, വോള്യം, ഓൾ ഓഫ് ദം സ്റ്റേറ്റ് ഫംഗ്ഷൻ. ദെൻ ഇന്റൻസീവ് പ്രോപ്പർട്ടിയും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി അറിയാലോ. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ഏതൊക്കെ? എക്സ്റ്റെൻസീവിന് എക്സാമ്പിൾ ചോദ്യം വരാം. എക്സ്റ്റെൻസീവിന് എക്സാമ്പിൾ ഏതാ? എക്സ്റ്റെൻസീവിന് എക്സാമ്പിൾ ആണ് വോള്യം പറ്റും, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, പിന്നെ ഹീറ്റ് കപ്പാസിറ്റി. ലൈക്ക് ഇന്റൻസീവിന് എക്സാമ്പിൾ പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, മൊളാരിറ്റി, pH, E0, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പെസിഫിക് ഹീറ്റ്, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, വിസ്കോസിറ്റി, ഡൈപോൾ മൊമെന്റ്, എക്സെട്ര. ഇന്റൻസീവ് ആണ്. എക്സാമ്പിൾ വന്നിട്ട് ചോദ്യം വരാറുണ്ട്. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് എക്സ്റ്റെൻസീവ്, അതിന് എക്സാമ്പിൾ, എന്താണ് ഇന്റൻസീവ്, അതിന് എക്സാമ്പിൾസ്, പിന്നെ എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്താണ് പാത്ത് ഫംഗ്ഷൻസ് വിത്ത് എക്സാമ്പിൾസ്. റൈറ്റ്. പിന്നെ കുറെ പ്രോസസ്സുകളും ജസ്റ്റ് പറഞ്ഞു പോവാം. ഐസോ thermal process, baric process, choric process. The next one, cyclic process. പിന്നത്തെ പ്രോസസ്സ് വരുന്നത് cyclic, reversible, irreversible and adiabatic process. Total 7 process ആണ്. ഓക്കെ. എന്താണ് ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഐസോതെർമൽ പ്രോസസ്? ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ ടി 0 ആണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 0 ആണ്, ഡെൽറ്റ യു 0 ആണ് ഐസോതെർമൽ ആണെങ്കിൽ. നോട്ട് ചെയ്ത് പോണേ. ഐസോബാറിക് ആണെങ്കിൽ ഡെൽറ്റ പി 0 ആണ്, ഐസോകോറിക് ആണെങ്കിൽ ഡെൽറ്റ വി 0 ആണ്. സോ വർക്കും 0 ആണ്.
ഡെൽറ്റ വി സീറോ വർക്ക് സീറോ. ഇവിടെ ഡെൽറ്റ ടി സീറോ ആണ്, ഡെൽറ്റ യു സീറോ ആണ്, ഐസോതെർമൽ. ഐസോബാറിക്കിൽ ഡെൽറ്റ പി സീറോ ആണ് ആൻഡ് ഐസോകോറിക്കിൽ ഡെൽറ്റ വി സീറോ ആണ്, വർക്കും സീറോ. സൈക്ലിക് പ്രോസസ്സോ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും ഒന്നായിട്ടുള്ള പ്രോസസ്സിനെയാണ് സൈക്ലിക് പ്രോസസ് എന്ന് വിളിക്കുക. സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു ഫൈനൽ സ്റ്റേറ്റ്. ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് സൈക്ലിക് പ്രോസസ്. ഞാൻ കുറച്ച് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം കേട്ടോ. കേട്ടതായിരിക്കും, അറിയുന്നതായിരിക്കും, പക്ഷെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഇനീഷ്യൽ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് സൈക്ലിക് പ്രോസസ്. ഇതാണ് സൈക്ലിക് പ്രോസസ്. ദെൻ അഡബറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ അബ്സോർബും ചെയ്യില്ല, ഹീറ്റിനെ റിലീസും ചെയ്യില്ല. ഹീറ്റ് ക്യാൻ നെയ്തർ ബി അബ്സോർബ് നോ ബി ഡിസ്ട്രോയ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നില്ല, റിലീസും ചെയ്യുന്നില്ല. ദാറ്റ്സ് കോൾഡ് അഡബറ്റിക് പ്രോസസ്. Q0 ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് അഡബറ്റിക് പ്രോസസ്. അഡബറ്റിക് ആണെങ്കിൽ Q0. നെക്സ്റ്റ് വൺ ഈസ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. എന്താ ഡിഫറൻസ്? റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും തമ്മിൽ എന്താ ഡിഫറൻസ്? റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സ്ലോ പ്രോസസ്. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്. റിവേഴ്സിബിൾ നടക്കുന്നത് മെനി സ്റ്റെപ്സിലാണ്. ഇറിവേഴ്സിബിൾ സിംഗിൾ സ്റ്റെപ്പാണ്. റിവേഴ്സിബിളില് വർക്ക് ഡൺ മാക്സിമം ആണ്, ഇറിവേഴ്സിബിളില് വർക്ക് ഡൺ മിനിമം. ഇതൊക്കെയാണ് മേജർ ഡിഫറൻസ്. ഒരു പ്രോസസ്സിന്റെ മോഡ് അനുസരിച്ച് സ്ലോ പ്രോസസ് ആണെങ്കിൽ ദാറ്റ്സ് കോൾഡ് റിവേഴ്സിബിൾ. സിംഗിൾ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ് ആണെങ്കിൽ ദാറ്റ്സ് കോൾഡ് ഇറിവേഴ്സിബിൾ. ദെൻ ഫാസ്റ്റ് സ്ലോ ഡിഫറൻസ് ബാക്കി നമുക്ക് പ്രോബ്ലത്തിനനുസരിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, ഇതുപോലെ നെക്സ്റ്റ് വൺ ഈസ് ഹീറ്റ്. ഹീറ്റ് ക്യൂ. എന്താ ഹീറ്റ് ക്യൂ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഹീറ്റ്? ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് വേണ്ടി ജസ്റ്റ് ബേസിക് കുറച്ച് കാര്യങ്ങൾ. എന്താ ഹീറ്റ് എന്ന് പറഞ്ഞാൽ? ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം, ദെൻ വേറൊരു സിസ്റ്റം, ദെൻ ഹിയർ ഇവിടുന്ന് ഇങ്ങോട്ട് എനർജി ഫ്ലോ. എനർജി ഫ്ലോ, ആ എനർജി ഫ്ലോക്ക് കാരണം സോ ഇവിടെ 100 ഡിഗ്രി, ദെൻ ഹിയർ 50 ഡിഗ്രി. ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് ഒരു സിസ്റ്റത്തിൽ നിന്ന് നെക്സ്റ്റ് സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ സറൗണ്ടിങ്സിലേക്ക് എനർജി ഫ്ലോ ഉണ്ടായാൽ ദാറ്റ് ഇസ് കോൾഡ് റിവേഴ്സിബിൾ പ്രോസസ്. സോറി, ഹീറ്റ്. എങ്ങനെ പറഞ്ഞു? ടെമ്പറേച്ചർ കൂടിയ സിസ്റ്റത്തിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സിസ്റ്റത്തിലേക്കുള്ള എനർജി ഫ്ലോനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ടെമ്പറേച്ചർ കൂടിയ സിസ്റ്റത്തിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സിസ്റ്റത്തിലേക്കുള്ള എനർജി ഫ്ലോ ഈസ് കോൾഡ് ഹീറ്റ്. അപ്പൊ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എനർജി ഫ്ലോ ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. സോ വർക്ക് എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു. വർക്ക് എന്ന് പറഞ്ഞാൽ സെയിം കേസ്, ദെൻ ഒരു സിസ്റ്റത്തിൽ നിന്ന് നെക്സ്റ്റ് സിസ്റ്റത്തിലേക്ക് എനർജി ഫ്ലോ ഉണ്ട്. അതിന് റീസൺ എന്താ? എനി റീസൺ അതർ ദാൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണെങ്കിൽ ഹീറ്റ്, എനി റീസൺ അതർ ദാൻ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെങ്കിൽ ദാറ്റ്സ് കോൾഡ് വർക്ക്. ദാറ്റ് മീൻസ് തെർമോഡൈനാമിക്സിൽ എനർജി ഫ്ലോ രണ്ട് രൂപത്തിലാണ്. ഒന്നുകിൽ ഹീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വർക്ക് ആയിട്ട്. ഹീറ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് റീസൺ, വർക്ക് ആണെങ്കിൽ എനി റീസൺ അതർ ദാൻ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, നോക്കാം, നമ്മളെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് വരാം. ഫസ്റ്റ് ക്ലിയർ ആയിട്ട് കേൾക്കണം പറയുന്ന കാര്യങ്ങൾ. കൂടുതൽ തിയറി പറഞ്ഞ് ഞാൻ കൊളാക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് നോക്കണേ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ടത് ഇതിന്റെ ഡെഫിനിഷനാണ്. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ? എന്താ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ? എഴുതി വെക്കുക. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ മീൻസ് എമൗണ്ട് ഓഫ് എനർജി. നോട്ട് ചെയ്ത് വെക്ക്. എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട്
1 mole liquids into solids, amount of energy required to convert 1 mole liquid into solid. Clear alle? 1 mole liquid into solids. Clear. അപ്പോൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഓഫ് CCl4 തന്നു എന്ന് പറഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ. 1 മോൾ CCl4 എന്ന ലിക്വിഡ് 1 മോൾ CCl4 എന്ന വേപ്പർ ആവാൻ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് കേട്ട് എഴുതിയെടുക്കടാ. കുറേ കാര്യങ്ങൾ ഞാൻ പറയും ഇതിന്റെ കൂടെ. ഓക്കെ, 1 മോൾ ലിക്വിഡ് ആയിട്ടുള്ള CCl4 1 മോൾ വേപ്പർ ആയി മാറാൻ വേണ്ട എനർജി ആണ് എത്ര? 30.5 കിലോ ജൂൾ ആണ് എനർജി. സോ വേണ്ട എനർജി 30.5. ഇതിലൊരു കൺഫ്യൂഷനും ഇല്ല. എൻതാൽപ്പി ഓഫ് ഇത് 2024 ക്വസ്റ്റിനാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കെയർഫുൾ ആയിട്ട് കേൾക്കുക. അപ്പൊ 1 മോളിന്റെ നമുക്ക് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ ഹീറ്റ് റിക്വയർഡ് ടു വേപ്പറൈസേഷൻ ഓഫ് 284 ഗ്രാം 284 ഗ്രാം CCl4. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഓഫ് CCl4 കാണൂ. 284 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾ എപ്പോഴും എങ്ങനെ കാണാം? ഗിവൺ മാസ് ബൈ GMM. ഗിവൺ മാസ് ബൈ GMM. ഗിവൺ മാസ് 284. CCl4ന്റെ GMM എത്ര? CCl4 കാർബൺ 12, ഒരു ക്ലോറിൻ 35.5 into 4. സോ 71, 142, 154. സോ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ, ഓരോന്നിന്റെ മാസം തന്നിട്ടുണ്ട്. സോ 154. സോ 284 by 154 എത്ര കിട്ടിയെന്ന് പറ? 284. ഇവിടെ ഞാൻ സോളിഡ് എന്ന് പറഞ്ഞ 1 മോൾ ലിക്വിഡ് ടു ഗ്യാസ് എന്നല്ല ഞാൻ എഴുതിയത്. ഇതാ ഇവിടെ ലിക്വിഡ് ടു ഗ്യാസ് എന്നല്ല ഞാൻ എഴുതിയത്. നോക്കി, 1 മോൾ ലിക്വിഡ് ടു ഗ്യാസ്. യൂണിറ്റ് എങ്ങനെ വന്നത്? മുകളിൽ മുകളിൽ ഞാൻ സോളിഡ് എഴുതിയല്ലേ. അയ്യേ, റൈറ്റ്, ഗ്യാസ് വേപ്പർ. യെസ്, യൂണിറ്റ് വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കിലോ ജൂൾ പെർ മോൾ. 1 മോളിനായതുകൊണ്ട് യൂണിറ്റ് പെർ മോൾ എന്ന് വന്നത്. 1 മോളിനായതുകൊണ്ടാണ് പെർ മോൾ എന്ന് യൂണിറ്റ് വന്നത്. ഓക്കെ, റൈറ്റ്, ഞാൻ എഴുതിയത് പോയി. ഗ്യാസ്. അപ്പൊ നോക്കിയേ, ഇത് എത്ര മോളാ? 284 by 154. 284 by 154 കട്ട് ചെയ്തേക്ക്. 142 by 77. എത്ര വരുന്നുണ്ട്? 142 by 77. ക്ലിയർ അല്ലേ? 20 by 11. 20 by 11 എത്ര? കറക്റ്റ് എത്ര വന്നു? 1.84. ഒരാൾ ആൻസർ പറഞ്ഞു 1.84. ഇത്ര തന്നെ നോക്കണേ, ഷാർപ്പ് 1.84 മോൾ. സോ ഇനി ഒന്നും ചെയ്യാനില്ല, ഇത്രയും മോളാ കിട്ടിയത്. സോ നമുക്കറിയാം 1 മോൾ ആണെങ്കിൽ ലിക്വിഡ് ഗ്യാസ് ആവാൻ, വേപ്പർ ആവാൻ വേണ്ട എനർജി 30.5. സോ 1.84 ആണെങ്കിൽ എത്ര നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. സോ ആൻസർ ഈസ് 1.84 into 30.5 is the answer. 1.84 into 30.5 എത്ര വരൂടാ? 56.12 എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ. റൈറ്റ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇത് 1 മോളിന്റെ എനർജി, ടോട്ടൽ ഉള്ള മോള് 1.8 ആണ്. അപ്പൊ 30.5 into 1.8 56. 64 എത്തില്ലല്ലടാ. 64 എത്തണമെങ്കിൽ 2ൽ കൂടുതൽ വേണ്ടേ? 30.5 അല്ലേ? 1 4 24 0 9
454 18 ആണെങ്കിൽ 18.4 ആണെങ്കിൽ 56 റൈറ്റ് സോ അപ്രോക്സിമേറ്റ്ലി 56 കിട്ടും ആൻസർ കേട്ടോ 54.5 ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 56 വരും കേട്ടോ ആൻസർ സോറി ഒന്നുമില്ല നിങ്ങൾ ചെയ്യും അതിലൊന്നും ഒരു വിഷയമല്ല നിങ്ങളൊന്ന് സാധാരണ എൻ്റെ കൂടെ ഇങ്ങനെ ചെയ്തു പോയാൽ മതി അപ്പൊ ഈ ഒരു പ്രോബ്ലം ഓക്കെ അല്ലേ ഇനി ഏത് എൻതാൽപ്പി ചോദിച്ചാൽ ഇതാണ് കൺസെപ്റ്റ് എൻതാൽപ്പി എന്ന് പറഞ്ഞത് എപ്പോഴും ഒരു മോളിനാണ് ഇനി ഇത്ര ഗ്രാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് എത്ര മോളാന്ന് നോക്കുക ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ഓക്കെ അല്ലേ സോറി ഒന്നും വേണ്ട കേട്ടോ ചെയ്ത് വാ അതൊന്നുമില്ല മിസ്റ്റേക്ക് ഉണ്ടാവണ്ടേ നെക്സ്റ്റ് നോക്കാം അടുത്ത് അപ്പൊ അത് ഓക്കെ അല്ലേ ഇനിയിപ്പോ എൻതാൽപ്പിന്റെ ഇങ്ങനത്തെ എന്ത് പ്രോബ്ലം വന്നാലും എൻതാൽപ്പി ഈസ് ഓൾവേസ് ഫോർ 1 മോൾ എത്ര ഗ്രാം ചോദിച്ചാലും പെർ മോളിലോട്ട് മാറ്റിയിട്ട് പ്രോബ്ലം ചെയ്യാം സെക്കൻഡ് നോക്ക് 2 reactions are given below കെയർഫുൾ ആയിട്ട് കേൾക്കണേ 2 reactions are given below 2Fe plus 3/2 O2 gives Fe2O3 ഒരു എൻതാൽപ്പി തന്നിട്ടുണ്ട് സോ ദാറ്റ് ഇസ് -822 കിലോ ജൂൾ ആണ് C plus half O2 gives CO എൻതാൽപ്പി തന്നിട്ടുണ്ട് -110 കിലോ ജൂൾ ആണ് ഇത് എൻതാൽപ്പി ചേഞ്ച് ഫോർ ദി ഫോളോയിങ് ഞാൻ പറയുന്നത് വളരെ ക്ലാരിറ്റിയിൽ കേൾക്കുക എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ദിസ് ഈസ് ഫോർ ജാനുവരി ഷിഫ്റ്റിലെ ഒരു ക്വസ്റ്റ്യനുമാണ് ഈ പറയുന്നതൊക്കെ ജാനുവരി ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാം ലാസ്റ്റ് ജെയുടെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് പ്ലസ് സം അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക ഇതാണ് എനിക്ക് വേണ്ട ഇക്വേഷൻസ് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ ഈ ഇക്വേഷൻ വെച്ച് മുകളിലോട്ട് പോവാം ഈ ഇക്വേഷനിൽ 3 കാർബൺ ഉണ്ട് അപ്പൊ ഇവിടെ കാർബൺ ഉള്ള ഇക്വേഷൻ ഇവിടെ ഇക്വേഷൻ 1-ലാണോ ഇക്വേഷൻ 2-ലാണോ കാർബൺ 1-ലാണോ 2-ലാണോ കാർബൺ ആദ്യം നോക്കുക ഇവിടെ കാർബൺ കിടക്കുന്നത് ഇക്വേഷൻ 2-ലാണ് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ അപ്പൊ ഇക്വേഷൻ 2-ൽ ഒരു കാർബൺ ആണുള്ളത് പക്ഷെ നമുക്ക് വേണ്ടത് 3 കാർബൺ ആണ് അപ്പൊ നിങ്ങൾ ഇക്വേഷൻ 2-നെ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എഴുതാം അപ്പൊ 3C plus 3/2 O2 gives 3CO അപ്പൊ ഓട്ടോമാറ്റിക്കലി ഡെൽറ്റ എച്ച് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3 കൊണ്ട് മൾട്ടിപ്ലൈ 3 ഇൻറ്റു -110 ക്ലിയർ അല്ലേ സെക്കൻഡ് ഇക്വേഷൻ എനിക്ക് വേണ്ടത് Fe2O3 അടുത്ത എനിക്ക് വേണ്ട ടേം Fe2O3 ആണ് ആ Fe2O3 ഏത് ഇക്വേഷനിലാന്ന് ചോദിച്ചാൽ ദാറ്റ്സ് ഇൻ ഫസ്റ്റ് ഇക്വേഷൻ ആ Fe2O3 ഉള്ളത് ഫസ്റ്റ് ഇക്വേഷനിലാണ് പക്ഷേ ആ ഫസ്റ്റ് ഇക്വേഷനിൽ Fe2O3 പ്രോഡക്റ്റ് ആണ് എനിക്ക് വേണ്ട Fe2O3 റിയാക്ടന്റ് ആണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഫസ്റ്റ് ഇക്വേഷന് റിവേഴ്സ് ചെയ്യണം എങ്കിലേ ഈ Fe2O3 ഈ സൈഡിലോട്ട് വരൂ ഈ സൈഡിലോട്ട് വന്നാലേ ഈ സൈഡിൽ എഴുതാൻ പറ്റുള്ളൂ അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ റിവേഴ്സ് ചെയ്തു സെക്കൻഡ് ഇക്വേഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ Fe2O3 gives 2Fe plus 3/2O2 ഞാൻ ആഡ് ചെയ്തു ഡെൽറ്റ എച്ച് ഞാൻ പറഞ്ഞില്ല ഡെൽറ്റ എച്ച് റിവേഴ്സ് ചെയ്താൽ മൈനസ് എന്നത് പ്ലസ് ആയി ദാറ്റ്സ് ഓൾ അപ്പൊ ഈ ഡെൽറ്റ എച്ച് നോക്കണേ മൈനസ് പ്ലസ് ആയി ഇനി ഇക്വേഷൻ നോക്കിയേ എന്തായി ഈ 3/2O2 ഈ 3/2O2 ക്യാൻസൽ നമുക്ക് വേണ്ട ഇക്വേഷൻ 3C plus 3C ഇവിടെ ഉണ്ട് Fe2O3 gives 2Fe plus 3CO കിട്ടിയില്ല ഇക്വേഷൻ സോ എന്താൽപ്പി ഇതാ ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തേ എത്ര വന്നു -330 plus 822 -330 plus 822 യെസ് എത്ര വന്നു 330 plus 822 എത്ര വരും ആൻസർ 492 കറക്റ്റ് 492 വെരി ഗുഡ് അതാ വീണ്ടും മക്കളെ ശ്രദ്ധിക്കണേ ഏത് ഇക്വേഷൻ വന്നാലും ഈ ചെയ്ത രൂപത്തിൽ അതിനെ സോൾവ് ചെയ്യാം നമ്മൾ റിക്വയർഡ് ഇക്വേഷൻ നോക്കുക ഗിവൺ ഇക്വേഷൻ നോക്കുക റിക്വയർഡ് ഇക്വേഷനിൽ വേണ്ട ആളുകൾക്കനുസരിച്ച് തന്നിട്ടുള്ള ഇക്വേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക റിവേഴ്സ് ചെയ്യേണ്ടി വരും മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും ഡിവൈഡ് ചെയ്യേണ്ടി വരും എന്ത് ചെയ്താലും ഡെൽറ്റ എച്ചിനെയും സെയിം ഓപ്പറേഷൻ ചെയ്യാം
റിവേഴ്സ് ചെയ്ത ഡെൽറ്റ എച്ചിന്റെ സൈന് മാറ്റി എഴുതുക. മൾട്ടിപ്പിളും ഡിവൈഡും ചെയ്താൽ അതേ നമ്പർ കൊണ്ട് ഡെൽറ്റ എച്ചിനെയും മൾട്ടിപ്പിളും ഡിവൈഡും ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്. ദ നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. 3 moles of ideal gas at 300 Kelvin expanded isothermally from 30 decimeter cube to 45 decimeter cube against a constant opposing pressure of 80 kilopascal. The amount of heat is transferred. Then first law statement അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ലോ എന്താ? തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ എന്താ? ഫസ്റ്റ് ലോ, അക്കോർഡിംഗ് ടു തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഡെൽറ്റ യു is equal to ക്യൂ പ്ലസ് ഡബ്ല്യു. കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഡെൽറ്റ യു is equal to ക്യൂ പ്ലസ് ഡബ്ല്യു. ക്ലിയർ ആണോ? ഈ പറഞ്ഞ ഈ ഇക്വേഷൻ ഓക്കെ ആണോ? ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ ഓക്കെ ആണോ? ഈ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഐസോതെർമലി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു പ്രോസസ്സിൽ എവിടെയെങ്കിലും ഐസോതെർമലി എന്ന് കണ്ടാൽ ദാറ്റ് മീൻസ് ഡെൽറ്റ യു ഈക്വൽ ടു 0 എന്നാണ്. ഐസോതെർമലി എന്ന് കണ്ടാൽ ഡെൽറ്റ യു 0, അഡിയാബാറ്റിക്കലി എന്ന് കണ്ടാൽ ക്യൂ 0, ഐസോകോറിക് എന്ന് കണ്ടാൽ W0. 3 പേരും 0 ആകുന്ന കണ്ടീഷൻ ശ്രദ്ധിക്കുക. ഐസോതെർമലി ഡെൽറ്റ യു 0, അഡിയാബാറ്റിക് ആണെങ്കിൽ Q0 ആൻഡ് ഐസോകോറിക് ആണെങ്കിൽ വർക്ക് 0. ഇവിടെ ഐസോതെർമലി എന്നാ പറഞ്ഞത്. സോ ഡെൽറ്റ യു 0 ആണ്. ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു 0 എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ ഇക്വേഷൻ എന്താണ്? Q is equal to minus W. നിങ്ങളോട് ഹീറ്റാ ചോദിച്ചത്. സോ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്നതുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിലെ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്നത് വർക്കാണ്. സോ Q is equal to minus W. Q എന്നത് മൈനസ് W ആണ്. ഇനി നോർമലി ഒരു തെർമോഡൈനാമിക്സിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ എന്താ? നോർമലി ഒരു തെർമോഡൈനാമിക്സ് പ്രോസസ്സിൽ വർക്ക് കാണുന്ന ഇക്വേഷൻ പറഞ്ഞേ. മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി വർക്ക് കാണുന്ന ഫസ്റ്റ് ഇക്വേഷൻ. ഇനി റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ വർക്ക് is equal to minus 2.303 nRT log V final by V initial. This is isothermal reversible expansion of ideal gas. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് മക്കൾ വർക്കിന് പഠിക്കണം. വർക്കിന് നോക്കൂ, ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നാലും വർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കേണ്ട രണ്ട് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആണ് ഈ രണ്ട് ഇക്വേഷൻസ്. ഈ രണ്ട് ഇക്വേഷനും കറക്റ്റ്ലി പഠിക്കുക. വർക്ക് is equal to minus P external into delta V, then minus 2.303 nRT log V final by V initial. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? സോ നമുക്ക് ഇവിടെ വർക്ക് ആണ് കാണേണ്ടത്. ദാറ്റ് ഇസ് നമുക്ക് ഇവിടെ Q is equal to minus work, that is P external into delta V. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ്റ്റേണൽ പ്രഷർ തന്നിട്ടുണ്ട് 80 കിലോ പാസ്കലാണ്. കിലോ പാസ്കൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പാസ്കൽ ആക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പി എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു കിലോ പാസ്കലിന് പാസ്കൽ ആക്കി. അപ്പൊ 300 കൊടുത്തു. 80,000 ആയി. 80 കിലോ പാസ്കൽ 80,000 പാസ്കലായി. Why negative sign in equation of work? അതിന് കാരണം നമ്മളെ കെമിസ്ട്രിയിൽ ഒരു നെഗറ്റീവ് ഉണ്ട്, ഫിസിക്സിൽ നെഗറ്റീവ് ഇല്ല. കെമിസ്ട്രിയിൽ നെഗറ്റീവ് വരാൻ കാരണം എക്സ്റ്റേണൽ പ്രഷറാണ് ഞാൻ എടുത്തത് കേട്ടോ. പുറത്തത്തെ പ്രഷർ എടുക്കുന്നത്, എക്സ്റ്റേണൽ പ്രഷർ എടുക്കുന്നത്. ആ പുറത്തത്തെ പ്രഷർ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും. അതുകൊണ്ടാണ്
കെമിസ്ട്രിയിലെ വർക്കിന് എപ്പോഴും ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഓക്കെ, വർക്ക് ഇസ് ഈക്വൽ ടു, ഞാനിവിടെ ഇക്വേഷൻ തന്നില്ലേ, വർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ആണ് കെമിസ്ട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുക. ഫിസിക്സ് ആണെങ്കിൽ മൈനസ് ഇല്ല, പി എക്സ്റ്റേണൽ പി ഇൻറ്റു ഡെൽറ്റ വി എന്നാ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, തിരിച്ചു പോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പാസ്കൽ ഇൻറ്റു ഡെൽറ്റ വി എത്രയാടാ, 30 to 45. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ആണ്. വി ഫൈനൽ 45 മൈനസ് 30. ദിസ് ഈസ് ഇൻ ഡെസിമീറ്റർ ക്യൂബ് ആണ്. സോ ഹിയർ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 15 ഡെസിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ ഞാൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വർക്കിന്റെ ആൻസർ എത്രയാടാ, ഹിയർ വർക്ക് ഇസ് ഈക്വൽ ടു 80,000 ഇൻറ്റു 15 ഡെസിമീറ്റർ ക്യൂബ്. പക്ഷെ നിങ്ങൾക്ക് ആൻസർ വേണ്ടത് ജൂളിലാണ്. ശ്രദ്ധിക്കണേ, ജൂൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇത് പാസ്കൽ. ജൂൾ എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കണേ, ഇവിടെയാണ് നിങ്ങൾ തെറ്റിക്കുക. പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബിനെയാണ് ജൂൾ എന്ന് വിളിക്കുക. അറിയില്ലെങ്കിൽ എഴുതി വെക്കണേ, പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബ് ആണ് ജൂള്. പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബ് ആണ് ജൂള്. ഡെസിമീറ്റർ ക്യൂബ് ആണ് എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഡെസിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കാൻ എന്ത് ചെയ്യണം, ഡെസി എന്ന് പറഞ്ഞാൽ 1/10 എന്നാണ്, സെന്റി 1/100, മില്ലി 1/1000. ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/10 മീറ്റർ എന്നാണ്, 0.1 മീറ്റർ എന്നാണ് ഡെസിമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡെസിമീറ്ററിനെ മീറ്റർ ക്യൂബ് ആക്കാൻ എന്ത് ചെയ്യടാ, 10⁻³ അപ്പൊ 80 ഇൻറ്റു 10⁻³ പാസ്കൽ ഇൻറ്റു 15 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. ഇപ്പൊ ഇത് രണ്ടും കൂടെ എന്തായി, പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബ് ആണെങ്കിൽ ദേ ചേഞ്ചസ് ടു ജൂൾ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ജൂളായി. 10⁻³ 10⁻³ ക്യാൻസൽ. 80 into 15, that is 1200 joule is correct answer. 1200 joule ആണ് ആൻസർ. ക്ലിയർ ആണോ പറഞ്ഞത്? അതായത് നമുക്ക് കിട്ടിയത് ഡെസിമീറ്റർ ക്യൂബിലാണ്. കൺവെൻഷൻ നോക്ക്, കൺവേർഷൻ നോക്ക്. നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് 1 ലിറ്റർ ഇസ് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ്. That's equal to 1 decimeter cube. ഇത് ശ്രദ്ധിക്കുക, ഡെസിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കാൻ എന്ത് ചെയ്യണം, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എപ്പോഴും ലിറ്ററിനെയും, ഒന്നുകൂടെ പറയാം, ലിറ്ററിനെയും ഡെസിമീറ്റർ ക്യൂബിനെയും മീറ്റർ ക്യൂബ് ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദേവദത്തൻ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഡെസിമീറ്റർ ക്യൂബ് ആണെങ്കിലും ലിറ്റർ ആണെങ്കിലും മീറ്റർ ക്യൂബ് ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഓക്കെ, സോ നമുക്കിവിടെ 10⁻³ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു ഞാൻ മീറ്റർ ക്യൂബ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഡെസിമീറ്റർ ക്യൂബ് ഈസ് ചേഞ്ചസ് ടു മീറ്റർ ക്യൂബ്. റെഡി, അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. ഇനി കിലോ പാസ്കൽ ആക്കാൻ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിലോ പാസ്കൽ ആകുമ്പോൾ 10⁻³ ഡെസിമീറ്റർ ക്യൂബ് മീറ്റർ ക്യൂബ് ആകുമ്പോൾ 10⁻³ ഡെസിമോളാർ അല്ല, ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ DM ക്യൂബ്. ഡെസി എന്ന് പറഞ്ഞാൽ 1/10 മീറ്ററിനെയാണ് ഒരു ഡെസിമീറ്റർ എന്ന് പറയാം. അപ്പൊ 1/10 മീറ്റർ ക്യൂബാണ് ഡെസിമീറ്റർ ക്യൂബ്. ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, 1/10 മീറ്റർ ആണ് ഡെസിമീറ്റർ ക്യൂബ്. ക്ലിയർ? അപ്പോൾ 1/10 ഇൻറ്റു 1/10 ഇൻറ്റു 1/10 മൾട്ടിപ്ലൈ ചെയ്താൽ 10⁻³ ക്ലിയർ ആണോ? ജൂളിലേക്ക് മാറ്റാം. ജൂള് എന്ന് പറഞ്ഞാൽ പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബാ. ഇതാ ഞാനിവിടെ എഴുതി, പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബാണ് ജൂള്. പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബിനെയാണ് ജൂള് എന്ന് വിളിക്കുക. ജൂളിലേക്ക് മാറ്റി, ഈ പാസ്കലും മീറ്റർ ക്യൂബും വന്ന ജൂളായി. അതിനിവിടെ ക്വസ്റ്റ്യനിൽ തന്നത് ഒന്ന് കിലോ പാസ്കൽ ആയിരുന്നു. കിലോ പാസ്കലിൽ ഞാൻ 10⁻³ ഇട്ട് പാസ്കലാക്കി.
ഡെസിമീറ്റർ ക്യൂബിനെ 10⁻³ ഇട്ടിട്ട് മീറ്റർ ക്യൂബ് ആക്കി. ആ 10⁻³ 10⁻³ മ്യൂച്വലി ക്യാൻസൽ ആയി പോയി. ഓക്കെ, ഇനി ഇതുപോലൊരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ലിറ്ററും ATM ആണെങ്കിൽ എന്താ ചെയ്യാ ജൂളാക്കാൻ? ലിറ്റർ ATM ആണെങ്കിൽ ജൂളാക്കാൻ ഇൻറ്റു 101.3 ചെയ്താൽ ജൂളാകും. ലിറ്റർ ATM ചെയ്തിട്ടുണ്ടെങ്കിൽ ലിറ്റർ ATM-ലാണെങ്കിൽ അതിനെ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ജൂളായി. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെക്കണേ. ലിറ്ററിലും ATM-ലുമാണെങ്കിൽ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനൽ ആൻസർ ഈസ് ചേഞ്ചസ് ടു ജൂൾ. അപ്പോഴേ ജൂളിലോട്ട് മാറും. ലിറ്റർ ATM ആണെങ്കിൽ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ജൂൾ ആകും. പാസ്കലിന്റെ ഡെസിമീറ്റർ ക്യൂബ് ആണെങ്കിൽ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. റെഡി അല്ലേ? യെസ് യെസ്. എന്റെ പേരെന്താണ്? എന്റെ പേര് അറിയില്ല? എന്റെ പേരറിയില്ല? IUPSC ആണോ കോമൺ ആണോ? ഇതിന് ഓപ്ഷൻ ഇല്ല. ഇത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ കണ്ടത്. ഇല്ല. ഓക്കെ. ആർ വാല്യൂ എന്താണ്? ആറിന്റെ വാല്യൂ ജൂളിലാണെങ്കിൽ 8.314. ഓക്കെ, ജൂളിലാണെങ്കിൽ 8.314. സെറ്റ്. അടുത്ത് ഈ പറഞ്ഞ ബാക്കി നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കി ഓക്കെ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. നോക്കണേ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻസ് ഫോർ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നോട്ട് ചെയ്ത് വെക്കണേ. ഫ്രീ എക്സ്പാൻഷൻ എന്നോ അല്ലെങ്കിൽ വാക്വം എന്നോ കണ്ടാൽ, ഫ്രീ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വാക്വം, ഓക്കെ, നോട്ട് ചെയ്ത് നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടുത്തെ എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. ഒരു ഗ്യാസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എക്സ്പാൻഡഡ് ഇൻ ടു വാക്വം അല്ലെങ്കിൽ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണേ. ഫ്രീ എക്സ്പാൻഷൻ ഓർ വാക്വം ഇൻഡിക്കേറ്റ് എക്സ്റ്റേണൽ പ്രഷർ ഈക്വൽ ടു 0. എക്സ്റ്റേണൽ പ്രഷർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നിങ്ങൾ പറ വർക്കിന്റെ ഇക്വേഷൻ എന്താ? -P external into delta V. ഫ്രീ എക്സ്പാൻഷൻ എന്ന് കണ്ടു കഴിഞ്ഞു. അവിടെ ഡെൽറ്റ P external 0 ആയി. സോ വർക്കിന്റെ ഇക്വേഷൻ എന്താ? വർക്ക് 0 ആയി. അപ്പൊ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് ഡൺ ഈക്വൽ ടു 0. വൈ എന്ന് ചോദിച്ചാൽ P external ഈക്വൽ ടു 0. സോ വർക്ക് ഈക്വൽ ടു 0. ദ നെക്സ്റ്റ് വൺ അഡബാറ്റിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു. അഡബാറ്റിക് കണ്ടീഷൻ ആണെങ്കിൽ ആരാടാ 0? അഡബാറ്റിക് കണ്ടീഷനിൽ ആരാ 0? വേം പറ. അഡബാറ്റിക് കണ്ടീഷനിൽ ആരാ 0? അഡബാറ്റിക് കണ്ടീഷൻ എന്ന് കണ്ടാൽ ആരാ 0? Q0. യാ, Q0. നമ്മളെ ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ യു is equal to Q plus W. ഡെൽറ്റ യു is equal to Q plus W. സോ Q0 ആയി, W0 ആയി. അപ്പൊ ഡെൽറ്റ യു എന്തായി? ഡെൽറ്റ യു 0 ആയി. ഡെൽറ്റ യു 0 ആയാൽ
ഡെൽറ്റ ടിയും സീറോ. ദാറ്റ് ഈസ് ഐസോതെർമൽ പ്രോസസ്. ഡെൽറ്റ യു സീറോ ആയാൽ ഡെൽറ്റ ടിയും സീറോ. ഐസോതെർമൽ പ്രോസസ്. എല്ലാവരും സീറോ ആട്ടോ. ക്യൂ സീറോ, ഡെൽറ്റ ടി സീറോ, ഡെൽറ്റ യു സീറോ. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4. നോട്ട് ചെയ്ത് വെക്കണേ. അഡാബാറ്റിക് എന്ന ടേം വന്നത് കൊണ്ടാണ് ക്യൂ സീറോ ആയത്. ഫ്രീ എക്സ്പാൻഷൻ വന്നത് കൊണ്ടാണ് വർക്ക് സീറോ ആയത്. വർക്കും ഹീറ്റും സീറോ ആയതുകൊണ്ടാണ് ഡെൽറ്റ ടിയും സീറോ ആയത്. ഓക്കെ അല്ലേ? യാ, നിങ്ങൾ അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് എക്സാം നിങ്ങളൊന്നും എഴുതിയില്ലല്ലോ. നോക്ക് അടുത്തത്. ഇത് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, എ ഗ്യാസ് undergoes a cyclic transformation starting from the point A and coming back to the same point by tracing the path A, B, C, A. ദാ എന്ന് ബിയിലേക്ക് പോയി, ബിന്ന് സിയിലേക്ക് പോയി, സിന്ന് എയിലേക്ക് വന്നു. ക്ലിയർ? ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ദ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദി പ്രോസസ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ദ ഷെയ്ഡഡ് ഏരിയ. ഈ ഷെയ്ഡഡ് ഏരിയനിലെ വർക്ക് എന്ന് പറയാം. യെസ്, നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. വർക്ക് കാണാനുള്ള ഷെയ്ഡഡ് ഏരിയ എങ്ങനെ കാണാം? പി ഇൻറ്റു ഡെൽറ്റ വി അല്ലേ? പി ഇൻറ്റു ഡെൽറ്റ വി. പി എത്ര? പ്രഷർ. നേരത്തെ പറഞ്ഞ പോലെ നോക്കി, കിലോ പാസ്കൽ ആണ് ഏരിയ. പ്രഷർ 30-20. അപ്പൊ എത്ര? 20. ഈ ഡിഫറൻസ് നോക്കിയാൽ മതി. 10-30 ആയി. ആ പ്രഷർ ഇസ് ഈക്വൽ ടു 20 കിലോ പാസ്കൽ ആണ്. 20 ഇൻറ്റു 10⁻³ പാസ്കൽ ഇൻറ്റു വോളിയം എത്ര? 1030 ആയി. 1030 ആയാൽ 1030 ആയാൽ എത്ര വരൂടാ? അങ്ങനല്ല വരട്ടെ. നിങ്ങൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാം. ഞാൻ പറയാം. പ്രഷറിന് ചേഞ്ച് ഇല്ല. നോക്കിക്കോ, ഞാൻ ഇങ്ങനെ എടുത്താൽ തെറ്റാൻ ക്യാൻസർ കിട്ടുക. ഇങ്ങനെ ഓടിപ്പോയി ചെയ്യരുത് ഏരിയ കാണാൻ. ദാറ്റ് മീൻസ് നോക്കട്ടോ, പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. അപ്പൊ ഈ പ്രഷർ നിങ്ങൾ എടുക്കേണ്ടത് ഏതാന്ന് പറയാം. ഈ പ്രഷറാണ് എടുക്കേണ്ടത്. സോ പ്രഷർ ഈക്വൽ ടു 10. പ്രഷർ 10. വോളിയം എത്ര? 400. നിങ്ങൾ ചെയ്ത് അങ്ങനെ എടുക്കാൻ പാടില്ല. എന്താ വർക്കിന്റെ ഇക്വേഷൻ? ഡെൽറ്റ പി വി അല്ല, പി ഇൻറ്റു ഡെൽറ്റ വി. ആ എക്സ്റ്റേണൽ പ്രഷറിനെ ചേഞ്ച് ഇൻ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മളെ പുറത്തെ പ്രഷർ നിങ്ങൾ എത്ര എടുക്കേണ്ടത്? ഇനീഷ്യൽ പ്രഷർ, ഈ പ്രഷർ ആയിട്ട് എടുക്കുക 10. ചേഞ്ച് ഇൻ വോളിയം 30 - 10. അപ്പൊ ഇത് 10⁻³ പാസ്കൽ ആക്കി ഇൻറ്റു 30 - 10 ആണ് ചേഞ്ച് ഇൻ വോളിയം. അത് ഡെസിമീറ്റർ ക്യൂബ് ആണ്. ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. അപ്പൊ ഈ പാസ്കലും മീറ്റർ ക്യൂബും കൂടെ ജൂളായി. പാസ്കൽ ഇൻറ്റു മീറ്റർ ക്യൂബ് ജൂൾ. 10⁻³ -3 ക്യാൻസൽ ആയി. 10 ഇൻറ്റു 20. ഓക്കെ 10 ഇൻറ്റു 20 എത്രയാടാ? 10 ഇൻറ്റു 20 200 ജൂൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുന്ന് പ്രഷർ ചേഞ്ച് ആക്കി എടുക്കരുത് കേട്ടോ. പ്രഷർ ചേഞ്ച് ഇല്ല, വോള്യൂം ചേഞ്ചേ ഉള്ളൂ. എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോള്യം ആണ്. ക്ലിയർ? ഇത് 400 എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ അതുകൊണ്ടാണ് തന്നെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ഒരു കാരണവശാലും ഇങ്ങനത്തെ പ്രഷർ എടുക്കരുത്. സോ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണം. യെസ്, കിട്ടും. ഹാഫ് വെച്ച് ചെയ്താലും കിട്ടും. മതി, അങ്ങനെ മതി. യെസ്, മാത്തമാറ്റിക്കലി പറഞ്ഞു. യെസ്, ശരിയാണ്. ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ പകുതി റെഡിയാണ്. ഹാഫ് ഓഫ് ദി ഏരിയ എടുത്താൽ മതി, പ്രശ്നമില്ല. ഞാൻ അങ്ങനെ എടുത്തോ, ഫുൾ എടുത്തോ, കുഴപ്പമില്ല. ഹാഫ് ഓഫ് ദി ഏരിയ.
കിട്ടൂടാ, അങ്ങനെയും കിട്ടും. അതേ ഞാൻ പറഞ്ഞു, ഒന്നിനും ഒരു കറക്റ്റ് ഒരു മെത്തേഡല്ല ഉള്ളത്. നിങ്ങൾക്ക് കാണേണ്ടത് ഈ ഏരിയയാണ്. ആ ഏരിയയിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതെടുത്തിട്ട് ഇത് അതിന്റെ ഹാഫ് എടുത്താൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പൊ 20 ഇൻറ്റു 2400 ബൈ ഹാഫ് ഓഫ് ദി ഏരിയ. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു. ഞാൻ അങ്ങനെ പ്രശ്നം ചെയ്യാൻ ഹാഫ് ഓഫ് ദി ഏരിയ. നെക്സ്റ്റ് നോക്കടുത്ത്. ഈ തെർമോയിലെ ലാസ്റ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മെജോറിറ്റി വന്നത്. തെർമോയില് മെജോറിറ്റി വന്ന ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കണേ. ഫോർ എ certain thermochemical reaction, M gives N. M gives N at a temperature 400 Kelvin, delta H 77.2, delta S 122, log equilibrium constant. നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ അറിയോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വെച്ച് എന്തെങ്കിലും റിലേഷൻ തെർമോഡൈനാമിക്സിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ റിലേഷൻ ഒന്ന് ആദ്യം പറ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ കണക്ട് ചെയ്ത് തെർമോഡൈനാമിക്സിൽ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടോ? ഓക്കെ, ഗിബ്സ് എനർജിന്റെ റിലേഷൻ ഉണ്ട് എന്നാ പറഞ്ഞത്. ദാറ്റ് റിലേഷൻ ഈസ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -2.303 RT ലോഗ് കെ സി. ഇതല്ല ഇക്വേഷൻ. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു, നിങ്ങൾ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇങ്ങനത്തെ ബേസിക് ഇക്വേഷൻസ് ഒക്കെ അറിയണം. ഇതാണ് തെർമോഡൈനാമിക്സിൽ ഗിബ്സ് എനർജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തമ്മിലുള്ള റിലേഷൻസ്. ഓക്കെ, നോട്ട് ചെയ്തല്ലോ? യെസ്. ഇനി നിങ്ങൾ കാണേണ്ടത് ലോഗ് കെ സി ആണ്. ലോഗ് കെ സി ഇസ് ഈക്വൽ ടു എന്താ വരികടാ? ഡെൽറ്റ ജി ബൈ 2.303 RT മൈനസ്, ഇതാണ് ലോഗ് കെ സി. യെസ്. പക്ഷേ ഡെൽറ്റ ജി തന്നിട്ടില്ല. ഈ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ ജി തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം എന്ത് തന്നിട്ടുണ്ട്? ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ടിയും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ടിയും ഉപയോഗിച്ച് ഡെൽറ്റ ജി കാണുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. വെരി ഗുഡ്. ഏതാണ്? ഗിബ്സ് ഹെൽമോൾസ് ഇക്വേഷൻ. അക്കോർഡിംഗ് ടു ഗിബ്സ് ഹെൽമോൾസ് ഇക്വേഷൻ, ഡെൽറ്റ ജി എന്നത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലോഗ് കെ സി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ഡിവൈഡഡ് ബൈ 2.303 RT. ഒന്ന് ചെയ്തു നോക്കിയേ. ഡെൽറ്റ എച്ച് എത്രയാടാ? 77.2 കിലോ ജൂൾ ആണ്. 10⁻³ കൊടുക്കണം ജൂൾ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹിയർ തന്നിട്ടുള്ളത് കിലോ ജൂളിലാണ്. മൈനസ് ടി 400 ഇൻറ്റു 122 ടി ഡെൽറ്റ എസ്. കഴിഞ്ഞു. ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് മൈനസ് കൊടുത്തു. ഹോൾ ഡിവൈഡ് ബൈ 2.303 ആറിന്റെ വാല്യൂ 25/3, ദാറ്റ് ഇസ് 8.314 ആണ്. ഞാൻ 25/3 എന്ന് എഴുതി. ഇൻറ്റു ടെമ്പറേച്ചർ ഈസ് സെയിം ആസ് 400. ഒന്ന് ചെയ്ത് എത്ര കിട്ടുന്നുണ്ട്? 77.2 മൈനസ് 122 ഇൻറ്റു 4 എത്ര? 122 ഇൻറ്റു 4 8 488. 48.2 ഓവറോൾ 10⁻³ ഞാൻ ഔട്ട് എടുത്ത്. ഹോൾ ബൈ 25/3 RT. 2.303 ഇൻറ്റു
25 into 4/3 എത്രയാടാ? 133. 133 എത്ര നോക്ക്? 77.2 minus 48.2 എത്രയായി? വരട്ടെ. 77.2 48.2 മൈനസ് ചെയ്തു 29. 000 by എത്ര വരും? 40.8 ആണല്ലേ? സോറി, ഇത് 8 ആണ്. 8 ആണ് മൈനസ് ചെയ്യുന്നത് അല്ലേ? അപ്പം വാല്യൂല് വ്യത്യാസം ഉണ്ടാവും. അറൗണ്ട് 3.8 ആണോ? എത്ര നോക്കി? 28.4 വരാം. അല്ലേ? യെസ്, 488 ആണ്. 25 into 133 into 2.3. ഒന്ന് വേഗം ചെയ്ത് നോക്ക്, എത്ര വന്ന്? 133 2.3 9 9 3 6 6 2 9 5 0 3 305 into 25. എത്ര വരുന്നുണ്ട് ആൻസർ? യെസ് യെസ് യെസ്, 3.7 വരും. അപ്പൊ ഇൻറ്റു 10⁻⁻1 എഴുതണം. സോ 37. കാൽക്കുലേഷനെ വിഷയമുള്ളൂ. 37 into 10⁻⁻1. കൺസെപ്റ്റ് സിമ്പിൾ ആണ്. നെഗറ്റീവ് ഉണ്ട്, പക്ഷെ നമ്മളോട് ചോദിച്ചത് ലോഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. നെഗറ്റീവ് ഉണ്ടാകും. നെഗറ്റീവ് ഉണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അത് ഇവരിട്ടതിൽ പോയത്. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ ക്വസ്റ്റ്യനിൽ. നെഗറ്റീവ് എത്രയെന്നാണ് ചോദ്യം. ഈസ് നെഗറ്റീവ് എത്രയെന്നാട്ടോ. ഒന്നുമില്ല, ഒന്ന് നോക്കി ക്വസ്റ്റ്യൻ എന്താ ചെയ്തത്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാനുള്ള റിലേഷൻ ആദ്യം നിങ്ങളുടെ കയ്യിൽ എല്ലാ ഇക്വേഷനും ഒരു ചെറിയ പേപ്പറിലോ നോട്ടിലോ എഴുതി വെക്കണേ. ഒരു തെർമോഡൈനാമിക്സ് എന്നൊക്കെ പഠിക്കുമ്പോൾ എല്ലാ റിലേഷൻസും ഒന്നും ഇങ്ങനെ ഓർത്തു പോവാം. ഡെൽറ്റ ജി is equal to -2.3 nRT -2.3 RT log Kc. അതുപോലെ ഡെൽറ്റ ജി കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. നെഗറ്റീവ് ക്യാൻസൽ ആവില്ല. എങ്ങനെ ക്യാൻസൽ ആവുക? മുകളിൽ മാത്രമല്ല, ഇവിടെ മാത്രമല്ലേ നെഗറ്റീവ് ഉള്ളൂ, താഴെ നെഗറ്റീവ് ഇല്ലല്ലോ. ഫൈനൽ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടാകും. പക്ഷെ നമ്മൾ ആൻസറിൽ ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് തന്നത് കൊണ്ട് ഞാൻ നെഗറ്റീവ് എഴുതുന്നില്ല. ഓക്കെ, യാസ്മി നെഗറ്റീവ് ക്യാൻസൽ ആവില്ലടി. എങ്ങനെ ക്യാൻസൽ ആവുക? ഓൾറെഡി ഒറ്റ നെഗറ്റീവ് മുകളിലല്ലേ ഉള്ളൂ. ത്രൂ ഔട്ട് താഴെ മുകളിലും നെഗറ്റീവ് എന്നല്ലേ ക്യാൻസൽ ചെയ്യാൻ പറ്റൂ. ഓക്കെ, റൈറ്റ്. ദ നെക്സ്റ്റ് വൺ, അടുത്ത് നോക്ക്. ഇത് സിമ്പിള്, ഇതും കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഇല്ലേ? ഡെൽറ്റ ജി is equal to, ഇതാണ് നെഗറ്റീവ്, -2.303 nRT log Kc. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ നെഗറ്റീവ് ഇല്ല. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ ഇതാണ്,
ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാ, ഇതൊക്കെ നിങ്ങൾ എഴുതിയ പേപ്പറാണ്. എന്താ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്തത് എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ ഡെൽറ്റ ജിയുടെ സൈൻ എന്താ? ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ഇൻഡിക്കേറ്റ് സ്പോണ്ടേനിയസ് പ്രോസസ്. ഡെൽറ്റ ജി 0 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം. ഡെൽറ്റ ജി പോസിറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോൺ സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി നെഗറ്റീവ് സ്പോണ്ടേനിയസ്, 0 ഇക്വിലിബ്രിയം, പോസിറ്റീവ് നോൺ സ്പോണ്ടേനിയസ്. സോ നിങ്ങൾ പറ ഒന്നാമത്തത് കറക്റ്റ് ആണോ അല്ലേന്ന്. ഡെൽറ്റ ജി നെഗറ്റീവ് ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, കറക്റ്റ് ആണത്. ഡെൽറ്റ ജി പോസിറ്റീവ് ഫോർ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, റോങ് ആണ്. ഡെൽറ്റ ജി 0 ഫോർ റിവേഴ്സിബിൾ റിയാക്ഷൻ, കറക്റ്റ് ആകാം. ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലെ സ്റ്റേറ്റ് അല്ലേ ഇക്വിലിബ്രിയം. ഡെൽറ്റ ജി പോസിറ്റീവ് ഫോർ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ, അതും കറക്റ്റ് ആണ്. സോ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വന്നു 2024. നെക്സ്റ്റ് വൺ, അടുത്ത് നോക്ക്, അതുപോലെ അടുത്ത്. ഫോർ എ സെർട്ടൈൻ റിയാക്ഷൻ, ഇത് നിങ്ങൾ ചെയ്യട്ടോ, ഞാൻ കൂടെ ഉണ്ട്, നമ്മൾ പെന്നും പേപ്പറും എടുത്ത് തുടങ്ങിക്കോ. ഫോർ എ സെർട്ടൈൻ റിയാക്ഷൻ അറ്റ് 300 കെൽവിൻ, ടെമ്പറേച്ചർ തന്നു. മുകളിൽ ഞാൻ എഴുതി വെച്ചു, ഇത് ടെമ്പറേച്ചർ ആണ്. കെ സി തന്നു, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും തന്നു, അപ്പൊ കെയും തന്നു അല്ലെങ്കിൽ കെ സിയും തന്നു. ഡെൽറ്റ ജി കാണാൻ ഏതാണ് റിലേഷൻ? ഏതാ റിലേഷൻ പറ? ഡെൽറ്റ ജി കാണാൻ കെ സി തന്നുള്ള റിലേഷൻ ഏതാ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -2.303 ആർ ടി ലോഗ് കെ സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്ക് വാല്യൂസ്. എങ്ങനെ കൊടുക്കുക? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു, ഡെൽറ്റ ജി തന്നിട്ടുണ്ട്, ഇല്ല കാണണം, -2.303, ആറിന്റെ വാല്യൂ 25/3, ടെമ്പറേച്ചർ എത്രയാ? 300 ഇൻറ്റു ലോഗ് 10. ലോഗ് 10 എന്ന ടേമിന്റെ വാല്യൂ എത്രയാടാ? ലോഗ് 10 ഈസ് ഓൾവേസ് ഇല്ല 8.314 എടുത്താൽ വാല്യൂ, പക്ഷെ ഇത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് ആൻസറിൽ എത്താൻ വേണ്ടി 25/3 ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും ക്യാൻസൽ ആയി 100, ലോഗ് 10 1 ആയി. എത്രയാടാ അത്? ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞോ. കറക്റ്റ് ആൻസർ കിട്ടിയില്ലേ? 25 into 100, 2500. Okay, into 2.303, that is 5700 joule. That is approximately 5.7 kilojoule. That is equal to 57 into 10 raised to -1 kilojoule. Yes, 57 into 10 raised to -1 kilojoule. റെഡി അല്ലേ? ഏത് ഇക്വേഷനാ? അതേ ഇക്വേഷൻ വെച്ച് രണ്ടാമത്തെ പ്രോബ്ലം ആണിത്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -2.303 ആർ ടി ലോഗ് കെ സി, -2.303 ആർ ടി ലോഗ് കെ സി. ദാറ്റ് ഇസ് ദ ഇക്വേഷൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. Which of the following equation does not correctly represent the first law of thermodynamics? ഫസ്റ്റ് ലോ പ്രകാരം ഏതോ ഒരു ഓപ്ഷൻ ഇതിൽ തെറ്റാണ്. ഏതാണ് ആ ഓപ്ഷൻ? നെഗറ്റീവ് ഇല്ലേ സാർ? എവിടാ നെഗറ്റീവ്? നെഗറ്റീവ് ഉണ്ട് മക്കളെ. ഈ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ഉണ്ടോ നോക്കട്ടെ. ഈ ക്വസ്റ്റ്യനിലും നെഗറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ പ്രിന്റിങ്ങിൽ പോയതാണ്. ഈ ക്വസ്റ്റ്യനിലും ഇവിടെ നെഗറ്റീവ് തന്നിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നൈസായിട്ട് നെഗറ്റീവിനെ ഒഴിവാക്കി. നെഗറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ, നെഗറ്റീവ് തന്നെയാണ് ആൻസർ. നെഗറ്റീവ് ഒന്നും ക്യാൻസൽ ചെയ്ത് പോവില്ല, പക്ഷെ ഫൈനൽ ആൻസറിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ. ഓപ്ഷൻ തന്നതിൽ ഇവിടെ നെഗറ്റീവ് എത്ര എന്നാണ് ചോദിച്ചത്. ഇവിടെ വരി, ഇതിലേതാ റോങ്?
നോക്കാം. സൈക്ലിക് പ്രോസസ് നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ യു is equal to Q plus W. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സൈക്ലിക് പ്രോസസ്സിൽ ആരാ സീറോ? പറ, സൈക്ലിക് പ്രോസസ്സിൽ ആരാ സീറോ? ഈ തന്നതിൽ ആരായിരിക്കും സൈക്ലിക്കിൽ സീറോ ആവുക? ക്യൂ വർക്ക് പാത്ത് ഫംഗ്ഷൻ ആണ്. സൈക്ലിക്കിൽ സീറോ ആവുക, സൈക്ലിക്കിൽ സീറോ ആവുക സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. ഡെൽറ്റ യു സീറോ ആണ്. സോ ക്യൂ is equal to മൈനസ് ഡബ്ല്യു ആണ് സൈക്ലിക്കിൽ. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് കറക്റ്റ് ആണ്. യെസ്, ഒന്നാമത്തത് കറക്റ്റ് ആണ്. രണ്ടാമത്തത് അഡബറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ആരാ സീറോ? അഡബറ്റിക് പ്രോസസ്സിൽ ക്യൂ ആണ് സീറോ. ഡെൽറ്റ യു is equal to ഡബ്ല്യു. ഡെൽറ്റ യു is equal to മൈനസ് ഡബ്ല്യു. ഡെൽറ്റ യു is equal to മൈനസ് ഡബ്ല്യു തെറ്റാണ്. ഡെൽറ്റ യു is equal to ഡബ്ല്യു ആണ് വരേണ്ടത്. ഹിയർ ഡെൽറ്റ യു is equal to മൈനസ് ഡബ്ല്യു എന്നാണ് പറഞ്ഞത്. മൂന്ന് നോക്കിയേ, ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ്സിൽ ആര് സീറോ? ഐസോകോറിക് പ്രോസസ്സിൽ ഡെൽറ്റ വി സീറോ, വർക്ക് സീറോ. സോ ഡെൽറ്റ യു is equal to ക്യൂ. സോ അതും കറക്റ്റ്. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിലോ സെയിം ആസ് ദി ഫസ്റ്റ്. ഐസോതെർമൽ പ്രോസസ്സിൽ ആരടാ സീറോ? ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ യു സീറോ. സോ ക്യൂ is equal to മൈനസ് ഡബ്ല്യു. അതും കറക്റ്റ്. ഇപ്പൊ റോങ് ഏതാ വന്നിട്ടുള്ളത്? അഡബറ്റിക് പ്രോസസ് ഡെൽറ്റ യു is equal to മൈനസ് ഡബ്ല്യു. ക്ലിയർ അല്ലേ പറഞ്ഞത്? നോട്ട് ചെയ്ത് പോണേ, നോട്ട് ചെയ്ത് വെക്കണേ കറക്റ്റ് ആയിട്ട്. യെസ് 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 യെസ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും, നല്ല കെയർഫുൾ ആയിട്ടൊന്ന് വായിക്കുക ആദ്യം. 5 mole of an ideal gas, clear, at 100 Kelvin are allowed to undergo reversible compression till the temperature become 200 Kelvin. CV തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഡെൽറ്റ യു ആൻഡ് ഡെൽറ്റ പി വി ഫോർ ദി പ്രോസസ്. നമ്മൾ ഈ ഹീറ്റ് കപ്പാസിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഫിസിക്സിലും കേട്ടിട്ടുണ്ടാകും. ഡെൽറ്റ യു is equal to എൻ സി വി ഡെൽറ്റ ടി. കേട്ടിട്ടുണ്ടോ? ഡെൽറ്റ യു is equal to എൻ സി വി ഡെൽറ്റ ടി. നമ്മൾ ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എൻ എത്ര? 5 മോള്. അപ്പൊ എൻ ഈക്വൽ ടു 5. സി വി എത്ര? 28 ജൂൾ. 28 ജൂൾ, റൈറ്റ്. പക്ഷെ നമ്മൾ ആൻസറുകൾ കംപ്ലീറ്റ് തന്നത് കിലോ ജൂൾ കിലോ ജൂൾ കിലോ ജൂളിലാണ്. നമുക്ക് കിലോ ജൂളിൽ ചെയ്ത് നോക്കിയാലോ? വേണ്ട, ജൂളിൽ തന്നെ പോട്ടെ. 28. ഡെൽറ്റ ടി എത്രയാണ് തന്നത്? ടെമ്പറേച്ചർ ചേഞ്ച് 100 200 ആയി. 100 200 ആകുമ്പോ എത്ര? 100 200 ആകുമ്പോ എത്രയാ? 200 മൈനസ് 100. അപ്പൊ 100. 5 into 28 എന്ന് പറഞ്ഞാൽ 140 into 100. ഇത്രയും ജൂൾ. ദാറ്റ് ഈസ് 1.2 സോറി, ദാറ്റ് ഈസ് 14 കിലോ ജൂൾ. 14 കിലോ ജൂൾ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 14 കിലോ ജൂൾ ഓപ്ഷൻ ഏതാ? ഇത് രണ്ടും അല്ല, സിയും ഡിയും അല്ല, 1 or 2 ആവാം. ഇനി ഒരു പാർട്ടും കൂടെ കാണാൻ പറഞ്ഞിട്ട് ഡെൽറ്റ പി വി. സോ നോക്കൂ കെയർഫുൾ ആയിട്ട്. ഡെൽറ്റ പി വി is equal to ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ പി വി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൻ ജി ആർ ടി. ഏതി കൂടെ? പി വി is equal to എൻ ആർ ടി. സോ ഡെൽറ്റ പി വി is equal to ഡെൽറ്റ എൻ ജി ആർ ടി. 5 മോൾ ആണ്. ഓക്കെ, അപ്പൊ ഡെൽറ്റ എൻ ജി 5.
ആറിന്റെ വാല്യൂ എത്രയാ? 25/3. ആറിന്റെ വാല്യൂ 25/3 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാ? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 100. ഇത്രയും ജൂൾ. ഇതെത്ര നോക്കിയേ? 100ഉം 3ഉം ക്യാൻസൽ ചെയ്താൽ 33.3. 5 ഇൻറ്റു 25 125. 125 ഇൻറ്റു 33.3. എത്ര പേരുടെ ആൻസർ? 125 ഇൻറ്റു 33.3 is approximately approximately 4000 joule. 4000 joule is approximately 4 kilojoule. So 4 kilojoule ഒരു ഓപ്ഷനേ ഉള്ളൂ. That is this. Option C is correct answer. Okay. Adiabatic ആണോ? R equal to B എടുക്കാൻ ക്യൂവിൽ പറഞ്ഞില്ലേ? R equal to B യോ? മനസ്സിലായില്ല എന്താ ഉദ്ദേശം? Why it's 100 Kelvin? 5 more ideal gas 100 Kelvin are allowed to expand reversible compression till temperature become 200 Kelvin. R equal to 8. 8.314 ആണ്. That is 25/3 എന്ന് എടുത്തതുകൊണ്ട് 8.314. That's taken as 25/3. 25/3 എടുത്താൽ മതി. ബ്രാക്കറ്റിൽ 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, ആ 8 തന്നെയാണ് ഞാൻ 25/3. ആക്ച്വലി R equal to 8.3 ആണ്. That's written as 25/3. ഓക്കെ, ആറിന്റെ വാല്യൂ ക്വസ്റ്റ്യനിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ നെക്സ്റ്റ് അടുത്ത് ഇത് നിങ്ങൾ പറയും. Among the following parameters that represent path function, ഇതിൽ path function ആരൊക്കെയാ? path function ആയിട്ട് കിടക്കുന്നത് ആരൊക്കെയാണ്? പറഞ്ഞോളൂ. path function ആരൊക്കെയാ? 2 3 അല്ലേ? ക്യൂവും ഡബ്ല്യൂയും path function. Q plus W state function, that is delta U. H minus TS delta G, that's state function. So here answer is option 1. 2 3 are the path function. The next one. During ready അല്ലേ മക്കളെ ചെയ്തത്? ഇതൊന്ന് വായിക്കുന്നത് പോലെ. During compression of a spring, the work done is 10 kilojoule. ഒരു സ്പിന്നിന്റെ കംപ്രഷനിൽ ചെയ്ത വർക്ക് 10 kilojoule ആണ്. And 2 kilojoule escaped to the surrounding as heat. നോക്കൂ, ഇവിടെ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് കൊടുത്തത് 10 ആണ്, പുറത്തേക്ക് പോയത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി എത്ര? അബ്സോർബ് ചെയ്തത് 10, റിലീസ് ചെയ്തത് 2. അപ്പൊ റിമൈനിങ് ബാക്കി എത്ര? അബ്സോർബ്ഡ് 10, റിലീസ്ഡ് 2, റിമൈൻസ് എത്രയുടെ വരിക? യെസ്, ഓപ്ഷൻ 3, 8 8 8 8 വരും. ഇതാണ് ഫസ്റ്റ് ലോയുടെ പ്രോബ്ലം കേട്ടോ. ഫസ്റ്റ് ലോ പ്രകാരം പ്രോബ്ലം ചെയ്യാറ് ഇങ്ങനെയാണ്. ഹീറ്റിനെ അബ്സോർബ്ഡ് എനർജി ആയിട്ടും വർക്കിന് റിലീസ്ഡ് എനർജി ആയിട്ടും കൺസിഡർ ചെയ്യുക. ഹീറ്റ് അബ്സോർബ്ഡ്, വർക്ക് റിലീസ്ഡ്. ഡിഫറൻസ് ഈസ് കാൾഡ് ഡെൽറ്റ യു. അബ്സോർബ് ചെയ്തതിന്റെ ബാക്കി, അബ്സോർബ് ചെയ്ത് റിലീസ് ചെയ്തതിന്റെ ബാക്കിയാണ് എന്ത്? ഡെൽറ്റ യു ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. The next one. Difference between delta H and delta U when the compression of 1 mole heptane liquid. ഹെപ്റ്റൈനിൽ എത്ര കാർബണാ?
ഹെപ്റ്റൈനിൽ എത്ര കാർബണാ? 7. അപ്പൊ ഹെപ്റ്റൈന്റെ ഫോർമുല എങ്ങനെ എഴുതാ? C7H16 പ്ലസ് എക്സ് പ്ലസ് വൈ ബൈ 4O2 എന്നല്ലേ എഴുതാ? ഇത് എക്സ്, ഇത് വൈ. എക്സ് പ്ലസ് വൈ ബൈ 4O2. അപ്പൊ 7 പ്ലസ് 16 ബൈ 4O2 gives X carbon dioxide, 7 carbon dioxide, Y by 2 water. അപ്പൊ ഞാൻ ഇക്വേഷൻ ഒക്കെ എഴുതി. ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി. ഇത് C7H16 ലിക്വിഡാ. 16 by 4 4, 7 plus 4 11 O2 ഗ്യാസാ. 7 കാർബൺ ഡൈ ഓക്സൈഡും ഗ്യാസാ. പക്ഷെ 8H2O അഗെയിൻ ലിക്വിഡ്. അപ്പൊ ഈ ഇക്വേഷന്റെ ഡെൽറ്റ എൻ ജി എങ്ങനെ കാണാം? ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്ടന്റ്. ഗ്യാസുകളായിട്ടുള്ള പ്രോഡക്റ്റിൽ നിന്നും ഗ്യാസുകളായിട്ടുള്ള റിയാക്ടന്റിനെ മൈനസ് ചെയ്യുക. ഇവിടെ ഗ്യാസ് ആയിട്ട് എത്ര പ്രോഡക്റ്റ് ഉണ്ട് നോക്കിയേ. ഗ്യാസ് ആയിട്ട് 7 പ്രോഡക്റ്റ്. ഗ്യാസ് ആയിട്ട് എത്ര റിയാക്ടന്റ് ഉണ്ട്? ഗ്യാസ് ആയിട്ട് 11 റിയാക്ടന്റ്. 7 മൈനസ് 11 മൈനസ് 4 കിട്ടി ഡെൽറ്റ എൻ ജി. ഡെൽറ്റ എൻ ജി മൈനസ് 4 ആണ്. ക്ലിയർ ആണോ? H2O എപ്പോഴും ലിക്വിഡ് ആയിരിക്കും. ഇത് ഹെപ്റ്റൈൻ ആണെങ്കിൽ ലിക്വിഡ് ആണ്. ബ്യൂട്ടൈന്റെ മുകളിലുള്ളവരൊക്കെ ലിക്വിഡ് ആണ്. എന്നാ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞേ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ജി ആർ ടി. ഇനി ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സർ നെഗറ്റീവ് എടുക്കണോ? മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. നെഗറ്റീവ് എടുക്കണം. നെഗറ്റീവ് എടുക്കണം. ഇൻഡിക്കേറ്റ്, നെഗറ്റീവ് ഇൻഡിക്കേറ്റ് പ്ലസ് ഓർ മൈനസ്. ഏത് ആൻസർ നോക്ക് ഫാസ്റ്റ് ആയിട്ട്. ഏത് ഓപ്ഷനാ കറക്റ്റ് ആൻസർ? നെഗറ്റീവ് 4RT. നെഗറ്റീവ് 4RT. നെഗറ്റീവ് 4RT മീൻസ് ഓപ്ഷൻ 1. നെഗറ്റീവ് 4RT ഓപ്ഷൻ 1. ഓക്കെ, ക്ലിയർ അല്ലേ ചെയ്തത്? പ്രോബ്ലം ഓക്കെ അല്ലേ? ചെയ്തത് ഓക്കെ അല്ലടാ? നെക്സ്റ്റ് വൺ. ഇനി എന്താ വന്നത് നോക്കാം അടുത്ത്. Which of the following process ഡെൽറ്റ എസ് നെഗറ്റീവ് എന്നാണ്. ഡെൽറ്റ എസ് നെഗറ്റീവ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് വളരെ സിമ്പിൾ ആയിട്ട് നോക്കി. ഡെൽറ്റ എൻ ജി നോക്കുക. നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഡെൽറ്റ എൻ ജി നോക്കുക. ഈ ഡെൽറ്റ എൻ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എസും പോസിറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എസ് നെഗറ്റീവ്. 0 ആണെങ്കിൽ ഡെൽറ്റ എസ് 0. അതിലേതോ ഡെൽറ്റ എസ് നെഗറ്റീവ്. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചേ. ഡെൽറ്റ എസ് നെഗറ്റീവ് ഉള്ളത് ഏതാണ്? ഒന്ന് ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ഡെൽറ്റ എസ് നെഗറ്റീവ്. കിട്ടിയാ? ഏത് ഓപ്ഷനാ? യെസ്, ഫസ്റ്റ് ഓപ്ഷനിൽ ഡെൽറ്റ എൻ ജി പോസിറ്റീവ്. 2 - 1
പോസിറ്റീവ് പറ്റില്ല. സെക്കൻഡ് ഓപ്ഷനിൽ N2 gas 1 atm to N2 gas 5 atm. തേർഡ് ഓപ്ഷനിലോ ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയി. ഫോർത്ത് ഓപ്ഷനിലോ നൈട്രജൻ ഗ്യാസ് 273 കെൽവിൻ, നൈട്രജൻ ഗ്യാസ് 300 കെൽവിൻ. ഇവിടെ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി എന്താകും? പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി, വെൻ പ്രഷർ ഇൻക്രീസ് എൻട്രോപ്പി, പറ. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി. ക്യാൻസർ അല്ല വേണ്ടത്, എന്റെ ചോദ്യത്തിന്റെ ആൻസറാണ് വേണ്ടത്. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ എൻട്രോപ്പി എന്ന്. പ്രഷർ ഇതാ, നമ്മളിങ്ങനെ ഗ്യാസിനെ പ്രഷർ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാസ് ലിക്വിഡ് ആയിട്ട് മാറും. അവർക്കിടയിലുള്ള ഇന്റർ പാർട്ടിക്കിൾ അട്രാക്ഷൻ കൂടും, അവർക്കുള്ള ഫ്രീഡം ഫോർ മൂവ്മെന്റ് കുറയും. സോ 1 atm 5 atm ആക്കി കഴിഞ്ഞാൽ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് റാൻഡംനെസ്, ഡിസോർഡറിന്റെ അളവ് കുറയും. ആ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഡിസോർഡർ കുറയും. സോ ഓപ്ഷൻ 2 ഈസ് ആൻസർ. ഡയമണ്ട് ഗ്രാഫൈറ്റ് ആൻഡ് 273 300. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഡിസോർഡർ കൂടും. പ്രഷർ കൂടിയ ഡിസോർഡർ കുറയും, ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡിസോർഡർ കുറയും. അതാണ് കണ്ടീഷൻസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കി, ദ പ്രോസസ് വിത്ത് നെഗറ്റീവ് എൻട്രോപ്പി ചേഞ്ച്. ഒന്ന് വേഗം പറഞ്ഞേ, നിങ്ങൾ നോക്കിയിട്ട്. എൻട്രോപ്പി ചേഞ്ച് നെഗറ്റീവ് ഉള്ളത് ഏതാണ്? The process with negative entropy change. Dissociation of copper sulfate, calcium sulfate into calcium solid SO3 gas. കാൽഷ്യം സൾഫേറ്റ് സോളിഡ് ആണ്, അത് കാൽഷ്യം ഓക്സൈഡ് സോളിഡ് ആയി SO3 ഗ്യാസ് ആയി. എൻട്രോപ്പി എന്താ അവിടെ? ഒന്ന് വേഗം പറ. ഡെൽറ്റ എൻ ജി എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഡെൽറ്റ എൻ ജി പോസിറ്റീവ് അല്ലേ? അവിടെ ഡെൽറ്റ എസും പോസിറ്റീവ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് സബ്ലിമൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സബ്ലിമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളിഡ് ഗ്യാസ് ആകുന്നതാണ് സബ്ലിമേഷൻ. സബ്ലിമേഷനിൽ സോളിഡ് ചേഞ്ചസ് ടു ഗ്യാസ്, അവിടെയും എൻട്രോപ്പി കൂടും. ഡിസൊല്യൂഷൻ ഓഫ് അയഡിൻ ഇൻ വാട്ടർ. സോളിഡായി കിടക്കുന്ന അയഡിൻ അക്വസ് ആയിട്ട് മാറുന്നതാണ് ഡിസൊല്യൂഷൻ. സോളിഡ് അക്വസ് ആയിട്ട് മാറുമ്പോൾ അവിടെയും എൻട്രോപ്പി കൂടും. സിന്തസിസ് ഓഫ് അമോണിയ ഫ്രം N2 and H2. N2 plus 3H2 gives 2NH3. എല്ലാവരും ഗ്യാസ്. സോ ഡെൽറ്റ എൻ ജി is equal to 2 minus 4, that is minus 2. 2 minus 4, that is minus 2. ഡെൽറ്റ എൻ ജി മൈനസ് ആണെങ്കിൽ ഡെൽറ്റ എസും നെഗറ്റീവ്. സോ ഹിയർ ഡെൽറ്റ എസും നെഗറ്റീവ്, ഡെൽറ്റ എൻ ജി നെഗറ്റീവ്, അതുകൊണ്ട് ഡെൽറ്റ എസും നെഗറ്റീവ്. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? റെഡി? യെസ് യെസ് യെസ്. The next one. ശ്രദ്ധിക്കേ, for a chemical reaction X gives Y. Standard reaction Gibbs energy depends on temperature. Delta G തന്നു 120 minus 3/2 T. The major component of the reaction mixture T is Y is T. സിമ്പിൾ അല്ലത്. കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഡെൽറ്റ ജി നെഗറ്റീവ് ആകണം, ഡെൽറ്റ ജി നെഗറ്റീവ് ആകണം. അങ്ങനെയാണെങ്കിൽ ഏത് ടേം ആണ് ഗ്രേറ്റർ നോക്കുക, അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ ആയി. ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ ഏത് ടേം ഗ്രേറ്റർ വരണം നോക്കിയേ. ഡെൽറ്റ ജി നെഗറ്റീവ് വരണമെങ്കിൽ ഈ ടേം ഗ്രേറ്റർ ദാൻ 120 വരണം. ഒന്ന് ചെയ്ത് നോക്കിയ ഏത് ഓപ്ഷൻ?
ഗ്രേറ്റർ ദാൻ 120 വരണം ആ ടേം. 3/8T. The major component of the reaction T is ഏതായിരിക്കും ആൻസർ എന്ന് നോക്കിയേ. ഈ ക്വസ്റ്റ്യന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഓക്കെ, ഇതൊന്ന് ഇടിച്ചാട്ടെ. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇവിടെ എന്താ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ദാറ്റ്സ് ഓൾ. അതൊക്കെ റെഡിയാണ്. എന്നിട്ട് ഇവർ പറയുന്ന കേസ് ഇത്രയാണ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഡെൽറ്റ ജി ഡെൽറ്റ എച്ച് 120 മൈനസ് 3/8 ഇൻറ്റു ടി. ഇത് നെഗറ്റീവ് ആയാൽ സ്പോണ്ടേനിയസ്. ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അത് നെഗറ്റീവ് ആകണ്ടേ? സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആസ് ഡെൽറ്റ G0 ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മേജർ കമ്പണന്റ് ഓഫ് ദി റിയാക്ഷൻ മിക്സ്ചർ അറ്റ് ടി ഈസ്, ഞാൻ പറഞ്ഞുതരാം, കേൾക്ക്. ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുക, 300. അപ്പോൾ ഞാനിവിടെ 300 കൊടുത്തു. 120 മൈനസ് 3/8 ഇൻറ്റു 300. നോക്കണേ, കൺഫ്യൂഷനുള്ള ആൾക്കാർ. 120 ഇൻറ്റു 3/8 ഇൻറ്റു 200 എത്രയാണ് ചോദിച്ചാൽ എത്ര വരിക? 120 മൈനസ് 300/8 എത്ര? 3 ഇൻറ്റു 300 900. 900/8 എത്ര? 900/8 എത്ര? 90ൽ 11 8 അല്ലേ? 9ൽ ഒരു 8, 8. 10ൽ ഒരു 8, 20ൽ 2 8, 112 വരിക. സോ 120 മൈനസ് 112 ആണെങ്കിൽ ആൻസർ പോസിറ്റീവ് ആണ്. ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ നടക്കുന്നാണോ നടക്കൂല എന്നാണോ എന്ന് പറയും. ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ പോസിബിൾ ആണ്, നടക്കുന്നാണോ നടക്കൂല എന്നാണോ? പോസിറ്റീവ് ആണ് വന്നത്. പോസിറ്റീവ് വന്നത്, റൈറ്റ്. 112 ഷാർപ്പ്. അപ്പൊ ഈ റിയാക്ഷൻ നടക്കുന്നാണോ നടക്കൂല എന്നാണോ? പോസിറ്റീവ് ആണ്. നടക്കൂലെങ്കിൽ ആരാ ഉണ്ടാവുക? എക്സ് ഗീവ്സ് വൈ അല്ലേ? ഈ റിയാക്ഷൻ നടക്കൂലെങ്കിൽ അവിടെ എക്സ് ആണോ വൈ ആണോ ഉണ്ടാവുക? നടക്കില്ലെങ്കിൽ എക്സ് ആണോ വൈ ആണോ ഉണ്ടാവുക? നടക്കില്ല, ക്ലിയർ. നടക്കൂലെങ്കിൽ എക്സ് ആണ് ഉണ്ടാവുക. ഇവിടെ എന്താ പറഞ്ഞത്? വൈ ആണ് ഉണ്ടാവുക. ടെമ്പറേച്ചർ 300 കെൽവിൻ ആണെങ്കിൽ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റല്ലേ? വൈ അല്ല ഉണ്ടാവുക, എക്സ് ആണ് ഉണ്ടാവുക. നടക്കാൻ ഒരു ചാൻസും ഇല്ല. അങ്ങനെയാണെങ്കിൽ എക്സ് ആണ് ഉണ്ടാവുക. മനസ്സിലായോ എങ്ങനെ ക്വസ്റ്റിന്റെ മീനിങ്? രണ്ടാമത് നോക്ക്, വൈ ഇഫ് ടെമ്പറേച്ചർ ഇസ് 280. ടെമ്പറേച്ചർ 280 ആണെങ്കിൽ വൈ ആണ്. നോക്കാം, ടെമ്പറേച്ചർ 280 ആണെങ്കിൽ എന്താ വരിക? ഓപ്ഷൻ ബി നോക്ക്. സർഫസ് ടെൻഷൻ ആണല്ലോ നമ്മളെ ഫയലിലൂടെ. യെസ്, പറ. ഓപ്ഷൻ 2 ആണെങ്കിലും നടക്കൂല. നിങ്ങൾ ചെയ്തിട്ട് പറയും. ഓപ്ഷൻ 2 ആണെങ്കിൽ നടക്കുമോ? ഇല്ല. ഓപ്ഷൻ 2വിലും നടക്കൂല. നടക്കൂലെങ്കിൽ വൈ ഗ്രേറ്റർ ആവില്ല. ഓപ്ഷൻ 3 നോക്ക്. ഓപ്ഷൻ 3ന്റെ അവസ്ഥ എന്താ നോക്കിയേ? യെസ്. ഓപ്ഷൻ 3യുടെ അവസ്ഥ എന്താ നോക്കിയേ? ഓപ്ഷൻ 3 നോക്കിക്കഴിഞ്ഞാൽ 120 മൈനസ്
3/8 of 315. 120 minus 945/8. 945/8 എത്ര? 9, 8, 140, 1, 65 എത്ര പോവും? 65, 8. ദാറ്റ് ഈസ് ലെസ് ദാൻ 120 അല്ലേ? അല്ല കിട്ടുന്നത്. ഇതും പോസിറ്റീവ്. പക്ഷേ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? റിയാക്ഷൻ നടക്കൂല. ആരായിരിക്കും മേജർ? എക്സ്. ദാറ്റ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. 4 കൊള്ളാം. മനസ്സിലായി ചെയ്തത് എന്താന്ന്? ആ ടി എന്നുള്ളിടത്ത് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ഇമ്പോസിബിൾ റിയാക്ടന്റ് ഉണ്ടാവുക. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ പോസിബിൾ പ്രോഡക്റ്റ് ഉണ്ടാവുക. അതങ്ങനെ മാറ്റി മാറ്റി നോക്കിയാൽ മതി ഓരോ ഓപ്ഷൻസും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി ഓരോ ഓപ്ഷൻസും. ക്ലിയർ അല്ലേ? യെസ്. The next one. Delta U equal to. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എന്താടാ? നമ്മൾ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ? അഡാബാറ്റിക് പ്രോസസ്സിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു അല്ലേ? അഡാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് അല്ലേ ഡെൽറ്റ യു? സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഐസോതെർമൽ ഡെൽറ്റ യു 0 ആണ്. അതുകൊണ്ട് ഐസോതെർമൽ ഡെൽറ്റയെ പറ്റി മിണ്ടാൻ പറ്റില്ല. ഐസോകോറിക്കിൽ ഡബ്ല്യു 0 ആണ്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ ആണ്, വർക്ക് അല്ല. ഐസോബാറിക്കിൽ ഡെൽറ്റ പി 0 ആണ്. ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അഡാബാറ്റിക് പ്രോസസ്സിന്റെ കേസിൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡബ്ല്യു. റെഡി? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ സാർ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും റിപ്പീറ്റ് ചെയ്യാനില്ല. ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇതായി തന്ന ഈ ടി എന്നുള്ളടത്ത് ഈ ഓരോ ഓപ്ഷനിലും ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി എന്നുള്ളടത്ത് ഈ ഓപ്ഷനിലെ ടെമ്പറേച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഡെൽറ്റ ജിന്റെ വാല്യൂ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കാം. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നടന്നിട്ട് വൈ ഉണ്ടാകും. ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നടക്കൂല നബീലെ. നടക്കാതെ അവിടെ എന്താ ബാക്കി ഉണ്ടാവുക? എക്സ് ബാക്കി ഉണ്ടാകും. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആൻസർ ആയി. ഇതും ക്ലിയർ. ദ നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു? ഡെൽറ്റ എച്ചും ഡെൽറ്റ യും ഈക്വൽ ഏത് റിയാക്ഷനില? നമ്മൾ റിലേഷൻ ഒന്ന് പറഞ്ഞേ. ഡെൽറ്റ എച്ചും ഡെൽറ്റ യും തമ്മിൽ റിലേഷൻ എന്താ? പറഞ്ഞോ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അതിൽ ഡെൽറ്റ എൻ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു ആവണമെങ്കിൽ ഈ ടേം പോണ്ടേ. സോ ഡെൽറ്റ എൻ ജി ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ എൻ ജി 0 ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഏത് ഓപ്ഷൻ? വാവ്, നിരനിരയായിട്ട് ആൻസർ കിട്ടി. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ഓപ്ഷൻ 2. റെഡി? നെക്സ്റ്റ് വൺ. An ideal gas undergo cyclic process as shown in figure. ഫിഗർ ഇല്ല. ഡെൽറ്റ യു തന്നിട്ടുണ്ട്. എ ബി സി ബി എ ബി സി എ. ഓക്കെ. The heat absorbed by the system during CA is heat absorbed during the system C2A is. പക്ഷെ ഡയഗ്രം ഇല്ല, ഫിഗർ ഇല്ല.
അതുകൊണ്ട് നമുക്ക് വിട്ടേക്കാം. ഓക്കെ, ഫിഗർ ഇല്ല, ഫിഗർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഹീറ്റ് അബ്സോർബ്ഡ് ഒന്ന് കാണണമെങ്കിൽ ഫിഗർ ഒന്ന് കാണണ്ടേനോ. ഓക്കെ, വെയിറ്റ്. ഹലോ, ഡോക്ടർ വന്നോ? ഒരു വന്നിട്ട് അങ്ങനെ വിളിക്കും. മക്കളെ റെഡി അല്ലേ? അല്ല, ഫിഗർ ഇല്ല, ഫിഗർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തത് കേട്ടോ. സൈക്ലിക് പ്രോസസ് ആസ് ഷോൺ ഇൻ ഫിഗർ ഡെൽറ്റ യു ബി സി എ ബി റിലീസ്ഡ് ആണ്. ഓക്കെ, സി എ 3 വർക്കാണ് -5 7. ഇപ്പോൾ -3 ബാക്കി -5. നോക്കണം, ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ. ബി സി എ ബി എന്ന് ഹീറ്റ് വർക്ക് ഔട്ട്. ഫിഗർ ഇല്ലാതെ ചെയ്ത് കൊളാക്കണ്ട. നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് ഇന്ന് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. നോക്കണേ, റെഡി. ഇക്വിലിബ്രിയം ഞാൻ വീണ്ടും പറയണു, നമ്മൾ മോർ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇക്വിലിബ്രിയം. പക്ഷെ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചെന്ന് ഇക്വിലിബ്രിയത്തിന് എത്ര ക്വസ്റ്റ്യൻസ് വന്നു. ഇക്വിലിബ്രിയത്തിൽ ഏരിയ വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. ഏതൊക്കെ ഏരിയ എന്ന് ക്വസ്റ്റ്യൻസ് വന്നു? കഴിഞ്ഞ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ആദ്യം നമുക്ക് നോക്കാം. കഴിഞ്ഞ ഫേസ് 1 ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഏരിയ എന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നെന്നും 19 മുതൽ 23 വരെയുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ലൈവിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട്. ഓക്കെ, നോക്കണേ. ഫസ്റ്റ്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? തുടക്കം ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞ് ഞാൻ തുടങ്ങാം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ? എടാ, ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ. ഈ റിവേഴ്സിബിൾ റിയാക്ഷനിൽ റേറ്റ് ഓഫ് ഫോർവേഡ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ്. എപ്പോഴാണ് ഫോർവേഡും ബാക്ക്വേർഡും ഒരേ സ്പീഡിൽ എത്തുന്നത്, ആ സമയത്ത് ആ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. ഈ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തില് പ്രഷർ, ടെമ്പറേച്ചർ, കളർ, സൊല്യൂബിലിറ്റി ആൻഡ് ഓൾ ഒബ്സർവബിൾ പ്രോപ്പർട്ടീസ് ആർ കോൺസ്റ്റന്റ്. എന്തൊക്കെ അവിടുന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും, എല്ലാം കോൺസ്റ്റന്റ് ആണ്. ദെൻ ഇക്വിലിബ്രിയത്തിന്റെ നേച്ചർ ഡൈനാമിക് ആണ്. നേച്ചർ ഓഫ് ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക്. ദെൻ ഇക്വിലിബ്രിയത്തിൽ ഡെൽറ്റ ജി 0 ആണ്. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം. ഇക്വിലിബ്രിയം NCERT ചാപ്റ്റർ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിയണം. പിന്നെ ഇക്വിലിബ്രിയം എത്ര ടൈപ്പ് ഉണ്ട്? ഇക്വിലിബ്രിയം 3 ടൈപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്: ഫിസിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് അയോണിക് ഇക്വിലിബ്രിയം. 3 ടോപ്പിക്കും ഒന്ന് ഓവറോൾ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ച സാധനങ്ങളില്ലേ, ആ ഇക്വേഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. ബാക്കി പ്രോബ്ലം എങ്ങനെ വരുന്നത് അതിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാം. വെരി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കുറേ ക്ലാസ് ഇക്വിലിബ്രിയം എടുത്തതാണ്. കൺഫ്യൂഷനാണ്, ഡൗട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചതാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2024 നമ്മൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയെന്ന് ആദ്യം നോക്കാം. സോ നോക്ക്, ഫസ്റ്റ് പ്രോബ്ലം എന്താ? ദ pH അറ്റ് വിച്ച് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ pH ആണ് ചോദ്യത്തിൽ. അത് തന്നിട്ടുണ്ട്. KSP തന്നിട്ടുണ്ട്. KSP ഓക്കെ ആണ്, KSP തന്നിട്ടുണ്ട്. എന്നിട്ട് ബിഗിൻ ടു precipitate ഫ്രം എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 0.1 മോളാർ Mg2+ അയോണീസ്. ഇതെന്താ ചെയ്യാം? നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളോട് ചോദിച്ചത് pH ആണ്, തന്നത് MgOH ട്വൈസുമാണ്. ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂബിലിറ്റി എങ്ങനെ എഴുതുക? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാടാ? ഒരു Mg2+ഉം 2 OH-ഉം. ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സോളിഡ് ആണ്. ഇത് രണ്ടും അക്വാ ആണ്. ക്ലിയർ? റെഡി അല്ലേ? ഇത് നോക്കൂ, ഇനീഷ്യലി നമ്മൾ ഈ ഭാഗത്ത് ഇനി എന്ത് എഴുതിയാലും മൈൻഡ് ചെയ്യില്ല. എന്താ കാരണം? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പം സോളിഡിനെയും ലിക്വിഡിനെയും നമ്മൾ എടുക്കാറില്ല. നല്ലോണം കേൾക്ക്, വൃത്തിക്ക് മനസ്സിലാക്കുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ സോളിഡോ ലിക്വിഡോ എഴുതാറില്ല. നമ്മൾ എഴുതുന്നത് അക്വസ് മാത്രം.
അപ്പൊ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൽ ഒരു Mg2+ ആണെങ്കിൽ നിങ്ങൾ എഴുതുക ഒരു എസ്. 2 OH ആണെങ്കിൽ നിങ്ങൾ എഴുതും 2s. ഇയാളെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് KSP. ഒരു സാൾട്ടിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് KSP. അപ്പോൾ ഇവര് KSP എന്താ? S ഇൻറ്റു 2s ആകുമ്പോൾ സ്ക്വയർ ചെയ്യണം. 3s ആണെങ്കിൽ ക്യൂബ് ചെയ്യും. 4s ആണെങ്കിൽ റേസ് ടു 4 ചെയ്യും. ഇപ്പൊ എന്ത് കിട്ടി? KSP is equal to 4s cube. ഈ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഈ ഇക്വേഷൻ ഇങ്ങനെയല്ലാതെ നമ്മളൊരു ഫോമുല നോക്കി എഴുതാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു സോൾട്ട് AXBY എന്ന ഫോമിലാണെങ്കിൽ അതിൻ്റെ KSP കാണാനുള്ള ഇക്വേഷൻ x⁻x ഇൻറ്റു y⁻y ഇൻറ്റു s⁻x+y. ഇതൊന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ഏത് സാൾട്ട് കിട്ടിയാലും നിങ്ങൾക്ക് ഡയറക്ട്ലി KSP കാണാം. സോ നമ്മുടെ സാൾട്ട് MgOH twice ആണ്. Mg ഒന്നാണ്. അപ്പൊ x is equal to 1. അപ്പൊ KSP 1/1 ഇൻറ്റു, അതെങ്ങനെ 1/1 വന്നത്? ഇവിടെ x 1 ആണ്, y 2 ആണ്. 2/2 ഇൻറ്റു s⁻1+2 ദാറ്റ് ഈസ് 4s ക്യൂബ്. അതിനെ ഇവിടെ നമ്മൾ എഴുതിയത് 4s ക്യൂബ്. റെഡി അല്ലേ? ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവിടെ മെഗ്നീഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട്. മെഗ്നീഷ്യം എത്ര തന്നത്? മെഗ്നീഷ്യം ഈസ് 0.1 മോളാർ. 0.1 മോളാർ ആണ് മെഗ്നീഷ്യം. ഓക്കെ, മെഗ്നീഷ്യം 0.1 മോളാർ. Mg2+ 0.1. അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് സ്ക്വയർ എത്രയായിരിക്കും? നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതിയത്? ഇവിടെ KSP എഴുതുന്ന സമയത്ത് മക്കളെ നോക്കി, ഇവിടെ KSP എഴുതുന്ന സമയത്ത് ഇക്വേഷൻ എങ്ങനെ? KSP is equal to സൊല്യൂബിലിറ്റി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് Mg2+ ഇൻറ്റു ദെൻ OHന്റെ സ്ക്വയർ, OH മൈനസിന്റെ സ്ക്വയർ. അപ്പോൾ OH മൈനസിന്റെ സ്ക്വയർ എത്രയാണ് വരിക? KSP by molar concentration of Mg2+. KSP എത്ര? 10⁻⁻11. മെഗ്നീഷ്യത്തിന്റെ എത്ര? 10.1. That is 10⁻⁻5. അതല്ലേ OH സ്ക്വയർ? 10⁻10, സോറി, 10⁻10. അതാണ് OH സ്ക്വയർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH is equal to എന്തായിരിക്കും? റൂട്ട് ഓഫ് 10⁻10, ദാറ്റ് ഈസ് 10⁻5. അങ്ങനെയാണെങ്കിൽ POH എത്ര? POH 5, POH 5. POH 5 ആണെങ്കിൽ PH എത്രയാടാ? PH 9. അതെങ്ങനെ? PH പ്ലസ് POH 14 ആണ്. സോ എനിക്ക് ആൻസർ കിട്ടി. ഹിയർ ദ ആൻസർ ഈസ് PH is equal to 9. PH 9 ആണ് ആൻസർ. PH 9 ആണ് ആൻസർ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഞാൻ ചെയ്ത ഈ പ്രോബ്ലത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കി. ചെയ്തത് മനസ്സിലായോ? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സ്പ്ലിറ്റ് ആകുമ്പോൾ നോക്കിക്കോ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് സ്പ്ലിറ്റ് ആകുമ്പോൾ ഒരു മെഗ്നീഷ്യവും 2 ഹൈഡ്രോക്സൈഡും. അപ്പൊ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ എങ്ങനെ? കോൺസെൻട്രേഷൻ ഓഫ് മെഗ്നീഷ്യം ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OHന്റെ സ്ക്വയർ. അപ്പൊ നമ്മൾ OHന്റെ സ്ക്വയർ കാണണം. നമുക്ക് POH കാണാം, POH ന്ന് PH കാണാം. OH സ്ക്വയർ എത്ര? ദാറ്റ് ഈസ് KSP by Mg2+. KSP തന്നിട്ടുണ്ട്, Mg2+ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 10⁻10. അങ്ങനെ OH is equal to root 10⁻10, that is 10⁻5. POH is equal to 5, where PH is equal to 9. ഒന്ന് പറ, ആകെ 2 ആൾക്കാരാ, 3, 4 പേരാണ് എസ് എന്ന് പറഞ്ഞത്. ക്ലിയർ ആണ് ചെയ്ത പ്രോബ്ലം? ഇല്ലെങ്കിൽ ഒന്ന് നോക്ക്. ഇരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രോബ്ലംസ് അടിപൊളിയായിട്ട് ചെയ്യാൻ പഠിക്കാം. യെസ്. ഓക്കെ. റെഡി.
POH എങ്ങനെ 5? POH is equal to ചോദിക്കുക എങ്ങനെ POH is equal to minus log OH minus എന്നാണ്. അപ്പോൾ മൈനസ് ലോഗ് 10 raised to minus 5. മൈനസ് ലോഗ് 10 raised to minus 5. 10 raised to minus 5 in the log എത്ര? 10 raised log 10 raised to a is equal to a ആണ്. അപ്പോൾ മൈനസ് ലോഗ് 10 raised to 5 is equal to 5 ആണ്. മൈനസ് ലോഗ് 10 raised to 5 ആണ് 5 ആയത്. അപ്പൊ 10 raised to എന്ത് വന്നാലും ലോഗ് ആ വാല്യൂ എടുത്താൽ മതി കേട്ടോ. ഓക്കെ, റെഡി. നെക്സ്റ്റ് വൺ ഭയങ്കരമായിട്ടുള്ള സിമ്പിൾ പ്രോബ്ലം ആണ്, പക്ഷെ യൂണിറ്റ് വെച്ച് കൺഫ്യൂഷൻ ആക്കി ഒരുപാട് ആളുകൾ ഈ ജാനുവരിയിൽ തെറ്റിച്ച പ്രോബ്ലം ആണ്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോലെ ഒരുപാട് ആളുകൾ തെറ്റിച്ച പ്രോബ്ലം ആണ്. എത്രത്തോളം ശരിയാക്കും എന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ നോക്ക്. തെറ്റിജി അതുകൊണ്ട് നോക്ക്. സൊല്യൂബിലിറ്റി ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റ്. കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ സൊല്യൂബിലിറ്റി in water per 100 ml at 25 degrees Celsius. W gram ആണ് per 100 ml 25 degrees Celsius. The solubility product at 25 degrees Celsius will be. അങ്ങനെയാണെങ്കിൽ solubility product എത്രയാണ് എന്നാണ്. ഓക്കെ, നോക്കൂ. സൊല്യൂബിലിറ്റി തന്നു. കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ഫോർമുല എന്താ? കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ഫോർമുല എന്താ? കാൽഷ്യം ഫോസ്ഫേറ്റ് Ca ഫോസ്ഫേറ്റ് PO4. ഫോസ്ഫേറ്റിന്റെ ചാർജ് -3 ആണ്, കാൽഷ്യത്തിന്റെ ചാർജ് +2 ആണ്. ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ കാൽഷ്യം ഫോസ്ഫേറ്റിന്റെ ഫോർമുല എന്താ? ഞാൻ ഇന്നലെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിങ്ങനെ മാറ്റിട്ട് കൊടുത്താൽ മതി. കാൽഷ്യം ഫോസ്ഫേറ്റ് ഈസ് Ca3PO4 twice. That's simply written as A3B2 type. A3B2 types. അങ്ങനെയാണെങ്കിൽ KSP എങ്ങനെയാണ് എഴുതുക? KSP is equal to 3 raised to 3 into 2 raised to 2 into S raised to 3 plus 2. അപ്പോൾ എത്ര കിട്ടി? 3 raised to 3 27, 2 raised to 2 4, 108 S raised to 5. ഇത് ഓക്കെയാണോ ഞാൻ ചെയ്തത്? ഈ ചെയ്തത് ഓക്കെയാണോ? 108 S raised to 5 വരെ ഓക്കെ ആണോ? യെസ്. അപ്പൊ എന്താ മനസ്സിലാകേണ്ടത്? കാൽഷ്യത്തിന്റെ ചാർജ് അറിയുന്ന ഒരാളാവണം, ഫോസ്ഫേറ്റിന്റെ ചാർജ് അറിയണം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്. ഇനി ഈ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങാം. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്പർ ഓഫ് മോൾസ് ഓഫ് solute dissolved in 1 liter solution. 1 ലിറ്റർ സൊല്യൂഷൻ വേണം. ഈ 1 ലിറ്ററിലുള്ള സൊല്യൂട്ടിന്റെ അളവിനെയാണ് സൊല്യൂബിലിറ്റി എന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് തന്നത് എത്രയാ? വെയിറ്റാ തന്നത്. വെയിറ്റ് തന്നാൽ നിങ്ങൾ എന്താക്കണം? ഇവിടെ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചോ. നമുക്ക് ഇവിടെ തന്നത് സൊല്യൂബിലിറ്റി. ആക്ച്വലി സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്റർ ആണ്. നമ്മളെ പ്രശ്നം എന്താ? നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നത് ഗ്രാം ആണ് പെർ 100 ml. ഗ്രാം പെർ 100 ml ആ. ഇതിനെങ്ങനെ മോൾ പെർ ലിറ്റർ ആക്കും? കൺഫ്യൂഷൻ ആണ്. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്റർ ആണ്. മൊളാരിറ്റി ആണ് സൊല്യൂബിലിറ്റി. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ആണ്, മോൾ പെർ ലിറ്റർ ആണ്. പക്ഷെ ഇവര് പ്രോബ്ലത്തിൽ തന്നെ എന്താ അറിയോ? ഗ്രാം പെർ 100 ml. അതിനെങ്ങനെയാണ് നമ്മൾ മോൾ പെർ ലിറ്റർ ആക്കുക?
ഗ്രാമിനെ മോളാക്കാൻ എന്താ ചെയ്യുക? ഗ്രാമിനെ മോളാക്കാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ബൈ 100 ml. അതിന് ലിറ്റർ ആക്കാൻ എന്താ ചെയ്യുക? 100 ml ലിറ്റർ ആക്കാൻ ബൈ 100 ml ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യും? പറഞ്ഞോളി. 100 ml ലിറ്റർ ആക്കാൻ 100 ml ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യാ? ബൈ 1000 ഇൻറ്റു 100 ബൈ 1000. അപ്പൊ ഇൻറ്റു 10 ചെയ്താ പോരെ? ഓക്കെ, 100 ബൈ 1000 ഇൻറ്റു 1000 ചെയ്യണം അല്ലേ? അപ്പൊ ഡബ്ല്യു ഓക്കെ 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 നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോവാം. നിങ്ങൾ പറഞ്ഞ റൂട്ടിൽ തന്നെ പോവാം. ബൈ 100 ഉണ്ടായിരുന്നു, ബൈ 100 ml ആണ്. അത് ലിറ്റർ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇൻറ്റു 1000 ക്യാൻസൽ ചെയ്തു, 0 ക്യാൻസൽ ചെയ്തു. സോ ഡബ്ല്യു ഇൻറ്റു 10 ബൈ എം ആയി. ഡബ്ല്യു ഇൻറ്റു 10 ബൈ എം ആയി. കൺഫ്യൂഷൻ ഉണ്ടോ എഴുതിയത്? ഡബ്ല്യു ഇൻറ്റു 10 ബൈ എം ഇറങ്ങി ഓടല്ല കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്ക്. ഡബ്ല്യു ഇൻറ്റു 10 ബൈ എം. ഇനി നിങ്ങൾ നേരെ അത് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കെ എസ് പി ഇസ് ഈക്വൽ ടു 108 എസ് റേസ് ടു 5. എനിക്ക് എസ് കിട്ടി. ആ എസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ ആൻസർ എന്താ? 108 ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു 10 ബൈ എം ഹോൾ റേസ് ടു 5. വാവ്, സംഭവമായി. ഇതേത് ഓപ്ഷനാന്ന് മാത്രം ഇനി നോക്കിയാൽ മതി. ഇതേത് ഓപ്ഷനാന്ന് ഇതിൽ നോക്കിയാൽ മതി. 108 ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു 10 ബൈ എം 5. ഏത് ഓപ്ഷനാ നോക്ക്. നിങ്ങൾ ചെയ്തിട്ട് ഏത് ഓപ്ഷനാ വരിക? ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് തെറ്റിക്കും, പക്ഷെ തെറ്റാനൊന്നുമില്ല. വളരെ സിമ്പിൾ. ചെറിയ കോൺസെപ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. രണ്ടല്ലേ വരിക? ഓപ്ഷൻ 2 അല്ലേ വരിക? ഒരു കൺഫ്യൂഷനും ഇല്ല, ഓപ്ഷൻ 2 വരും. കാരണം എന്താ? 108നെ 10⁻²2 ആക്കി, 108നെ 10⁻²2 ആക്കി, പിന്നെ 10⁻5 പുറത്ത്, ഇൻറ്റു ഡബ്ല്യു ബൈ എം റേസ് ടു 5. ദാറ്റ് ഈസ് 10⁻7 ഡബ്ല്യു ബൈ എം റേസ് ടു 5. 10⁻7 ഡബ്ല്യു ബൈ എം റേസ് ടു 5 അല്ല ആൻസർ. 10⁻7 ഡബ്ല്യു ബൈ എം റേസ് ടു 5. Yes. 108 is approximately into 100. അപ്പൊ കൺസെപ്റ്റ് ഇത് നോക്കി, ഏറ്റവും ചെറിയൊരു കോൺസെപ്റ്റ് ആണിത്. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞത് മോൾ പെർ ലിറ്റർ എന്ന് അറിയാത്ത ഒരാൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞത് മോൾ പെർ ലിറ്റർ എന്ന് അറിയാത്ത ഒരാൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഇവര് മോൾ പെർ ലിറ്ററിന് പകരം ഗ്രാം പെർ 100 ml തന്നു. നമ്മൾ ഗ്രാമിനെ മോളാക്കുന്നു, 100 ml ഇൻറ്റു 1000 ചെയ്തിട്ട് ലിറ്റർ ആക്കുന്നു. ഈ രണ്ട് ചെറിയ കൺവേർഷൻ അതിലുള്ളൂ. പക്ഷെ അതിന് കറക്റ്റ് നിങ്ങൾക്ക് അറിയണം. സൊല്യൂബിലിറ്റി ഈസ് ഓൾവേസ് ഇൻ ഗ്രാം പെർ ലിറ്റർ, സോറി, മോൾ പെർ ലിറ്റർ ആണ്. ക്ലിയർ ആണോ ചെയ്തത്? യെസ്. നെക്സ്റ്റ് വൺ. ഇത് നിങ്ങൾ ചെയ്യുന്ന 100% അറിയാം. കാരണം എന്താ? അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത് മക്കളെ. ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുമ്പോൾ നമ്മൾ ആരെയാണ് മൈൻഡ് ചെയ്യാതിരിക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ആരെ മൈൻഡ് ചെയ്യില്ല? ആരെ കോൺസെൻട്രേഷന് നമ്മൾ 1 ആയിട്ട് എടുക്കുക. സോ പ്യുവർ സോളിഡ്, പ്യുവർ ലിക്വിഡ്, ഈ രണ്ട് കമ്പോണന്റുകൾ വന്നാൽ ഈസ് കോൺസെൻട്രേഷൻ ഈസ് ടേക്കൺ ആസ് യൂണിറ്റി. ഇവരെ കോൺസെൻട്രേഷൻ 1 ആയിട്ടാണ് എടുക്കുക. കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 1. ഏത് ഇക്വിലിബ്രിയത്തിൽ? ഇൻ ഹെറ്ററോജീനസ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ പറ കറക്റ്റ് ആൻസർ.
ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 1. യെസ്, ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. റെഡി അല്ലേ? ഓപ്ഷൻ 1 കറക്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ ഈസ് the following concentration were observed 500 Kelvin in the formation of NH3 from N2 and H2. ആ ഇക്വേഷൻ ഏത്? N2 plus 3H2 gives 2NH3. At equilibrium, concentration of N2H2 NH3 are given equilibrium constant. വേഗം എഴുതി നിങ്ങൾ കണ്ടേ, നിങ്ങൾ കാണേ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറയാം. NH3 സ്ക്വയർ ബൈ N2 ഇൻറ്റു H2 raised to 3. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് എത്ര ഓപ്ഷൻസ്? ആൻസർ പറ. നിങ്ങൾ ഇരുന്ന് ചെയ്യും, ഞാൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാത്തിൻ്റെയും കോൺസെൻട്രേഷൻ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ആ കോൺസെൻട്രേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്ത്. N2യുടെ കോൺസെൻട്രേഷൻ ഉണ്ട്, H2യുടെ കോൺസെൻട്രേഷൻ ഉണ്ട്, NH3യുടെ കോൺസെൻട്രേഷൻ ഉണ്ട്. എല്ലാ കോൺസെൻട്രേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏത് വാല്യൂ കറക്റ്റ് നോക്കി. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഷാർപ്പ് വാല്യൂ എത്ര വരുന്നുണ്ട്? ഫാസ്റ്റ് ആയിട്ട്. എത്ര ആൻസർ? ഫൈനൽ ആൻസർ. ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടണം. ചെയ്. ഞാൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യും. എത്ര കിട്ടുന്നുണ്ട് നോക്കാം നമ്മൾ ആൻസർ. NH3യുടെ സ്ക്വയർ അപ്പൊ 1.5ന്റെ സ്ക്വയർ 15ന്റെ സ്ക്വയർ 225. അപ്പൊ 2.25 ഇൻറ്റു 10⁻⁻⁴ മോളില് ഡിവൈഡ് ബൈ താഴെ N2 എത്ര? 2 ഇൻറ്റു 10⁻⁻² ഇൻറ്റു H2യുടെ ക്യൂബ് 3യുടെ ക്യൂബ് 27. ഇവിടെ ഒരു 10⁻⁻²യുടെ ക്യൂബ് -6. അപ്പൊ എത്ര വന്നടാ? 2.25 മുകളിൽ, താഴെ 54 ഇൻറ്റു 10⁻⁻⁻4 ഉണ്ട് മുകളിൽ. പിന്നെ മുകൾക്കാര് വന്നു -2 മുകൾക്ക് പോയാൽ +2, -6 മുകൾക്ക് പോയാൽ +6. അപ്പൊ എത്രയായി? 2.25/54 ഇൻറ്റു 10⁻⁴. 10⁻⁴. 6 2 8 8 4 പോയ 4. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 225/54 ഇൻറ്റു 10⁻⁴. സോറി 2 10⁻². 225 എത്ര? 54 ഉണ്ട്. നോക്കിയേ. 225/54 എത്രയാ? 224 4 4 4 16 5 4 20 3 21. റിമൈനിങ് 9. 90 എത്രയാ? 1. ഒരു 54 റിമൈൻസ് 6 36. 360 എത്രയാടാ? 360 7. 7 × 4 28 22. 37 approximately. So now 417 is correct answer. 417. എത്ര പേർക്ക് കിട്ടി കറക്റ്റ്? 417 ഷാർപ്പ്. ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. 416 നോ പ്രോബ്ലം.
ക്ലിയർ അല്ലേ? ഇതൊക്കെ ഒന്നും കൂടെ ചെയ്ത് നോക്കിയിട്ട് പോണേ എക്സാമിന്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഒന്നും കൂടെ, ഞാൻ ഈ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ചെയ്ത് ക്ലിയർ ആയിട്ട് മാത്രമേ എക്സാമിന് പോവാ. യെസ് യെസ് യെസ്. നോക്കൂ അടുത്തത്. നെക്സ്റ്റ് ഇവിടെ നോക്കിയേ, 50 ml 0.5 മോളാർ ഓക്സാലിക് ആസിഡ്. ഞാൻ ഇതേ ടൈപ്പ് പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നമ്മൾ എക്സാമിന് ഇതൊക്കെ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മളെ പ്രശ്നമാണ് അല്ലേ? നമ്മളെ പ്രശ്നമാണ്. നിങ്ങൾ പഠിക്കുന്നത് കോൺഫിഡൻസ് ആയിട്ട് പഠിക്കുക. ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇത് നോക്കി, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ 19 to 23 എനിക്ക് തോന്നുന്നു ഇക്വലിബ്രിയം ഒരു 5-6 പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണിത്. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 50 ml 0.5 മോളാർ ഓക്സാലിക് ആസിഡ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇതൊരു ആസിഡ് ആണ്. റിക്വയർഡ് ന്യൂട്രലൈസ് 25 ml NaOH. ഇതൊരു ബേസ് ആണ്. The amount of NaOH in 50 ml of given NaOH solution is. സോ മക്കളെ, ഇത് നിങ്ങൾ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ ചെയ്ത ആസിഡ് വേഴ്സസ് ബേസ് ന്യൂട്രലൈസേഷൻ ആണ്. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. കറക്റ്റ്. അറിയാത്ത എന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയും, നമുക്ക് അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ ആണെങ്കിലും, കേൾക്കണേ ഞാൻ പറയുന്നത്, ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ ആണെങ്കിലും റിഡോക്സ് ടൈട്രേഷൻ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? ആസിഡ് ബേസ് ആയിക്കോട്ടെ റിഡോക്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, ദ സിമ്പിൾ ഇക്വേഷൻ N1V1 ഈക്വൽ ടു N2V2. N1V1 ഈക്വൽ ടു N2V2. വെരി ഗുഡ്. നോർമാലിറ്റി എങ്ങനെ കാണാം? നോർമാലിറ്റിന്റെ കേസിൽ ആസിഡ് ആണെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു H പ്ലസ്, ബേസ് ആണെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു OH മൈനസ്. ഇനി റിഡോക്സിന്റെ കേസിൽ നോർമാലിറ്റി കാണാൻ ചോദിച്ചാൽ മൊളാരിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇതാണ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ ആസിഡ് ആണെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു H പ്ലസ്, ബേസ് ആണെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു OH മൈനസ്, റിഡോക്സ് ആണെങ്കിൽ മൊളാരിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇതൊക്കെയാണോ ഈ പറഞ്ഞ കാര്യം? കൺഫ്യൂഷൻ ആവണ്ട. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? വരട്ടെ ആൻസർ വരട്ടെ. യെസ് 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 യെസ്. എത്ര നേരം നിന്ന് ഞാൻ പ്രോബ്ലം ചെയ്തരാം. നിങ്ങൾ കൂടെ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എത്ര ടൈമും ചെയ്യാം പ്രോബ്ലം. ഞാനൊരു ദിവസം ഇങ്ങനെ ഇരുന്ന് രാവിലെ മുതൽ കുറേ സമയം പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കുക. ഇന്നൊക്കെ എത്ര ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അതേ ക്വസ്റ്റ്യൻസ്, ഞാൻ വീണ്ടും പറയണത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ അതേ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് വരിക എന്നുള്ളതല്ല, ആ കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട് ഒരുപാട് പ്രോബ്ലം. നിങ്ങൾ JEE മെയിൻസിന് ഞാൻ പറയണത് നിങ്ങളത് ഫുള്ള് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ, എക്സെപ്റ്റ് ബാക്കിയുള്ള കേസ് ഇനോർഗാനിക്കിലും ഫിസിക്കലിലും, നിങ്ങൾക്കൊരു 70-75% ക്വസ്റ്റ്യൻസ് ധൈര്യമായിട്ട് അറ്റൻഡ് ചെയ്യാമായിരുന്നു. മീൻസ് അതിൽ നമ്മൾ പറഞ്ഞ കുറെ ഇക്വേഷൻസും പ്രോബ്ലംസും ടൈപ്പും അല്ലാതെ വേറെ പുതിയ സാധനങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ ഇരുന്ന് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യം വേണ്ടത്. നമുക്ക് ഇങ്ങനെ ഇരുന്ന് പേപ്പറും പെന്നും എടുത്ത് ഇതിന്റെ മുന്നിലിരുന്ന് ചെയ്തിട്ട് ഒരു മൈൻഡ് സെറ്റാക്കി, അതിന് നമുക്ക് നന്നായിട്ട് എന്ത് വേണം, കുറെ ആഗ്രഹങ്ങളൊക്കെ വേണം. ഇത് കഴിഞ്ഞിട്ട് എന്താണ്, ഇത് കഴിഞ്ഞാൽ എന്താവും. ഈ 10 days നിങ്ങളൊന്ന് ഹാർഡായിട്ട് വർക്ക് ചെയ്യും. 10 days അല്ലേ ഉള്ളൂ. ഈ 10 ദിവസം എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിനായിട്ടിരിക്കും. ഓക്കെ, നോക്ക്. അപ്പൊ ഇവിടെ കേസിൽ ഓക്സാലിക് ആസിഡ് നിങ്ങൾക്ക് അറിയില്ലേ, ഓക്സാലിക് ആസിഡ് 2H പ്ലസ് ഉണ്ട്. ഓക്സാലിക് ആസിഡ് 2H പ്ലസ് ഉണ്ട്. അതറിയാത്ത ആരുമില്ലല്ലോ. ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ് ഒക്കെ 2H ഉള്ള ആസിഡാണ്. ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല ഒക്കെ അറിയാം. ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല, നിങ്ങൾ ഓക്സാലിക് ആസിഡിന്റെ ടൈട്രേഷൻ നടത്തിയിട്ടുണ്ടാവും. ആസിഡ് ബേസ് ചെയ്തിരുന്നോ നിങ്ങൾ പ്രാക്ടിക്കലില് ആസിഡ് ബേസ് ടൈട്രേഷൻ ഉണ്ടായിരുന്നോടാ? ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല ഇതാണ്. യെസ് യെസ്. അപ്പൊ 2H പ്ലസ് ഉണ്ട്. യെസ് 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 യെസ്.
പിന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രി നോക്കണം കേട്ടോ. അതുപോലെ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രാക്ടിക്കൽ കെമിസ്ട്രിന്റെ ഒരു വീഡിയോ ആപ്പിലുണ്ട്. ഒരു ഇനോർഗാനിക്കിന്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ കാണാം. പ്രാക്ടിക്കൽ കെമിസ്ട്രിന്ന് കഴിഞ്ഞ എക്സാമിന് ഇതുപോലെ ഓരോ എക്സാമിനും മിനിമം ഒരു ക്വസ്റ്റ്യൻസ് വെച്ച് വന്നിട്ടുണ്ട്. ടോട്ടലി 16 ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ കെമിസ്ട്രിന്ന് വന്നിട്ടുണ്ട്. മീൻസ് അതിന് പുറമെ ഈ നമ്മൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ബേസിക് ഓർഗാനിക് ഉണ്ട്. നമ്മൾ ഈ ബേസിക് ഓർഗാനിക്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുന്ന ഒരു ഭാഗമാണ് നമ്മളെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അതൊക്കെ കഴിഞ്ഞ എക്സാമിന് അന്ന് നോക്കാതെ പോയവർക്ക് ഒന്നും ചെയ്യാനില്ല. 16 ക്വസ്റ്റ്യൻസാണ് 10 എക്സാമിൽ. ഫേസ് 1 10 എക്സാമിൽ 16 ക്വസ്റ്റ്യൻസ് ഫ്രം ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഒന്നുമില്ല. NCERT ലൈൻ ബൈ ലൈൻ അവർ ചോദിച്ചിട്ടുണ്ട്. അഡ്സോപ്ഷൻ, നമ്മളെ ക്രോമാറ്റോഗ്രഫി ചോദിച്ചിട്ടുണ്ട്. റിട്ടാർഡേഷൻ ഫാക്ടർ RF വാല്യൂ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റിലേഷൻ ചോദിച്ചു. ജെൽദാൽസ് ഉണ്ടായിരുന്നു. കാരിയസ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. ഒക്കെ ഡയറക്റ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ ഏരിയയും ടച്ച് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 30 ക്വസ്റ്റ്യൻ 10% ക്വസ്റ്റ്യൻസ് 30ഓളം ക്വസ്റ്റ്യൻസ് ഇനോർഗാനിക് പ്രാക്ടിക്കലും അതേപോലെ ഓർഗാനിക് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും വന്നു. അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് 16-17 ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ കെമിസ്ട്രിന്ന് വന്ന് അതേ അളവ് 16-17 ക്വസ്റ്റ്യൻസ് ഓർഗാനിക് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും വന്നു. നെയിമിംഗ് ഒക്കെ ആകെ ചോദിച്ച 4 ക്വസ്റ്റ്യൻസ് 4 എക്സാംസിനായിട്ട് നെയിമിംഗ് കണ്ടിട്ടുള്ളൂ. ഐസോമറിസും കുറവായിരുന്നു. മെക്കാനിസം ചോദിച്ചു 20ഓളം ക്വസ്റ്റ്യൻസ് 18ഓളം ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ കുറേ സമയം ഇനോർഗാനിക് ഇതൊക്കെ ഈ തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഇക്വേഷൻസ് ഒക്കെ ഏകദേശം ബേസിക് ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കാം. എൻ്റെ മുകളിൽ കുറേ സമയം നമുക്ക് ഇനോർഗാനിക് ഒക്കെ നന്നായിട്ട് പഠിക്കണം. ബോണ്ടിങ്ങും ക്ലാസിഫിക്കേഷനും പി ബ്ലോക്കും DF ഒന്നും മാർക്ക് വിട്ടുകൊടുക്കാത്ത രൂപത്തിൽ ഈ 5 ചാപ്റ്റർ മര്യാദക്ക് പഠിച്ചോണ്ട് ഒരു 10-12 ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും കിട്ടും. 10 ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും. നിയർലി 10. ഫിസിക്കൽ കെമിക്കൽ ബോണ്ടിങ് ഞാൻ നല്ല കാണിച്ചിരുന്നു. 20 ക്വസ്റ്റ്യൻസാണ് വന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ, DF ബ്ലോക്ക്, കോർഡിനേഷൻസ് ആൻഡ് പി ബ്ലോക്ക്. ഈ ബ്ലോക്കിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാധനം നിങ്ങൾ ആപ്പിൽ കിടക്കുന്നുണ്ട്. അതിന്റെ ഓർഡറുകളൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ ഇനി വീണ്ടും ഞാൻ പറയുന്നു, ഇനി നിങ്ങൾക്ക് ക്ലാസ് കണ്ട് ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. മീൻസ് ഇനി അത്രയും സമയം എടുത്തിട്ട് നമുക്ക് 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഒന്നും കണ്ട് എനിക്ക് 2-3 മണിക്കൂറിന്റെ ക്ലാസ് ഒന്നും കണ്ട് ആ 3 മണിക്കൂർ നമുക്ക് ഇരിക്കാൻ സമയമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സിന്റെ PDF ഉണ്ടാവില്ലേ ഇനോർഗാനിക് ഒക്കെ, നിങ്ങൾ അത് ചെയ്യ്. പി ബ്ലോക്ക് ഒക്കെ ഇനി ക്ലാസ് കാണണ്ട. ക്ലാസ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക, പി ബ്ലോക്ക് ഒക്കെ ഫുള്ള് ആ നോട്ട് ഇങ്ങനെ ഓടിച്ചു പോകും. ആ നോട്ട് ഓടിക്കുമ്പോൾ അല്ല ആ പോയിന്റിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം പോയി കാണാം. പ്രാക്ടിക്കൽ ഇനോർഗാനിക് പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഒക്കെ ആപ്പിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. പക്ഷെ അതിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. നിങ്ങൾ കേൾക്കാത്ത കുറെ കാര്യങ്ങളാണ്. ഒരു 1 hour അല്ലെങ്കിൽ മാക്സിമം 1.5 hours ഒരു ക്ലാസ് ആപ്പിലുണ്ട് ഇനോർഗാനിക് പ്രാക്ടിക്കല്. അത് കാണണം. അതിന്റെ ആ നോട്ടൊക്കെ കയ്യിൽ വെക്കുക. ആ നോട്ട് സേവ് ചെയ്ത് നിങ്ങളെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചാൽ മതി നോട്ട്സ് ഒക്കെ. എന്നിട്ട് നോട്ട്സ് ജസ്റ്റ് ഇങ്ങനെ സമയം വെറുതെ ഇരിക്കുന്ന സമയത്ത് അരമണിക്കൂറൊക്കെ നോട്ട്സ് ഇങ്ങനെ നോക്കുക. ഇനോർഗാനിക് അതേ നടക്കും. ക്ലാസിഫിക്കേഷന്റെ നോട്ട്സ് വേണം. ഇതിനൊക്കെ ആപ്പിലെ ക്രാഷിന്റെ നോട്ട്സ് ഉണ്ടാവും. ആ നോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഓടിച്ചു നോക്കുക. അതാണ് ഇനോർഗാനിക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എല്ലാ ഓർഡറും റിവൈൻഡ് ചെയ്ത് വരും. നമ്മളിപ്പോ അയണൈസേഷൻ എന്തായാലും എല്ലാ ഗ്രൂപ്പിന്റെ ഓർഡർ എവിടെ, എക്സെപ്ഷൻ എവിടെയാണ്, ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും എക്സെപ്ഷൻ എവിടെയാണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എക്സെപ്ഷൻ ഉണ്ടോ, ബോയിലിംഗ് പോയിന്റ് എക്സെപ്ഷൻ ഉണ്ടോ, ഹൈഡ്രേറ്റിന്റെ അങ്ങനെ കുറെ ഓർഡറുകളാണത്. ഓക്കെ. അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞു, ഇനോർഗാനിക് നിങ്ങൾ ക്ലാസ് കണ്ടിരിക്കാൻ സമയമില്ല. ക്ലാസ് കാണണ്ട. ആ ക്ലാസ്സിന്റെ നോട്ട്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിരന്തരം ആ നോട്ട്സ് നോക്കിക്കൊണ്ടിരിക്കുക. ഓർഡറുകളും എല്ലാ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും. ഫിസിക്കലി നിങ്ങൾ എന്താ പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓർഗാനിക്കും അതേപോലെ. NCERT ഔട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും കഴിഞ്ഞ JEE മെയിൻസിന് വന്നിട്ടില്ല. നിയർലി 40% ക്വസ്റ്റ്യൻസ് മീൻസ് 36 or 37 1/3 ക്വസ്റ്റ്യൻസ് അതിന്റെ മുകളിൽ ഓർഗാനിക്. 120 ക്വസ്റ്റ്യൻസ് ചോദിച്ചു ഓർഗാനിക്. അപ്പൊ നിങ്ങൾ ബോർഡ് എക്സാം കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് ഉണ്ടാകും. റിയാക്ഷൻസ് ഒക്കെ ഫുൾ റിയാക്ഷൻസും വീണ്ടും പഠിക്കും. ഓക്കെ. അപ്പൊ തിരിച്ചു വരാം. നമ്മൾ ഈ പ്രോബ്ലത്തിൽ നിന്ന് പോയതല്ലേ.
അപ്പോൾ നമുക്ക് ഇവിടെ N1V1 ഈക്വൽ ടു N2V2. N1V1 ഈക്വൽ ടു N2V2. സോ നമുക്ക് വരാം. ഓക്സാലിക് ആസിഡ് ആണ് V150. നോർമാലിറ്റി അറിയില്ല, മൊളാരിറ്റി അറിയാം 0.5. ഓക്സാലിക് ആസിഡ് 2H+ ഉള്ളതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ നോർമാലിറ്റി അറിയില്ല, ഇവിടുത്തെ വോള്യൂം 25 ആണ്. ഇനി ഇവിടുത്തെ നോർമാലിറ്റി ഒന്ന് കണ്ടാൽ മതി. എത്ര വന്നടാ? 5 × 0.2 എത്ര? 1. 1 × 50 50. അവിടെ 25. അപ്പൊ നോർമാലിറ്റി എത്ര ഒന്ന് വേഗം പറഞ്ഞേ. നോർമാലിറ്റി എത്ര കിട്ടി? 2 അല്ലേ? മില്ലിമോളാട്ടോ. 2 കിട്ടി. പക്ഷെ നിങ്ങളോട് ചോദിച്ചത് എന്താ? ദ എമൗണ്ട് ഓഫ് NaOH in 50 ml. എമൗണ്ടാ ചോദിച്ചത്, ദാറ്റ് ഇസ് വെയിറ്റാ കാണേണ്ടത്. മൊളാരിറ്റി കിട്ടി. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു W2 × 1000 by M2 × വോള്യം ഇൻ ml. ആ മൊളാരിറ്റി നിങ്ങൾക്ക് കിട്ടി. മൊളാരിറ്റി NaOHന്റെ കേസിൽ നോർമാലിറ്റിയും മൊളാരിറ്റിയും സെയിം അല്ലേ? NaOHന്റെ കേസിൽ ഒരു OH ഉള്ളത്. അതുകൊണ്ട് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നോർമാലിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ 2 ഈസ് ഈക്വൽ ടു W2 × 1000 ഡിവൈഡ് ബൈ NaOHന്റെ മോളാർ മാസ് 40 ഇൻറ്റു വോള്യം 50. എത്ര വന്ന് നോക്കിയേ? 2 × 40 × 50 by 1000 is equal to W2. 0 0 0 0 cancel. എത്ര ആൻസർ? യാ 4. എന്നേക്കാൾ സ്പീഡിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ചെയ്യുന്ന മെത്തേഡ് മനസ്സിലാക്കി. ആൻസർ ഉണ്ടാക്കുന്നതോട് കൂടി ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ആസിഡ് ബേസ് ടൈട്രേഷന്റെ ക്വസ്റ്റ്യൻസ് വന്നാൽ, റിഡോക്സ് ടൈട്രേഷന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാ? N1V1 ഈക്വൽ ടു N2V2. മൊളാരിറ്റി ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുക. ആ മൊളാരിറ്റിനെ നിങ്ങൾ നോർമാലിറ്റി ആക്കി മാറ്റുക. ആസിഡ് ആണെങ്കിൽ H+ന്റെ എണ്ണം, ബേസ് ആണെങ്കിൽ OHന്റെ എണ്ണം, ഇനി റിഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൊളാരിറ്റിനെ നോർമാലിറ്റി ആക്കി മാറ്റാം. എന്നിട്ട് ആ നോർമാലിറ്റി കണ്ടു. സോ അത് വെച്ച് നമ്മൾ വെയിറ്റ് കണ്ടു. സിമ്പിൾ ഇക്വേഷൻസ് ഉപയോഗിച്ചത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഞാൻ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. എത്ര പേര് അന്ന് കേട്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. pH സാൾട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ സാൾട്ടിൽ 4 ടൈപ്പ് സാൾട്ട് ഉണ്ട്. ഏതൊക്കെയാ? സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ്. സെക്കൻഡ്, സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ്. തേർഡ്, സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. ആൻഡ് ഫൈനലി സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് വീക്ക് ബേസ്. ആ റിഡോക്സ് ടൈട്രേഷനിലും N1V1 ഈക്വൽ ടു N2V2 തന്നെയാണ് ഇക്വേഷൻസ്. നമുക്ക് റിഡോക്സിൽ വേണമെങ്കിൽ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഏത് ഈ ബ്യൂററ്റും പിപ്പറ്റും വെച്ച് ചെയ്യുന്ന പണിയൊക്കെ അല്ലേ? ബ്യൂററ്റില് ആ ടൈട്രേഷൻ, ഏത് ടൈട്രേഷൻ ആണെങ്കിലും ഇക്വേഷൻ N1V1 ഈക്വൽ ടു N2V2. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. സ്ട്രോങ് ആണെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ നമ്മളെ ആൻസർ എത്ര വരെ അറിയാം? സ്ട്രോങ് ആണെങ്കിൽ ടെൻഷൻ ഒന്നുമില്ല, pH 7 ആണ്. pH is equal to 7 ആണ്. സ്ട്രോങ്ങും വീക്കും ആണെങ്കിൽ ഇവിടെ pH കാണാനുള്ള ഇക്വേഷൻ എന്താ? നിർബന്ധമില്ല പഠിക്കണമെന്ന്. പഠിക്കാൻ പറ്റുന്നൊരു പഠിച്ചാൽ, അത് NCERT ഇല്ല ഇക്വേഷൻ. 7 സ്ട്രോങ്ങും വീക്കും ആട്ടോ. 7 മൈനസ് ഹാഫ് ഇൻറ്റു PKB പ്ലസ് ലോഗ് C. വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ സെയിം ഇക്വേഷൻ 7 പ്ലസ് ഹാഫ് ഇൻറ്റു
PK A plus log C. ഇതാണ് pH. രണ്ടും വീക്ക് ആണെങ്കിൽ മസ്റ്റായിട്ട് പഠിക്കണ ഇക്വേഷൻസ് അന്ന് ഞാൻ പറഞ്ഞ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. രണ്ടും സ്ട്രോങ് ഉള്ള കേസ് മസ്റ്റായിട്ട് പഠിക്കണം. രണ്ടും സ്ട്രോങ് ആണെങ്കിൽ എന്താടാ വരിക? രണ്ടും സ്ട്രോങ് ആണെങ്കിൽ pH is equal to 7 plus half into pKa minus pKb. pKa minus pKb. അപ്പം നിങ്ങൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഉണ്ട്, ഇതിൽ എങ്ങനെയാണ് സ്ട്രോങ്ങും വീക്കും ഒക്കെ നമുക്ക് മനസ്സിലാവുക? വീക്ക് ആസിഡും വീക്ക് ബേസും എങ്ങനെ മനസ്സിലാവുക? സ്ട്രോങ്ങും വീക്കും ഒക്കെ എങ്ങനെയാടാ ഒരു സംഭവം കണ്ടിട്ട് സ്ട്രോങ്? ബോർഡിൽ പ്രാക്ടിക്കൽ ഉണ്ട് സർ, ബോർഡിൽ പ്രാക്ടിക്കൽ ഉണ്ട്. റൈറ്റ്. യെസ്. ഇതെങ്ങനെ നമുക്ക് സ്ട്രോങ്ങും വീക്കും ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഒരു സോൾട്ട് AB ടൈപ്പ് സോൾട്ട് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ ബി എന്നുള്ള ആള് ഇത്ര മനസ്സിലാക്കുക, സൾഫേറ്റോ ക്ലോറൈഡോ നൈട്രേറ്റോ വരാൻ ചാൻസ് ഇല്ല എങ്കിലും ഞാൻ പറയുന്നു പെർക്ലോറേറ്റോ. ഈ 4 പേരാണ് ഈ ബി എന്ന പൊസിഷനിൽ വരുന്നതെങ്കിൽ, ഈ 4-ൽ ആരെങ്കിലും ഒരാൾ ബി എന്ന പൊസിഷനിൽ വന്നാൽ അവരാണ് സ്ട്രോങ് ആസിഡ്. ഇത് സ്ട്രോങ് ആസിഡിന്റെ സോൾട്ട് ആയിരിക്കും. ഈ എയുടെ പൊസിഷനിൽ നമ്മളെ എസ് ബ്ലോക്ക് മെറ്റൽ, എക്സെപ്റ്റ് രണ്ടാളെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്, ലിത്തിയം ബെറിലിയം മഗ്നീഷ്യം. ലിത്തിയം ബെറിലിയം മഗ്നീഷ്യം ഒഴികെയുള്ള ഏത് എസ് ബ്ലോക്ക് മെറ്റലും ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരാണ് സ്ട്രോങ് ബേസ്. ബാക്കി ആര് വന്നാലും വീക്ക്. ഇത്രേ ഉള്ളൂ. അത് ഇനി വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? സ്ട്രോങ് ബേസ് വരാൻ ആരൊക്കെ? എസ് ബ്ലോക്ക് മെറ്റൽ, അതിൽ ലിത്തിയം ബെറിലിയം മഗ്നീഷ്യം അങ്ങോട്ട് ഒഴിവാക്കിയേക്കടാ. സ്ട്രോങ് ആസിഡ് ആയിട്ട് വരേണ്ടത് സൾഫേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, പെർക്ലോറേറ്റ് കോമൺലി കാണാറില്ല, ഇതെങ്കിലും ഓർത്ത് വെച്ചോ. സൾഫേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്. അപ്പൊ പെട്ടെന്ന് ക്ലിയർ ആയി. ഒരു സ്ട്രോങ് ഇത് ക്ലിയർ ആയാലേ ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. ഇത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. സൾഫേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, പെർക്ലോറേറ്റ് സ്ട്രോങ് ആസിഡിന്റെ സാൾട്ട് ആണ്. എസ് ബ്ലോക്ക് മെറ്റൽ സ്ട്രോങ് ബേസിന്റെ സാൾട്ട് ആണ്. ഇത്രേ ഉള്ളൂ. വേറെ എന്ത് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയേ, അമോണിയം എന്നത് എന്താണ്? അമോണിയം അസറ്റേറ്റ്. അമോണിയം എന്താന്ന് പറഞ്ഞ? അമോണിയം സ്ട്രോങ് ആണോ? അമോണിയം ഇവിടെ വന്നത് അമോണിയമാണ്, നമ്മൾ എണ്ണാത്ത ആളാണ്. അടുത്തത് വന്നത് അസറ്റേറ്റ് ആണ്, ആനയോൺ ആയിട്ട് വന്നത് അസറ്റേറ്റ് ആണ്. അപ്പൊ അമോണിയം അസറ്റേറ്റ് ഏത് ക്യാരക്ടറാണ്? അമോണിയം അസറ്റേറ്റിന് അമോണിയം അസറ്റേറ്റ് ഏത് ക്യാരക്ടറാ പറ? സ്ട്രോങ് വീക്ക് ഏതാ വരിക? ബോത്ത് ആർ വീക്ക്. അപ്പൊ ഇക്വേഷൻ പഠിച്ചോണ്ടു. 7 plus half into pKa minus pKb. യെസ്, വീക്ക് ആസിഡും വീക്ക് ബേസും. സോ pH is equal to 7 plus half into pKa minus pKb. ആ ക്വസ്റ്റ്യനിലൊക്കെ ഡയറക്റ്റാ. നോക്കിയേ, 7 നിങ്ങൾക്ക് അറിയാം, KA തന്നിട്ടുണ്ട്, PK ആക്കുക. എങ്ങനെ KA PK ആക്കുക? പി കാണാൻ പറഞ്ഞാൽ മൈനസ് ലോഗ് KA, മൈനസ് ലോഗ് KA എത്ര പേരെടാ? മൈനസ് ലോഗ് 1.8 into 10 raised to minus 5 എന്ന് പറഞ്ഞാൽ 5 minus log 1.8. That is approximately 4.7. PKB എത്രയാ? 1.8 into 10 raised to minus 5. അതും സെയിം 4.7. അപ്പൊ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല പ്രോബ്ലം. മനസ്സിലായോ? വീക്കും പിക്കയും PKBയും സെയിം അല്ലേ? KAയും KBയും സെയിം. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ആടാ അത്.
ക്ലിയർ ആണോ പറഞ്ഞത്? രണ്ടും സെയിം. കെ എയും കെ ബിയും സെയിം ആണെങ്കിൽ പി കെയും പി കെ ബിയും സെയിം, പി കെയും പി കെ ബിയും സെയിം ആണെങ്കിൽ ആൻസർ 7. ഈ ഇക്വേഷൻ വെച്ച് എത്ര പ്രോബ്ലം വന്നെന്ന് അറിയാം? നിങ്ങൾ നോക്കോളൂ. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലം വന്നിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. എക്സാമിന്റെ തലേ ദിവസം രാത്രി നിങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ടിൽ ഈ ഇക്വേഷൻ ഉണ്ടായിരിക്കണം. റൈറ്റ്. ആ നൈറ്റിൽ നിങ്ങൾ അത് നോക്കിയിട്ട് പോകണം ഈ ഇക്വേഷൻസ്. റൈറ്റ്. ജെയ്ക്ക് വെയിറ്റേജ് ഇല്ല. നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ചാപ്റ്റർ വെയിറ്റേജ് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു കറക്റ്റ് വെയിറ്റേജ് ഒരു ചാപ്റ്ററിനില്ല. പക്ഷെ ഫിസിക്കൽ, ഇൻഓർഗാനിക്, ഓർഗാനിക് വെയിറ്റേജ് ഉണ്ട്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ ഫിസിക്കൽ, ഇത്ര പെർസെൻറ്റേജ് ഇൻഓർഗാനിക്, ഇത്ര പെർസെൻറ്റേജ് ഓർഗാനിക് എന്ന് പറയാൻ പറ്റും. ഈ വർഷത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ 30-30 ഇൻഓർഗാനിക്കും ഫിസിക്കലും ആൻഡ് അപ്രോക്സിമേറ്റ്ലി 40 ഓർഗാനിക്കും. അങ്ങനെ വെയിറ്റേജേ കണ്ടിട്ടുള്ളൂ. അത് ചാപ്റ്ററിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഭയങ്കര മോർ ക്വസ്റ്റ്യൻ വരുന്ന എക്സ്പെക്ട് ചെയ്ത ചാപ്റ്ററിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ കുറവാകുന്ന ഉദ്ദേശിച്ച ചാപ്റ്ററിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചും ചെയ്തു. ഓക്കെ. സോ നെക്സ്റ്റ് വൺ, അടുത്ത പ്രോബ്ലം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകണു. സിമ്പിൾ ആണ്. ഇത് നിങ്ങളെന്ന് ഒന്ന് ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ അറ്റ് 298 കെൽവിൻ. 3/2 ഓസോണായി, 3/2 O2 ഓസോണായി. കെ പി തന്നിട്ടുണ്ട്, ഡെൽറ്റ ജി ഓൾറെഡി നമ്മൾ തെർമോ ചെയ്തു. അതേ ക്വസ്റ്റ്യൻസ് ഇവിടെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഈ വാല്യൂ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ട് എത്ര ആക്കിയാൽ മതി? 25/3 എന്ന് ഞാൻ എടുക്കുന്നത് ഈ വാല്യൂസിനെ കേട്ടോ. +1 ടോപ്പിക്കിൽ വെയിറ്റേജ് കുറവൊന്നുമല്ല. +1 ടോപ്പിക്ക് നന്നായിട്ട് ചോദിച്ചു. സ്ട്രക്ചർ ചോദിച്ചു, ബേസിക് കുറവാ, സ്ട്രക്ചർ ചോദിച്ചു, ക്ലാസിഫിക്കേഷൻ നന്നായിട്ട് ചോദിച്ചു, കെമിക്കൽ ബോണ്ടിങ് ചോദിച്ചു. ഓക്കെ. പിന്നെ +1 കമ്പയർ ചെയ്യുമ്പോൾ +2 മോർ ചാപ്റ്റേഴ്സ് കിടക്കുന്നത്. ഓർഗാനിക്കിന്റെ ഒരു ഹാർട്ട് ഫുള്ള് കിടക്കുന്നത് +2. ഓർഗാനിക്കിന്റെ ബേസിക് ഓർഗാനിക് മാത്രമേ +1 അപ്പൊ ഓർഗാനിക്കിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനിൽ മെജോറിറ്റി +2 ചോദിക്കുള്ളൂ. അതുകൊണ്ടാണ് +2 ടോപ്പിക് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഓർഗാനിക്കിൽ +1 2 ചാപ്റ്ററേ ഉള്ളൂ. പിന്നെ 5 ചാപ്റ്റർ +2 കിടക്കുന്നത്. ബയോമോളിക്യൂൾ, യമൈൻസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് ലൈക്ക്. അതുകൊണ്ട് എങ്ങനെ ചോദ്യം വന്നാലും +2 ടോപ്പിക് ആയിരിക്കും കൂടുതൽ. ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലം നോക്കി. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -2.303 RT ലോഗ് കെ. ചില ആൾക്കാർ ചോദിച്ചു കെ സി അല്ലേ, അപ്പൊ കെ പി വന്നാൽ കെ സി കാണണ്ടേ? കെ പി സി ഈക്വൽ ടു കെ സി ഇൻറ്റു RT റേസ് ഡെൽറ്റ എം ജി വെച്ച് കാണണ്ടേ? കാണണ്ട. ഏതെങ്കിലും ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, അത് കെ സി ആവാം, കെ പി ആവാം. എത്ര കിട്ടി ആൻസർ? ആൻസർ എത്ര വന്ന്? 163 എന്ന് പറയേണ്ട ഒരാള്, ദേവദത്തൻ. കിട്ടും. -2.303. -2.303. ആറിന്റെ വാല്യൂ 25/3. ടെമ്പറേച്ചർ 298. ലോഗ് കെ പി എത്ര? 2.47 × 10⁻⁻29. 3 ക്യാൻസൽ. ഇത് അപ്രോക്സിമേറ്റ്ലി 100 ആക്കി പിടിച്ചോ. -3. ഓക്കെ. പിന്നെ ലോഗ് 2.4 × 10⁻⁻29 നമുക്ക് എങ്ങനെയാണ് എഴുതാം? -29 + 0.3. ലോഗ് എ ബി, ലോഗ് എ + ലോഗ് ബി. 2.4 2 ആക്കി എടുത്ത് 29. എത്ര കിട്ടിയ ആൻസർ നോക്കി? -2.303 × 2.5 × -28.7. -28.7 × 2.3 × 2.5. That is the answer. 8×40 163. യെസ്, 163 കിട്ടും. നിങ്ങളൊന്ന് ഷാർപ്പായിട്ട് ചെയ്തിട്ട് അറൗണ്ട് 163 കിട്ടുന്നു. ഓക്കെ.
163 ഒക്കെ വരുന്നുണ്ടോ? വേണ്ട, അതാ ഞാൻ പറഞ്ഞത്. നമ്മള് കേസ് ലോഗ് ശരിക്കും ഇക്വേഷന് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു -2.303 ആർ ടി ലോഗ് കെ എന്നാ ഉള്ളൂ. ഈ കെ എന്ന ടേമിനെ നമുക്ക് എന്താക്കാം? കെ പി ആക്കാം, കെ സി ആക്കാം. അത് ഡിപ്പെൻസ്. കെ പി തന്നാൽ എന്തും ആവാട്ടോ. കെ സി ആവാം, കെ പി ആവാം. കെ സി കെ പി റിലേഷൻ അറിയില്ലേ? കെ പി ഈസ് ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ജി. ഇത് പോയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊളാക്കൊന്നും ചെയ്യരുത് കേട്ടോ. യൂണിറ്റ് ഓഫ് കെ പി എന്താ? യൂണിറ്റ് എന്താ? കെ പി ആണെങ്കിൽ എ ടി എം റേസ് ടു ഡെൽറ്റ എൻ ജി. കെ സി ആണെങ്കിൽ മോൾ പെർ ലിറ്റർ റേസ് ടു ഡെൽറ്റ എൻ ജി. ഏതെടുത്താലും ഓക്കെയാണ്. ഏതെടുത്താലും ഓക്കെയാണ്. അത് ക്വസ്റ്റ്യൻ തരുന്ന പോലെ. ക്വസ്റ്റ്യനിൽ കെ പി തന്നാൽ കെ പി എടുക്കുക, കെ സി തന്നാൽ കെ സി എടുക്കുക. ഓക്കെ, ഏതാണോ തരുന്നത് അവരെടുത്ത് ചെയ്താൽ മതി. റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. അക്വ സൊല്യൂഷൻ ഓഫ് നല്ല ക്വസ്റ്റ്യൻ. അമോണിയം കാർബണേറ്റ് ഈസ് ബേസിക്. മക്കളെ, അമോണിയം കാർബണേറ്റ്, അമോണിയം സ്ട്രോങ് ആണോ? സ്ട്രോങ് ബേസ് ആണോ? അമോണിയം സ്ട്രോങ് ബേസ് ആണോ? 10⁻³ എങ്ങനെ വന്നു? എവിടെയാണ് 10⁻³ വന്നു? ഇത് കിലോ ജൂളിലാട്ടോ. അതുകൊണ്ട് ഈ 10⁻³ എങ്ങനെ വന്നതെന്ന് ചോദിച്ചത്. അതിവിടെ ആൻസർ കിലോ ജൂൾ എന്നാ പറഞ്ഞത്. നമ്മൾ ഇങ്ങനെ ചെയ്താൽ കിട്ടിയ ജൂളിലാണ്. 2.303 ആർ ഡെൽറ്റ എന്താ പറയുക, 2.303 ആർ ടി ലോഗ് കെ സി ചെയ്താൽ കിട്ടിയ ജൂളിലാണ്. ആ ജൂളിനെ കിലോ ജൂളിലേക്ക് മാറ്റാനാണ് 10⁻³ കൊടുത്തത് കേട്ടോ. അപ്പോഴാണ് കിലോ ജൂൾ ആയത്. അല്ലെങ്കിൽ ആൻസർ ഈ ജൂളാകും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ തിരിച്ചിങ്ങോട്ട് പോവാം. ഈ അമോണിയം എന്ന സ്പീഷീസ് എന്താടാ? വീക്ക് ആണോ സ്ട്രോങ് ആണോ? സ്ട്രോങ് ഈസ് ബ്ലോക്ക്. കാർബണേറ്റ് വീക്ക് ആണോ സ്ട്രോങ് ആണോ? ആറ് ജൂളിലാട്ടോ ഇവിടെ തന്ന, 6 ജൂളിലാണ്. അതുകൊണ്ട് ആൻസറും ജൂളിലായത്. 10⁻³ കൊടുത്താലേ കിലോ ജൂൾ ആവുള്ളൂ. അനന്തു മോൻ. റെഡി റെഡി റെഡി, തിരിച്ചു വാ. അപ്പൊ അമോണിയം കാർബണേറ്റ് രണ്ടൊന്ന് പറഞ്ഞുതരും മക്കള്. അമോണിയം കാർബണേറ്റ് ഇങ്ങനെയാണ്. ഇത് രണ്ടും എന്താടാ? വീക്കും വീക്കും ആണ്, സ്ട്രോങ് സ്ട്രോങ് ആണ്. എന്താന്ന് പറ. ഇത് രണ്ടും എന്താ? വീക്ക്. രണ്ടും വീക്ക് അല്ലേ? ഇനി നോക്ക്, രണ്ടും വീക്കാണെങ്കിൽ നമുക്ക് ഇവരെ, യെസ് വെരി ഗുഡ്, രണ്ടും വീക്കാണെങ്കിൽ നമുക്ക് ഇവരെ നേച്ചർ പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കൊരു കാര്യം പറയാം. അമോണിയം കാർബണേറ്റ് എന്താ ചോദിക്കുന്നത്? അക്വ സൊല്യൂഷൻ ഓഫ് അമോണിയം കാർബണേറ്റ് ഈസ് ബേസിക്. ഓക്കെ, ഈ അമോണിയം കാർബണേറ്റിൽ 2 അമോണിയ ഉണ്ട്. 2 മോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. സോ അമോണിയം 2 ഉണ്ട് കേട്ടോ. അവർ രണ്ടും ഒഴിച്ചിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് 2 അമോണിയം ഹൈഡ്രോക്സൈഡ് ആകും. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്ക്. Acid or basic nature of salt solution of salt weak and weak base depends on K and Kb value of acid and base forming it. Ka Kb വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കറക്റ്റാ. സാൾട്ട് അക്വ സൊല്യൂഷൻ ഓഫ് അമോണിയം കാർബണേറ്റ് ബേസിക്. നമ്മൾ NCERT പ്രോബ്ലം ഉണ്ട്. അമോണിയം കാർബണേറ്റ് ബേസിക്. 2 മോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അതിൽ ഒരു കാർബോണിക് ആസിഡ് ആണ് ഉള്ളത്. ആൻഡ് സെക്കൻഡ്ലി pH കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 7+½ into pKa minus pKb എന്നാണ്. സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണ്.
രണ്ടും കറക്റ്റാണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ബേസ് വീക്ക് ആസിഡ് ആണ്. സോ അത് ബേസിക് സോൾട്ട് ആണ്, കാരണം 2 മോൾ അമോണിയം അതിലുണ്ട്. ഓക്കെ, അതേപോലെ ഇവരെ പി എച്ച് കാണണമെങ്കിൽ pKa വാല്യൂം വേണം, pKb വാല്യൂസും നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, നെക്സ്റ്റ് നോക്ക്. ഞാൻ ബഫറിനെ പറ്റി ഒരുപാട് നിങ്ങളോട് സംസാരിച്ചതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ഇക്വിലിബ്രിയത്തിന്റെ ക്ലാസ്സുകളിൽ. നമുക്ക് pH of aqueous solution containing 1 molar benzoic acid and 1 molar sodium benzoate. അത് 4.5 ആണ്. The volume of benzoic acid solution in 300 ml of this buffer solution is. The volume of benzoic acid in 300 ml of this buffer solution is. Clear? മക്കളെ, ബഫർ എന്താണെന്ന് അറിയാത്തവരുണ്ടോ? ആദ്യം ബഫർ എന്താണെന്ന് അറിയാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം പറ, എന്നിട്ട് നമുക്ക് വേണം പറയാം. ബഫറിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്തവരുണ്ടെങ്കിൽ ആദ്യം പറയും. ഓർമ്മല്ല, എന്നാ ഞാൻ പറയാം. ബഫർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പറയാം കേട്ടോ, സിമ്പിൾ ആണോ? ബഫർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലെന്താ ആദ്യം വരേണ്ടത് അറിയാം? പറഞ്ഞുതരാം. ബഫർ എന്ന് പറഞ്ഞാൽ pH മാറൂല എന്നൊന്നുമല്ല, അതൊക്കെ ബോർഡ് എക്സാമിനുള്ള സാധനം. ബഫർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരേണ്ടത് മിക്സിംഗ് ഓഫ് വീക്ക് ആസിഡ് പ്ലസ് സ്ട്രോങ് ബേസ്, അല്ലെങ്കിൽ തിരിച്ച് മിക്സിംഗ് ഓഫ് വീക്ക് ബേസ് പ്ലസ് സ്ട്രോങ് ആസിഡ്. ദെൻ ഈ മിക്സിങ്ങിൽ ക്ലിയർ ആണോ? ഈ മിക്സിങ്ങിൽ വീക്ക് ഭാഗം എക്സസ് ആയിരിക്കണം, വീക്ക് ഭാഗം എക്സസ് ആയിരിക്കണം, വീക്ക് എക്സസ് ആയിരിക്കണം. രണ്ടാളെ മിക്സ് ചെയ്യുക, മിക്സിങ്ങിൽ വീക്ക് എക്സസ്. അപ്പൊ എന്താ ബഫർ? മിക്സിംഗ് ഓഫ് എക്സസ് വീക്ക് വിത്ത് മിനിമം സ്ട്രോങ്. എക്സസ് വീക്ക് മിനിമം സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യാം. അപ്പൊ അതിൽ ആരാ ബാക്കി ഉണ്ടാവുക സൊല്യൂഷനിൽ? അപ്പൊ നിങ്ങൾ എക്സസ് ആയിട്ട് വീക്ക് എടുത്തു. നിങ്ങൾ എഴുതി വെക്കണേ പോയിന്റുകളൊക്കെ. എക്സസ് ആയിട്ട് വീക്ക് ആസിഡ്, ഒരു എക്സാമ്പിൾ, വീക്ക് ആസിഡ് അസറ്റിക് ആസിഡ് എടുത്തു, ഒരു 100 എടുത്തു, 100 എടുത്തു. ഇതിലേക്ക് എ ഞാൻ 100 NaOH ആഡ് ചെയ്തു. ബി 150 NaOH ആഡ് ചെയ്തു. സി 50 NaOH ആഡ് ചെയ്തു. ഇതിൽ എയിലാണോ ബി ആണോ സി ആണോ ബഫർ? എ ആണോ ബി ആണോ സി ആണോ ബഫർ? ആദ്യം ഒന്ന് പറഞ്ഞേ, എ ആണോ ബി ആണോ സി ആണോ ബഫർ? പറഞ്ഞോ, എ ആണോ ബി ആണോ സി ആണോ ബഫർ? സി, സി ആണ് ബഫർ. വൈ? സിയിൽ മാത്രമാണ് NaOH ലിമിറ്റിങ്ങും വീക്ക് എക്സസുമായത്. അതാണ് കണ്ടീഷൻ. വീക്ക് എക്സസ് ആവണം, വീക്ക് എക്സസ് ആവണം. റൈറ്റ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ, കൺസെപ്റ്റ് ഒന്നും കൂടെ അങ്ങനെ ഉറപ്പിച്ചു വെക്കുക. വീക്ക് എക്സസ്, സ്ട്രോങ് മിനിമം. റെഡി അല്ലേ? അപ്പൊ സി ബഫർ ഇങ്ങോട്ട് വന്ന്, സി ബഫർ, സി ബഫർ. അപ്പൊ ബഫറിൽ നമ്മൾ എങ്ങനെ കണ്ടീഷൻ എടുത്തു എന്ന് പറഞ്ഞേ? 50 NaOH 100 അസറ്റിക് ആസിഡും. അവിടെ റിയാക്ഷൻ നടക്കൂലേ? ഇവര് തമ്മിൽ റിയാക്ട് ചെയ്യൂലടാ. ഇവര് തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? ഇവര് തമ്മിൽ റിയാക്ട് ചെയ്താൽ 50 NaOH 50 ആസിഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് 50 സാൾട്ട് ഉണ്ടാവും, പ്ലസ് 50 വീക്ക് ആസിഡും ഉണ്ടാകും. ദാറ്റ് മീൻസ് ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ CH3COONA ഉണ്ടാകും, CH3COOH ഉണ്ടാകും. ഇത് ബാക്കി വന്നത്, ഇത് റിയാക്ട് ചെയ്തത്. ഇങ്ങനെയുള്ള മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് ബഫർ. ദിസ് മിക്സ്ചർ ഈസ് കോൾഡ് ബഫർ. അതിലേക്ക് വരുന്ന സ്ട്രോങ് അവിടെ സാൾട്ട് ഉണ്ടാക്കും, വീക്കിനേറ്റ്. എന്നിട്ട് എക്സസ് ആയിട്ട് സാൾട്ട് വീക്ക് അവിടെ ബാക്കി വേണം.
കണ്ടോ, സാൾട്ടും വീക്കും വന്നാൽ ദിസ് ഇസ് കാൾഡ് ബഫർ. സാൾട്ടും വേണം വീക്കും വേണം. സോ ദിസ് ഇസ് കാൾഡ് ബഫർ. ക്ലിയർ ആണോ ഡിയസ്? ക്ലിയർ ആണോ പറഞ്ഞത്? ഇവിടെ അസിഡിക് ബഫർ ആണെങ്കിൽ ശ്രദ്ധിക്കണേ, അസിഡിക് ബഫർ ആണെങ്കിൽ പി എച്ച് കാണാനുള്ള ഇക്വേഷൻ 7 മൈനസ് അസിഡിക് ബഫർ ആണെങ്കിൽ പി കെ എ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ? അസിഡിക് ബഫർ എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡ് പ്ലസ് salt of weak acid and strong base. Then basic buffer ആണെങ്കിൽ same equation POH ആണ് കാണുക. POH is equal to PKB plus log concentration of salt by base. Then example, weak base plus salt of weak base and strong acid. ഈ രണ്ട് ഇക്വേഷനും പഠിക്കാം. ആകെ കുറച്ച് ഇക്വേഷൻ. നേരത്തെ പറഞ്ഞ വീക്കും വീക്കും തമ്മിലുള്ള സാൾട്ടിന്റെ ഇക്വേഷൻ, ഇത് ബഫറിന്റെ പി എച്ചും പി ഒ എച്ചും കാണാനുള്ള ഇക്വേഷൻ. ഇത് ബഫറിന്റെ പി എച്ചും പി ഒ എച്ചും കാണാനുള്ള ഇക്വേഷൻസ്. ബഫറിന്റെ പി എച്ച് ആൻഡ് പി ഒ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്. റൈറ്റ്? റെഡി അല്ലേ? ഇനി ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ചോദ്യത്തിനുമായി ബന്ധപ്പെട്ട എല്ലാ തിയറികളും ഞാൻ പറഞ്ഞു. പി എച്ച് ഓഫ് ആൻ അക്വ സൊല്യൂഷൻ കണ്ടെയ്നിങ്, നോക്കണേ, 1 മോളാർ ബെൻസോയിക് ആസിഡ് പി കെ എ തന്നു, 1 മോളാർ സോഡിയം ബെൻസോയേറ്റ്. മക്കളെ ചോദിക്കട്ടെ, ഇത് ഏതാണ്? ആസിഡ് ബഫർ ആണോ ബേസിക് ബഫർ ആണോ? അത് അസിഡിക് ബഫർ ആണോ ബേസിക് ബഫർ ആണോ? അസിഡിക് ബഫർ ആണോ ബേസിക് ബഫർ ആണോ? വീക്ക് ആസിഡും അതിന്റെ സോൾട്ടും ആണ് അസിഡിക് ബഫർ. ഒരു കൺഫ്യൂഷനും ഇല്ല. ബേസിക് ബഫർ ആണെങ്കിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഏതെങ്കിലും വീക്ക് ബേസ് ബാക്കി ഉണ്ടാവുക. ഇത് വീക്ക് ആസിഡ് അല്ലേ? നിങ്ങൾ എന്താ കൺഫ്യൂസ്ഡ് ആകാൻ മാത്രം? എന്തോ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത് വീക്ക് ആസിഡ് ആണ് ഇവിടെ ഉള്ളത്. ഇത് അതിന്റെ സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് ആണ്. അപ്പൊ ഇത് അസിഡിക് ബഫർ ആണ്, ഒരു ഡൗട്ടും ഇല്ല. അസിഡിക് ബഫർ ആണ്. അപ്പൊ പി എച്ചിന്റെ ഇക്വേഷൻ പറയും. ദ ഇക്വേഷൻ ഇതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. പി എച്ച് എത്ര കിട്ടിയത്? 4.5 is equal to, നോക്ക്, 4.5 is equal to പി കെ എത്ര തന്നത്? 4.2 പ്ലസ് ലോഗ് pH of aqueous solution containing 1 molar benzoic acid, 1 molar benzoate. The volume of benzoic acid solution 300 ml of buffer solution. 300 ml buffer solution volume of benzoic acid. ആസിഡ് എത്രയാണ്? എത്ര വരും? നിങ്ങൾ തന്നെ പറ. ബഫർ സൊല്യൂഷൻ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ആസിഡ് ആണ്. യെസ്, ഇവിടെ ടോട്ടൽ വരുന്ന 300 ml ആണ്. ക്ലിയർ ആയിട്ട് കേൾക്കണേ. ടോട്ടൽ വരുന്നത് 300 ml ആണ്. ഓക്കെ, ആ 300 ml എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എന്നറിയോ? സോൾട്ട് എക്സ്, then ഇയാള് 300 മൈനസ് എക്സ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ സോൾട്ട്. ഈ സോൾട്ട് ഇത് രണ്ടും കൂടെ കൂടിയതല്ലേ ബഫർ?
ഇത് രണ്ടും കൂടെ കൂടിയതല്ലേ ബഫർ. ഈ രണ്ടിന്റെയും മൂന്നിന്റെയും കൂടി സോറി ഈ രണ്ടിന്റെയും കൂടെ വോള്യാണ് 300. അപ്പൊ ഞാൻ സോൾട്ടിനെ എക്സ് ആക്കി എടുത്തു. അപ്പം റിമെയിൻസ് ആസിഡ് എത്ര ആയിരിക്കും? 300 മൈനസ് എക്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ എടുത്തത്? ഒരാൾ എക്സും ഒരാളെ 300 മൈനസ് എക്സും എടുത്ത്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞ രണ്ടാളെയും കൂടെ വോള്യം 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾ പറയും, എന്നാ ഞാൻ മുന്നോട്ട് പോകും. ഓക്കെ ആണോ? യെസ്. അപ്പൊ നോക്കി, ഈ ഭാഗത്തിന്റെ വാല്യൂ എനിക്ക് കിട്ടി. ഈ പാർട്ടിന്റെ വാല്യൂ എത്ര? 0.3 അല്ലേ? 4.5 is equal to 4.2 plus 0.3. അപ്പൊ ലോഗ് എക്സ് ബൈ 300 മൈനസ് എക്സ് is equal to 0.3. 0.3. സോ സിംപ്ലി മക്കളെ 0.3 ആരെ ലോഗിന്റെ വാല്യൂ? 0.3 ആരെ വാല്യൂ? 0.3 is equal to log ആരാ? 2. സിമ്പിൾ 2. അപ്പൊ ഇത് എക്സ് ബൈ 300 മൈനസ് എക്സ് എനിക്ക് 2 കിട്ടിയാൽ മതി. ആൻസർ ആയി. ഈ ഭാഗം 2 കിട്ടിയാൽ എന്റെ പ്രശ്നം കഴിഞ്ഞു. ഈ ഭാഗം 2 കിട്ടിയ കഴിഞ്ഞു. ഈ ഭാഗം 2 ആണ്. ഈ പാർട്ട് 2 ആണ്. അങ്ങനെ 2 കിട്ടണമെങ്കിൽ എക്സ് എത്ര ആവണം? സോ അങ്ങനെയാണെങ്കിൽ മക്കൾ പറ, എക്സ് എത്ര? എക്സ് 200. എക്സ് 200. അപ്പൊ 300 മൈനസ് എക്സ് എത്ര? ദാറ്റ് ഈസ് 100. അപ്പൊ ഇത് 200 ബൈ 100 2 അല്ലേ? ലോഗ് 2യുടെ വാല്യൂ അല്ലേ 0.3? യാ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ആരോടെ ചോദിച്ചത് നമ്മളോട്? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? വോള്യൂം ഓഫ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിന്റെ വോള്യൂം ഈസ് 100. സോ ബെൻസോയിക് ആസിഡിന്റെ വോള്യൂം 100 ആയിരിക്കും. വോള്യൂം ഓഫ് ബെൻസോയിക് ആസിഡ് ഈസ് 100. ചെയ്തത് മനസ്സിലായോ? സിമ്പിൾ ആണ്. നോർമൽ ബഫറിന്റെ ഇക്വേഷനിൽ ഡയറക്റ്റ് പി എച്ച് തരാതെ വോള്യൂം ചോദിച്ചു. എല്ലാ നമ്പറിന്റെയും ലോഗ് വാല്യൂ പഠിക്കണ്ട. ഒരു 4 ലോഗ് വാല്യൂ പഠിക്കാം. ആ ലോഗ് വാല്യൂ ഉപയോഗിച്ച് ബാക്കി കണ്ടാൽ മതി. ഞാൻ പറയാം ഏതൊക്കെ പഠിക്കേണ്ടത്. കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, നോക്ക്. ലോഗ് ഏതൊക്കെ പഠിക്കേണ്ടതെന്ന് അറിയോ? ലോഗ് 2. ലോഗ് 1 0 ആണ്, അപ്പൊ പഠിക്കണ്ട. ലോഗ് 2 0.3 ആണ്. ലോഗ് 3 0.47 ആണ്. ലോഗ് 5 0.69 ആണ്. ലോഗ് 7 0.84 ആണ്. ഈ 4 ലോഗ് പഠിച്ചാൽ മതി. ഈ 4 ലോഗ് 2, ലോഗ് 3, ലോഗ് 5, ലോഗ് 7. ഇത് വെച്ച് നിങ്ങൾക്ക് മെജോറിറ്റി ലോഗും നേരിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ തിരിച്ചു വരാം. അടുത്ത ക്വസ്റ്റിനോട് വരാം. സമയം കളയേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ റിയാക്ഷൻ N2O4 gives to NO2, KP തന്നിട്ടുണ്ട്. KC ഫോർ ദ റിയാക്ഷൻസ്. നിങ്ങൾ വേഗം ചെയ്തേ. KC തന്ന് KP ചോദിച്ചു 2024 കേട്ടോ. എന്താ ഇക്വേഷൻ? KC is equal to KP is equal to KC into RT raised to delta NG, where KC is equal to KP into RT raised to minus delta NG. So വേഗം കൊടുക്ക്. where KC is equal to KP എത്ര? 0.492 into R-ന്റെ വാല്യൂ എത്ര? 0.08. 0.08നെ ഞാൻ 1/12 എന്ന് എഴുതുന്നുണ്ട്. 0.08നെ 1/12 എന്ന് എഴുതിട്ടോ. ടെമ്പറേച്ചർ എത്രയാ തന്നെ? 300. റേസ് ടു ഡെൽറ്റ എൻ ജി എത്രയാടാ? 2 മൈനസ് 1 മൈനസ് 1. സോ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്ക്, എത്ര കിട്ടും? 12/300 എത്ര? 25.
ആൻസർ എത്ര വന്നു? ആൻസർ 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 0.492 ഡിവൈഡ് ബൈ 25. 500 എത്ര 25 ഉണ്ടോ നോക്കടാ. 500 എത്ര 25 ഉണ്ട്? എന്നാ വേണ്ട 50. കറക്റ്റ് ആൻസർ ഇവിടെ കിട്ടി. 50 ഇൻറ്റു 25 ഇൻറ്റു -2 2ആണ് ആൻസർ. കൺഫ്യൂഷൻ ഇങ്ങോട്ട് പോവാൻ ഞാൻ പറഞ്ഞുതരാം. 2 ആണ് ആൻസർ. കൺഫ്യൂഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും എങ്ങനെ 2 കിട്ടിയെന്ന്. 0.492 ഇവിടെ 10⁻² ഇല്ലടാ ഇവിടെ ഇയാളെ കൂടെ. അപ്പൊ ഞാൻ 0.492 എന്ത് ചെയ്ത് 49.2 എന്നാക്കി. അത് അപ്രോക്സിമേറ്റ്ലി 50 എടുത്തു. 50/25 2. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് 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 യെസ്. നെക്സ്റ്റ് വൺ. ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. A gives B plus C/2 correct relation between Kp alpha and equilibrium pressure. Kp alpha equilibrium pressure തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞത് എങ്ങനെ റിലേഷൻ എഴുതാം ജസ്റ്റ് ഒന്ന് കേൾക്കട്ടോ. A plus B gives C plus D. മക്കളെ ഇനീഷ്യൽ ഇവിടുത്തെ മോൾ നമുക്ക് M ആക്കി എടുക്കാം. ഇവിടെ N 0 0 ഇനീഷ്യലി. ഇക്വിലിബ്രിയം എത്തുമ്പോൾ M മൈനസ് ഇവിടുന്ന് റിയാക്ട് ചെയ്യുന്ന എത്ര മോൾ ഉണ്ട് അവിടെ? A മോൾ അല്ലേ? അപ്പൊ A ആൽഫ അല്ലെങ്കിൽ AX, ഇവിടെ ആൽഫ എന്നാ കൊടുത്തത്, അല്ലെങ്കിൽ AX. N മൈനസ് ഇവിടെ B മോൾ അല്ലേ ഉള്ളത്, അപ്പൊ B ആൽഫ. ഇവിടെ A മോൾ ആയതുകൊണ്ട് A ആൽഫ, B മോൾ ആയതുകൊണ്ട് B ആൽഫ. ഇവിടെ C മോൾ അല്ലേ, അപ്പൊ C ആൽഫ. ഇവിടെ D മോൾ അല്ലേ, അപ്പൊ D ആൽഫ. ഇതാണ് സ്റ്റോഷിയോമെട്രി എഴുതല്. ഇനി KC ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ നോക്കൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് C⁻C ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് D⁻D ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് A⁻A ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് B⁻B ഇൻറ്റു 1/V⁻∆Ng. ആരെ കാണാൻ? KC യെ കാണാൻ. കാണാൻ പറഞ്ഞത് KP ആണെങ്കിൽ സെയിം ഇക്വേഷൻ ഇവിടെ എങ്ങനെ കൊടുക്കുക, ഇൻറ്റു P total by sigma n raised to delta Ng. ഈ രണ്ട് ഇക്വേഷൻ കൊടുക്കുക KC കാണാനും KP കാണാനും. ഫസ്റ്റ് വൺ ഈസ് KC ആൻഡ് സെക്കൻഡ് വൺ ഈസ് KP. ആദ്യം KC കാണാനുള്ള ഇക്വേഷൻ ആണ്, രണ്ടാമത്തത് KP കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. റെഡി അല്ലേ? നോട്ട് ചെയ്തില്ലേ? ഈ എഴുതാൻ ക്ലിയർ ആണോ? ഈ എഴുതി പഠിച്ചോ നിങ്ങൾ? നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അങ്ങനെയാണെങ്കിൽ A gives B plus C/2. ഓക്കെ. ഇനീഷ്യലി നമ്മളോട് എന്താ ചോദിച്ചത്? റിലേഷൻ ബിറ്റ്വീൻ KP ആൽഫ ആൻഡ് ഇക്വിലിബ്രിയം പ്രഷർ P നോക്കാം. ഇനീഷ്യലി ഇവിടെ 1 ഇട്ടു, 1 0 0. ഇനി എങ്ങനെ എഴുതാ? 1 മൈനസ് പറ. എത്ര മോളാ? 1 മോളല്ലേ? ഇവിടെ നോക്കിയേ, A മോൾ ആണെങ്കിൽ A ആൽഫ, B മോൾ ആണെങ്കിൽ B ആൽഫ, C മോൾ ആണെങ്കിൽ C ആൽഫ, D മോൾ ആണെങ്കിൽ D ആൽഫ. 1 മോൾ ആണെങ്കിൽ ആൽഫ. ഇവിടെയും 1 മോൾ അല്ലേ, അപ്പൊ ആൽഫ. ഇവിടെ ഹാഫ് മോൾ അല്ലേ, അപ്പൊ α/2. ക്ലിയർ ആണോ? 1 മൈനസ് ആൽഫ α/2. ഓക്കെ ആണോ? യെസ്.
ഇനി മക്കൾസ് പറ കെ പി എങ്ങനെയാണ് എഴുതുക? കെ പി ഇസ് ഈക്വൽ ടു പ്രഷർ ഓഫ് ബി ഇൻറ്റു പ്രഷർ അല്ല നമ്പർ ഓഫ് മോൾ വെച്ച് നമുക്ക് എഴുതാം അല്ലേ, എൻ ബി റേസ് ടു 1 ഇൻറ്റു ഒരു ബി എ ഉള്ളൂ പ്രൊഡക്റ്റ് സൈഡിൽ, എൻ സി റേസ് ടു ഹാഫ് ആണ് അയാളെ മോൾസ്, ഡിവൈഡ് ബൈ എൻ എ റേസ് ടു എ. എൻ എ റേസ് ടു എ. സർ ഈ വാല്യൂ കൊടുത്ത ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുത്താൽ മാർക്ക് കിട്ടും. ഏതിലാടാ വാല്യൂ കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ അപ്രോക്സിമേറ്റ് പ്ലസ് ഓർ മൈനസ് ഉണ്ട്, എറർ ഉണ്ടോ, ചെറിയ വേരിയേഷൻ ഉണ്ടാകും, ഇത്ര പ്ലസ് ഓർ മൈനസ് വേരിയേഷൻസ് ഉണ്ടാകും, ഇത്ര കൂടാ ഇത്ര കുറെ, അതിനനുസരിച്ച് മാർക്കിൽ ചേഞ്ചസ് ഉണ്ടാകും. മീൻസ് മാർക്കിലല്ല വാല്യൂസിൽ, ഷാർപ്പല്ല, അതിന്റെ പ്ലസ് ഓർ മൈനസ് നേരിയ ഡിഫറൻസ് ഉണ്ടാവും. കറക്റ്റാ തന്നെ അല്ലെങ്കിലും ചെറിയൊരു പ്ലസ് ഓർ മൈനസ് വരും കേട്ടോ. അപ്പൊ ഇത് നോക്കേ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവർ കെ പി ഇസ് ഈക്വൽ ടു, ഇനി വരണ്ടേ നമ്മൾ കെ പി ആണുള്ള ഇക്വേഷൻ എന്താ, പി ടോട്ടൽ ബൈ സിഗ്മ എൻ റേസ് ടു ഡെൽറ്റ എൻ ജി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. എൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എത്ര, ആൽഫ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സി എത്ര, ആൽഫ ബൈ 2 റേസ് ടു ഹാഫ് ഇൻറ്റു ബൈ എൻ എ എത്ര 1 മൈനസ് ആൽഫ ഇൻറ്റു പി ടോട്ടൽ ബൈ ടോട്ടൽ സിഗ്മ എത്രയാണ് അതെല്ലാം കൂടെ കൂട്ടിയ ടോട്ടൽ മോൾസ് 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ ബൈ 2, ദാറ്റ് ഈസ് 1 പ്ലസ് ആൽഫ ബൈ 2, 1 പ്ലസ് ആൽഫ ബൈ 2 റേസ് ടു ഡെൽറ്റ എൻ ജി. ഡെൽറ്റ എൻ ജി എത്രയാണ്, ഹാഫ്. ഡെൽറ്റ എൻ ജി ഹാഫ്. ഇനി ഇതിൽ ഏതാ വരിക നോക്ക്, എനിക്ക് ആൻസർ ഇപ്പൊ തന്നെ കിട്ടി. ഈ റിലേഷൻ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തി. അതെങ്ങനെ, പി റേസ് ടു ഹാഫ്, പി റേസ് ടു ഹാഫ് ഉള്ള ഇക്വേഷൻ, ഇത് പി റേസ് ടു ഹാഫ്, ഇതും പി റേസ് ടു ഹാഫ്, ഇതും പി റേസ് ടു ഹാഫ്. ഈ ഇക്വേഷൻ ഓപ്ഷൻ അല്ല. നെക്സ്റ്റ് ആൽഫ റേസ് ടു എത്ര വരേണ്ടത്, ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു 1/2 എത്ര വരും, ഈ ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു 1/2 എത്രയുടെ വരിക, 2 റേസ് ടു 1 ഇൻറ്റു റൂട്ട് 2 എത്ര, 2 ഇൻറ്റു റൂട്ട് 2 എത്ര, 2 ഇൻറ്റു റൂട്ട് 2 2 റേസ് ടു 3/2 അല്ലേ. സോ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൽഫ റേസ് ടു 3/2, ആൽഫ റേസ് ടു 3/2 വരുന്ന ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ, ദാറ്റ് ഇസ് ബി. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. ബാക്കി നിങ്ങൾ നോക്കേ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും, നിങ്ങൾ നോക്ക്. 2 പ്ലസ് ആൽഫ 1 മൈനസ് ആൽഫ റെഡി അല്ലേ? ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മനസ്സിലായോ നിങ്ങൾക്ക്? ഇക്വേഷൻ ഈ കോളം ഞാൻ ഉണ്ടാക്കിയത് മനസ്സിലായോ? ഇത് ക്ലിയർ ആണോ? ഈ കോളം ഓക്കെ ആണോ? അത് വെച്ചുണ്ടാക്കിയാൽ മതി. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കേപ്പ് എഴുതി പഠിക്കുക. ഞാൻ എഴുതി പ്രൊഡക്റ്റ് സൈഡിൽ ഒരു ബി, അപ്പൊ എൻ ബി റേസ് ടു 1, ഹാഫ് സി, അപ്പൊ എൻ സി റേസ് ടു 1/2, 1 എ എൻ എ റേസ് ടു എ, അതേ രൂപത്തിൽ ഞാൻ കൊടുത്തു, ഇൻറ്റു പി ടോട്ടൽ ബൈ ഹോൾ നമ്പർ ഓഫ് മോൾ റേസ് ടു ഡെൽറ്റ എൻ ജി. ഡെൽറ്റ എൻ ജി എന്ന് പറഞ്ഞ ഇക്വേഷൻ നോക്കി, 1 പ്ലസ് 1/2 മൈനസ് 1 ഈസ് ഈക്വൽ ടു ഹാഫ്. ഡെൽറ്റ എൻ ജി ഹാഫ്, പി ടോട്ടൽ ഉണ്ട്, എൻ ടോട്ടൽ എത്ര എല്ലാം കൂടെ കൂട്ടി 1 മൈനസ് ആൽഫ പ്ലസ് ആൽഫ പ്ലസ് ആൽഫ ബൈ 2, ദാറ്റ് ഇസ് 1 പ്ലസ് ആൽഫ ബൈ 2. ഒരു ബ്രേക്ക് വേണമല്ലേ? യെസ്. ബ്രേക്ക് ചെയ്താൽ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ തിരിച്ചു വരില്ല.
ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 2 o'clock വരെ കണ്ടിന്യൂ ചെയ്തെടുത്ത് തീർക്കാന്ന് വിചാരിക്കുന്നത്. ബ്രേക്ക് ചെയ്താൽ തിരിച്ച് ടൈം വരണേ, ഉള്ള ആളുകൾ കംപ്ലീറ്റ് വരണം. ബ്രേക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾ തിരിച്ചു വരൂല, ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പോകും, പിന്നീട് തിരിച്ചു വരൂലേ? കറക്റ്റ് തിരിച്ചെത്തൂല ടൈമിന്. ഓക്കെ, നൗ ടൈം എത്രയാ? 11:52. നമുക്ക് 12 അപ്രോക്സിമേറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞ പ്ലസ് ഓർ മൈനസ് എറർ ഉണ്ടാവും. ഒരു 12 ഒരു 15 മിനിറ്റ് ബ്രേക്ക് ചെയ്യാം. ഒരു 12:05 തുടങ്ങാം. വേഗം പോയിട്ട് വാട്ടോ, എന്നിട്ട് ബാക്കി കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, സെഷൻ ബി ഞാൻ പറഞ്ഞല്ലോ, സെഷൻ ബിയിൽ ചെറിയൊരു എറർ, അപ്രോക്സിമേഷൻ പ്ലസ് ഓർ മൈനസ് ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ.
എത്തി ഞാനെത്തി. So we are back. Okay. ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് നോക്ക്. അടുത്ത ദിവസത്തിലേക്ക് എൻ്റർ ചെയ്യല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയല്ലേടാ? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്ക്. എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ഡി. ഇയാളെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 100 ആണ്. എ പ്ലസ് ബി ഗീവ്സ് സി പ്ലസ് ഡി. Equilibrium constant to an Kelvin, A plus B, C plus D is 100. Kc is equal to 100. Okay. Then equilibrium concentration of D ആണ്. നിങ്ങൾക്ക് നോർമലി എങ്ങനെയാടാ പറഞ്ഞത്? ഓൾ സ്പീഷീസ് ഒന്നാക്കി എടുക്കാൻ നിങ്ങൾ എല്ലാവരും 1 ആക്കി എടുക്കും. 1 1 1 1. ഇനി 100 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്നറിയോ? Kc 100 ആണെങ്കിൽ റിയാക്ഷൻ എങ്ങോട്ടാണ് നടന്നിട്ടുണ്ടാവുക? മുന്നോട്ടാണ്. Kc ലെസ് ദാൻ 10⁻³ ആണെങ്കിൽ റിയാക്ഷൻ ബാക്കോട്ടാണ് നടക്കുക. ആ ഒരു കണക്ഷൻ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? Kc ഗ്രേറ്റർ ദാൻ 10⁻³ റിയാക്ഷൻ എക്സ്റ്റെൻഡഡ് ടു ഓൾമോസ്റ്റ് കംപ്ലീഷൻ. Kc ലെസ് ദാൻ 10⁻³ ഡിഫിക്കൽട്ട് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞത്. ഹിയർ കേസിന്റെ വാല്യൂ തന്നത്, ഇവിടെ കേസിന്റെ വാല്യൂ തന്നത് എത്രയാ? ഒരു മിനിറ്റ്. ഇവിടെ കേസിന്റെ വാല്യൂ 100 തന്നത്. ക്ലിയർ ആക്കി വെക്കണേ പറയുന്ന കാര്യങ്ങൾ. Kc 100 തന്നത്. ഈ Kc ലെസ് ദാൻ 10⁻³ ആണെങ്കിൽ ബാക്കിലേക്ക് നടക്കുള്ളൂ. അപ്പൊ Kc 100 ആണെങ്കിൽ റിയാക്ഷൻ മുന്നോട്ടാ നടന്നത് എന്ന് മനസ്സിലായി. മുന്നോട്ട് നടന്നാൽ റിയാക്ടന്റ് കുറയും. നേരത്തെ പറഞ്ഞ പോലെ ആൽഫ വെച്ച് എഴുതിയേ. 1 മോൾ എ ആയതുകൊണ്ട് 1 ആൽഫ, 1 മോൾ ബി ആയതുകൊണ്ട് 1 ആൽഫ, 1 മോൾ സി ആയതുകൊണ്ട് 1 പ്ലസ് ആൽഫ, 1 മോൾ ഡി ആയതുകൊണ്ട് 1 പ്ലസ് ആൽഫ. ഇവിടെ പ്ലസ് ഇടാൻ കാരണം ഓൾറെഡി 1 ഉണ്ട്. ആ 1 1 പ്ലസ് ആൽഫ, 1 പ്ലസ് ആൽഫ, 1 മൈനസ് ആൽഫ, 1 മൈനസ് ആൽഫ. ഓക്കെ ആണോ മക്കളെ? ഒന്ന് പറ. യെസ്. ഇനി നിങ്ങൾ നേരിട്ട് കണ്ട പോരെ? പ്രൊഡക്റ്റ് സൈഡിൽ ആരാ? സി ഇൻറ്റു ഡി. റിയാക്ടൻറ്റ് സൈഡിൽ എ ഇൻറ്റു ബി. സോ സിമ്പിൾ. 1 പ്ലസ് ആൽഫ ഹോൾ സ്ക്വയർ ബൈ 1 മൈനസ് ആൽഫ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100. അപ്പൊ 1 പ്ലസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഈക്വൽ ടു 10. രണ്ട് സൈഡും റൂട്ട് എടുത്തു. ഓക്കെ, രണ്ട് സൈഡും ഞാൻ റൂട്ട് എടുത്തു. നെക്സ്റ്റ് ഞാൻ എത്ര ആൽഫല്ലേ ചോദിച്ചത് നിങ്ങളോട്? 1 പ്ലസ് ആൽഫ എത്ര? ഹിയർ 1 പ്ലസ് ആൽഫ ബൈ 1 മൈനസ് ആൽഫ 10 ആണെങ്കിൽ 1 പ്ലസ് ആൽഫ ഈക്വൽ ടു 10 മൈനസ് 10 ആൽഫ. വേർ 10 ആൽഫ ഈക്വൽ ടു 10 ആൽഫ വേണ്ട, ആൽഫന് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. 11 ആൽഫ ഈക്വൽ ടു 9. വേർ ആൽഫ ഈക്വൽ ടു 9/11. 9/11 എത്ര? ആൽഫ ഈക്വൽ ടു 9/11. 9/11 വാല്യൂ എത്രയാടാ? 9/11. 9/11 ഈക്വൽ ടു യെസ് 90/11. 90/11 എന്ന് പറഞ്ഞാൽ എത്ര? 0.8 സംതിങ്. സോ 0.8. കോൺസെൻട്രേഷൻ ഓഫ് ഡി അല്ലേ ചോദിച്ചത്? കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ആൽഫയാണ്. So concentration of D is equal to 1 plus alpha, so 1.8.
1.8 ഉണ്ടാ? യാ, 1.8 ഇവിടെ ഓപ്ഷൻ 4. ഓപ്ഷൻ 4. യെസ്. The next one. Total pressure when A plus B gives A B is B. നോക്കണേ. ഓക്കെ. അതിന് നമ്മൾ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഓരോന്നും ഓരോ ടൈപ്പാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക ചെയ്യുന്നത്. A gives B plus C, കൺഫ്യൂഷൻ ഇല്ല, എഴുതി. D gives C, കൺഫ്യൂഷൻ ഇല്ല, എഴുതി. അതിന്റെ കൂടെ ഇയും കൂടെ ഉണ്ട് കേട്ടോ, ഈ ഞാൻ വിട്ടു. ഇവിടെ സി ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്. KP1 KP2 തന്നു. The total pressure when both solids dissociate simultaneously. ഈ രണ്ട് സോളിഡും ഒരേ സമയം ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ടോട്ടൽ പ്രഷർ എത്രയാണ് നോക്കാം. നോക്കിക്കോ. A gives B plus C. D gives C plus E. ഇവിടെ രണ്ടാൾ കോമൺ ഉണ്ട്, സി കോമൺ ഉണ്ട്. അത് കൺഫ്യൂഷൻ ആക്കാൻ ഞങ്ങളോട് ചോദിക്കുന്നത്. ഇത് സോളിഡ്, ഇത് സോളിഡ്. റിമെയിൻസ് രണ്ട് സൈഡിലും എല്ലാവരും ഗ്യാസ്. അപ്പൊ നോക്ക്, ഇയാൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പി, പ്രഷർ പി. ഇയാൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ P1 എനിക്ക് P' കിട്ടി. സോ ഒന്നുകൂടെ ഞാൻ പറയുന്നത്, ഈ എ ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടിയ പ്രഷറാണ് പി. ഡി ഡിസോസിയേറ്റ് ചെയ്താൽ കിട്ടിയ പ്രഷറാണ് P'. അപ്പൊ ഈ സി എന്ന് പറഞ്ഞാൽ രണ്ടോടത്തും ഉണ്ടല്ലോ, സി രണ്ട് ടേമിലും ഇല്ലേ. അപ്പൊ ഈ സിയുടെ പ്രഷറായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് എന്താ അറിയോ? പിയും ഉണ്ട്, P' ഉണ്ട്. ഈ സി എടുക്കുമ്പോഴും P plus P' എന്ന് എഴുതണം. അപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താടാ? സോ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്ക്. ടോട്ടൽ പ്രഷർ വെൻ ഇവിടുത്തെ KP1 X, ഇവിടുത്തെ KP2 Y. ഫസ്റ്റ് ഇക്വേഷനിലെ KP എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഇക്വേഷനിലെ KP എന്ന് പറഞ്ഞാൽ പ്രഷർ ഓഫ് B ഇൻറ്റു പ്രഷർ ഓഫ് C. എന്താടാ വരിക? P ഇൻറ്റു P പ്ലസ് P', അതാണ് X. സെക്കൻഡ് ഇക്വേഷനിലെ KP എന്ന് പറഞ്ഞാലോ PC ഇൻറ്റു PE, ദാറ്റ് ഇസ് P' ഇൻറ്റു P പ്ലസ് P', അതാണ് Y. ഇവിടെ എന്താ ടോട്ടലല്ലേ ചോദിച്ചത്? ടോട്ടലല്ലേ ചോദിച്ചത്? ടോട്ടൽ എന്താ കിട്ടണം നമുക്ക്? ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ ഈക്വൽ ടു പറഞ്ഞോ. അതിന് P1 P' ഒക്കെ വാല്യൂ കിട്ടിയാൽ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? X പ്ലസ് Y കാണാം. X പ്ലസ് Y എന്താ വരിക? നോക്കി, X പ്ലസ് Y എന്താ വരിക? X പ്ലസ് Y എന്ന് പറഞ്ഞാൽ P ഇൻറ്റു P P' എന്താ വരും ഇത് മാത്തമാറ്റിക്കലി? X പ്ലസ് Y എന്താ വരിക ഒന്ന് പറഞ്ഞേ. ഇത് X, ഇത് Y. X പ്ലസ് Y എന്താ വരിക? ഞാൻ പറയുന്നു, നിങ്ങൾ മാത്തമാറ്റിക്കലി സ്ട്രോങ് ആണെങ്കിൽ P ഇൻറ്റു P' ഹോൾ സ്ക്വയർ. അതെന്താ? P² പ്ലസ് 2P1 P2 2P' P, അതല്ല X പ്ലസ് Y. നോക്കി, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് നോക്കി, P² പ്ലസ് 2P1 പ്ലസ് P1² അല്ലേ? A² പ്ലസ് 2AB പ്ലസ് B². അപ്പൊ P പ്ലസ് P1 ഹോൾ സ്ക്വയർ ആണ് X പ്ലസ് Y. ഓക്കെ, അപ്പൊ P പ്ലസ് P' എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് റൂട്ട് X പ്ലസ് Y ആണ്. റൂട്ട് X പ്ലസ് Y ആണ് P'. ഇനി ടോട്ടൽ പ്രഷർ ഒന്ന് കണ്ടേ. ഇതെല്ലാം കൂടെ ഒന്ന് ഓവറോൾ ആയിട്ട് എഴുതാൽ മതി. ടോട്ടൽ പ്രഷർ ഈക്വൽ ടു എങ്ങനെയായിരുന്നു? പ്രഷർ ഓഫ് B ഞാൻ എടുത്തു P പ്ലസ് പ്രഷർ ഓഫ് C നമ്മൾ എങ്ങനെ എടുത്തു? പ്രഷർ ഓഫ് C P'. രണ്ട് പ്രഷർ ഓഫ് C ഉണ്ട് അല്ലേ? പ്രഷർ ഓഫ് C പ്ലസ് പ്രഷർ ഓഫ് E ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. പ്രഷർ ഓഫ് B പ്ലസ്, നോക്കണേ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, പ്രഷർ ഓഫ് C പ്ലസ് പ്രഷർ ഓഫ് E. ഈ മൂന്ന് പ്രഷർ കൂടെ കൂട്ടിയ ടോട്ടൽ പ്രഷർ ആയില്ലേ? റെഡി? എന്താ വരുന്നത്? പ്രഷർ ഓഫ് B P, പ്രഷർ ഓഫ് E P', പ്രഷർ ഓഫ് C P പ്ലസ് P'. That is, the answer is 2 into P plus P'. That is എന്താണ് വരിക? 2 into root X plus Y.
ഒന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ നോക്കും. ഇത് മാത്തമാറ്റിക്സ് വേറെ ഒന്നുമില്ല. കൺഫ്യൂഷൻ ഉണ്ടാവും, ക്ലിയർ ആയി ഉണ്ടാവില്ല, തലകുത്തി നിന്നിട്ടും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടോ? ഞാൻ അവരോട് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നു കേട്ടോ. ആദ്യം ഈ എഴുതിയത് മനസ്സിലായി? ഞാൻ സാധാരണ ചോദിക്കാം, ഈ എഴുതിയത് മനസ്സിലായോ? ഫസ്റ്റ് ഈ എ പ്ലസ് ബിയിൽ ഞാൻ ഇവിടെ പിയും ഇവിടെ പി പ്ലസ് പി ഡാഷും ഇവിടെ പി ഡാഷും ഇവിടെ പി പ്ലസ് പി ഡാഷും ഇട്ടത് മനസ്സിലായോ? സി കോമൺ രണ്ടോടത്തും വരുന്നുണ്ട്, പിയിലും വരുന്നുണ്ട് പി ഡാഷിലും വരുന്നുണ്ട്. പറയും ആ വാല്യൂ കൊടുത്ത് ക്ലിയർ ആണോ? അതായത് എ ഡിസോസിയേറ്റ് ചെയ്യുമ്പം ബിയും സിയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എയിൽ നിന്നുണ്ടാകുന്ന പ്രഷറാണ് പി. ദെൻ സിയുടെ പ്രഷറും പി ആണ്. അപ്പൊ ഇതും പി ഇതും പി. ഇവിടെ ഇതും പി ഡാഷ് ഇവിടെ ഇതും പി ഡാഷ്. അപ്പൊ സിക്ക് ഏതൊക്കെ പ്രഷർ വരുന്നുണ്ട്? എ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പിയും ഉണ്ട്, ഡി ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പി ഡാഷും ഉണ്ട്. അപ്പൊ ഈ സി കോമൺ അല്ലേ, രണ്ട് സൈഡിലും സി ഇല്ലേ? അപ്പൊ സിന്റെ പ്രഷർ ആയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? പി പ്ലസ് പി ഡാഷ് എന്ന് എഴുതാം. മനസ്സിലായോ മക്കളെ? എയിൽ നിന്നും ഒരു പ്രഷർ ഉണ്ട്, ഡിയിൽ നിന്നും ഒരു പ്രഷർ ഉണ്ട്. എയിൽ നിന്ന് കിട്ടുന്ന പ്രഷർ പി, ഡിയിൽ നിന്ന് കിട്ടുന്ന പ്രഷർ പി ഡാഷ്. സിക്ക് ഇവിടെ നിന്നൊക്കെ പ്രഷർ കിട്ടുന്നത് എ എന്നും കിട്ടുന്നുണ്ട് ഡി എന്നും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സിയുടെ പ്രഷർ പി പ്ലസ് പി ഡാഷ്. ഒന്ന് റിപ്ലൈ താ. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ ഈ കാര്യം? ഈ എഴുതിയ ഇക്വേഷൻ ഓക്കെ ആണോ? പഴയൊരു ക്വസ്റ്റ്യൻ 2014-19 ഇതൊക്കെ ചെയ്ത് പഠിക്കുക. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തന്നെ വരാം. ഇത് നോർമലി ഇതാ, ഈ കോമൺ ടേം വന്നു കഴിഞ്ഞാൽ പ്രഷർ കോമൺ ആയിട്ട് എടുത്താൽ മതി. കോമൺ ടേം വന്നു കഴിഞ്ഞാൽ പ്രഷർ കോമൺ ആയിട്ട് എടുത്താൽ മതി. സിക്ക് പ്രഷർ പി എന്നും കിട്ടുന്നുണ്ട് പി ഡാഷ് എന്നും കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ കെ പി എന്ന് പറഞ്ഞാൽ പി ബി ഇൻറ്റു പി സി, അത് പി ഇൻറ്റു പി ഡാഷ് എക്സ് വൈയും കിട്ടി. ദെൻ എക്സ് പ്ലസ് വൈ ചെയ്തു, പി പ്ലസ് പി ഡാഷ് ഹോൾ സ്ക്വയർ. അപ്പൊ പി പ്ലസ് പി ഡാഷ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് വൈ. എന്നിട്ട് പി ടോട്ടൽ നോക്കി. പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ പി ബിന്റെ പ്രഷർ, പി സിന്റെ പ്രഷർ, പിയുടെ പ്രഷർ. ഓരോ പ്രഷറും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓരോ പ്രഷറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തു. പി ബിന്റെ പ്രഷർ പി ആണ്, ഇത് പി പ്ലസ് പി ഡാഷ് ആണ്, ഇത് പി ഡാഷ് ആണ്. രണ്ടുകൂടെ കൊടുത്തപ്പോൾ 2 ഇൻറ്റു പി പി ഡാഷ് കിട്ടി. ദാറ്റ് ഇസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ആൻസർ 2 കിട്ടി. കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഒന്ന് നോക്കട്ടെ, ഇരുന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. കുറച്ച് ഒരു മാത്തമാറ്റിക്കൽ ടച്ച് ഉള്ള പ്രോബ്ലംസ് എന്നുള്ളൂ, സീനൊന്നുമില്ല. ഇതൊന്ന് പറഞ്ഞേ നിങ്ങള്, ഇതേപോലെ ക്വസ്റ്റ്യൻസ് എത്ര വരുന്നുണ്ട്? അങ്ങനെ ഹെവി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ടൈം കളയാല്ലെങ്കിൽ വിട്ടേക്ക്. എന്നൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്തും ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റും. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വിലിബ്രിയ കെ പി നോട്ട് ഈക്വൽ ടു കെ സി? ഒന്ന് പറഞ്ഞേ. കെ പി is equal to എന്താ ഇക്വേഷൻ? കെ പി is equal to കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ജി. അപ്പൊ എന്താ ചെയ്യുക? കെ പി is equal to കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ജി. ഡെൽറ്റ എൻ ജി 0 ആണെങ്കിൽ കെ പി ഈക്വൽ ടു കെ സി. കെ പി നോട്ട് ഈക്വൽ ടു കെ സി അവൻ എന്താ ചെയ്യടാ? ഡെൽറ്റ എൻ ജി നോട്ട് ഈക്വൽ ടു 0. ഏത് ഇക്വേഷനാ നോക്ക്? ഡെൽറ്റ എൻ ജി നോട്ട് ഈക്വൽ ടു 0. ഏതോ ഒരു ഇക്വേഷനിൽ ഡെൽറ്റ എൻ ജി നോട്ട് ഈക്വൽ ടു 0 ആണ്. അത് ഏത് ഇക്വേഷനാന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ഏതോ ഒരു ഇക്വേഷനിൽ ഡെൽറ്റ എൻ ജി നോട്ട് ഈക്വൽ ടു 0 ആണ്. ഒന്ന് പറഞ്ഞ ഏതായിരിക്കും ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ എടുത്തോ. ഫസ്റ്റ് ഇക്വേഷനിൽ ഡെൽറ്റ എൻ ജി എത്ര? പ്രൊഡക്റ്റ് സൈഡിൽ 2 ഗ്യാസ്, റിയാക്ടന്റ് സൈഡിൽ 1 ഗ്യാസ്. ദാറ്റ് ഈസ് 1. ബാക്കിയുള്ളവർ പോയോ? ഇല്ലല്ലോ, ഇല്ല. യെസ്, ഫസ്റ്റ് ഇക്വേഷൻ ആൻസർ കിട്ടി. സെക്കൻഡ് നോക്കിയേ 2 - 2. തേർഡ് നോക്കിയേ 2 - 2. ഫോർത്ത് നോക്കിയേ 2 - 2. ബാക്കിയൊക്കെ 2 - 2 2 - 2 2 - 2. മധ്യയുടെ ആൻസർ ഓപ്ഷൻ 1 ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ. The next is, which of the following reaction increase in the volume of container will favor the formation of product? Volume increase ചെയ്തപ്പം formation of product favor ചെയ്ത റിയാക്ഷൻ ഏതാണെന്നാണ്. ഓക്കെ, വോള്യം കൂട്ടിക്കഴിഞ്ഞാൽ വോള്യം ഓഫ് ദി കണ്ടെയ്നർ വിൽ ഫേവർ ദ ഇൻക്രീസ് ദ വോള്യം ഓഫ് container will favor the formation of product.
നോക്കിയേ, ഏതായിരിക്കും ആൻസർ? ഓരോന്നിനും ഡെൽറ്റ എൻ ജി നോക്കിയേ. ഈ റിയാക്ഷനിൽ വോള്യം കൂടി, കാരണം ഡെൽറ്റ എൻ ജി പോസിറ്റീവ്. ഈ സെക്കൻഡ് റിയാക്ഷനിൽ ഡെൽറ്റ എൻ ജി 0. തേർഡ് റിയാക്ഷനിൽ ഡെൽറ്റ എൻ ജി നെഗറ്റീവ്. ഫോർത്ത് റിയാക്ഷനിലും ഡെൽറ്റ എൻ ജി നെഗറ്റീവ്. ഈ 3 ഇക്വേഷനിലും ഡെൽറ്റ എൻ ജി നെഗറ്റീവ്, ഡെൽറ്റ എൻ ജി നെഗറ്റീവ്. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ ഡെൽറ്റ എൻ ജി പോസിറ്റീവ്. നിങ്ങൾക്ക് ആൻസർ പറയാം, ഒന്ന് വായിച്ചു നോക്ക് ക്വസ്റ്റ്യൻസ്. വെരി ഗുഡ്. 1 1 1 1 1 1 എന്നാ പറയുന്നത്. വോള്യം ഇൻക്രീസ് ചെയ്താൽ അതിനർത്ഥം പ്രഷർ എന്താന്നാണ്? കുറക്കുക എന്നാണ്. പ്രഷർ കുറഞ്ഞു എന്നാണ്. വോള്യം ഇൻക്രീസ് മീൻസ് പ്രഷർ കുറഞ്ഞു. പ്രഷർ കുറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോള്യം കുറഞ്ഞു. അപ്പൊ ഇക്വിലിബ്രിയം എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യേണ്ടത്? ഇക്വിലിബ്രിയം ഷിഫ്റ്റഡ് ടുവേർഡ്സ്, പ്രഷർ കുറഞ്ഞാൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റഡ് ടുവേർഡ്സ് നമ്പർ ഓഫ് മോൾ ഇൻക്രീസിങ് സൈഡ്. പ്രഷർ കൂടിയാൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റഡ് ടുവേർഡ്സ് നമ്പർ ഓഫ് മോൾ ഡിക്രീസിങ് സൈഡ്. പ്രഷർ കൂടിയാൽ വോള്യം കുറയുന്ന സൈഡിലോട്ടും, അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾ കുറയുന്ന സൈഡിലോട്ടും. പ്രഷർ കുറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ കൂടുന്ന സൈഡിലോട്ടും. അതിന്റെ കോൺസെപ്റ്റ് അറിയോ? പ്രഷറിന്റെ കോൺസെപ്റ്റ് അറിയോ? യെസ് ഓർ നോ? വേഗം പറ, പ്രഷറിന്റെ കോൺസെപ്റ്റ് അറിയോ? പ്രഷറിന്റെ കോൺസെപ്റ്റ് അറിയോ? പ്രഷർ ഇക്വിലിബ്രിയത്തിൽ പ്രഷർ ഉണ്ടാക്കുന്ന എഫക്റ്റിന്റെ കോൺസെപ്റ്റ് അറിയോ? യെസ് 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 യെസ്. ഞാൻ പറയുന്നില്ല ആ കോൺസെപ്റ്റ് വെച്ചിട്ട്. അത് പ്രഷർ കൂട്ടിയാലുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രഷർ കുറച്ചാൽ വരിക കേട്ടോ. യെസ്. ദെൻ നെക്സ്റ്റ് വൺ, കോൺജുഗേറ്റ് ബേസ് ഓഫ് ഹൈഡ്രോസോയിക് ആസിഡ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ആസിഡ്? ഹൈഡ്രോസോയിക് ആസിഡ് കേട്ട ആരെങ്കിലും ഉണ്ടോ? ഹൈഡ്രോസോയിക് ആസിഡ് കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോസോയിക് ആസിഡ് ഈസ് N3H ആണ്. N3H നെയാണ് ഹൈഡ്രോസോയിക് ആസിഡ് എന്ന് പറയുക. എഴുതി വെക്കണേ. അസോ കോമ്പൗണ്ട് എന്ന് കേട്ടില്ലേ? ഹൈഡ്രോസോയിക് ആസിഡ് N3H. N3H നെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോസോയിക് ആസിഡ്. ഈ N3H കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ H+ പോയി ടു ഗെറ്റ് N3- കിട്ടുന്നത് N3-. കോൺജുഗേറ്റ് ബേസ് ഓഫ് ഹൈഡ്രോസോയിക് ആസിഡ് ഈസ് N3-. N3- is called conjugate base of hydrozoic acid. Your answer is N3-. Next one. Which of the following salt most basic in aqueous solutions? ഇത് നിങ്ങൾ പറയണം. ഞാൻ നിങ്ങൾക്ക് സോൾട്ട് പറഞ്ഞതാ. ഏതാണ് മോസ്റ്റ് ബേസിക്? സ്ട്രോങ് ബേസിന്റെ സോൾട്ട് ഉണ്ടോ നോക്കിയാൽ മതി. ഇതിൽ സ്ട്രോങ് ബേസിന്റെ സോൾട്ട് ഇതിലുണ്ടോ, അയാളാണ് മോസ്റ്റ് ബേസിക്. ഇതിൽ സ്ട്രോങ് ബേസിന്റെ സോൾട്ട് ഉണ്ടോടാ? വേഗം നോക്ക്, സ്ട്രോങ് ബേസിന്റെ സോൾട്ട് ഉണ്ടോന്ന്. എങ്ങനെ നോക്കാം? പോസ്റ്റ് കാറ്റയോൺ നോക്കിയാൽ മതി. കാറ്റയോൺ 3+, കാറ്റയോൺ 2+, 3+. ഇതിലേതാ സ്ട്രോങ് ബേസിന്റെ കാറ്റയോൺ ഉണ്ടോ? സ്ട്രോങ് ബേസിന്റെ കാറ്റയോൺ ഉണ്ടോ? യെസ്. സ്ട്രോങ് ബേസ് ഏതൊക്കെയാടാ? കാറ്റയോൺ ആയിട്ട് ആരാ വരാൻ പാടുള്ളൂ? എസ് ബ്ലോക്ക്, എക്സെപ്റ്റ് ലിത്തിയം, ബെറിലിയം, മഗ്നീഷ്യം. ഇതല്ലാതെ ഏത് എസ് ബ്ലോക്ക് വന്നാലും ആ സാൾട്ട് സ്ട്രോങ് ആണ്. യെസ്, കൺഫ്യൂഷൻ വേണ്ട, അതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഓപ്ഷൻ 1 സിമ്പിൾ ആണ് കൺസെപ്റ്റ്. നെക്സ്റ്റ്, മോളാർ സൊല്യൂബിലിറ്റി ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇൻ 0.2 മോളാർ NaOH. ഈ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 90-ലെ ക്വസ്റ്റ്യൻസ്, മെനി ടൈംസ് സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സോൾട്ടിന്റെ സൊല്യൂബിലിറ്റി ഇൻ വേറൊരു സാൾട്ടിൽ. നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണം, ഈ തന്ന സോൾട്ടിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇത് സ്പാരിംഗ്ലി സൊല്യൂബിളാ, ഭാഗികമായി സൊല്യൂബിളായി കിടക്കുന്ന സോൾട്ടാണ്. ഈ NaOH എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അങ്ങനെ ഉണ്ടാവാം.
ഒരു സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ടിന്റെ സൊല്യൂബിലിറ്റി ഇൻ കംപ്ലീറ്റ്ലി സൊല്യൂബിൾ സാൾട്ട്. ഇതാണ് ചോദ്യം ഉണ്ടാവുക. സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ട് ആണെങ്കിൽ കുറച്ച് സൊല്യൂബിൾ ആയിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി ആണെങ്കിലോ 100% സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് ഇക്വിലിബ്രിയം ഉണ്ടാവും എപ്പോഴും അവിടെ സ്പാരിംഗ്ലിയില്ല. കാരണം അവിടെ റിയാക്റ്റന്റും പ്രോഡക്റ്റും ഉണ്ടാകും. മുഴുവൻ പേരും ഡിസോസിയേറ്റ് ചെയ്യാത്തത് കൊണ്ട്, മുഴുവൻ പേരും സൊല്യൂബിൾ ആവാത്തത് കൊണ്ട് ആ റിയാക്ഷനിൽ പ്രോഡക്റ്റും റിയാക്റ്റന്റും ഉണ്ടാകും. അതുകൊണ്ട് സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ടിലാണ് സൊല്യൂബിലിറ്റി ഇക്വിലിബ്രിയം ഉണ്ടാവുക. അപ്പൊ ഞാൻ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എഴുതുന്നത് നോക്കൂ. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് Al3+ഉം 3OH- ഉണ്ട്. അലൂമിനിയത്തിന്റെ സൊല്യൂബിലിറ്റി എസ് 3OH ആണെങ്കിൽ 3S. ക്ലിയർ? അതിലേക്ക് പോയി നിങ്ങൾ NaOH ആഡ് ചെയ്തു. ഈ NaOH എന്താണ്? കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആണ്. NaOH കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആണ്. അയാൾ 100% സ്പ്ലിറ്റ് ആയിട്ട് എന്തായി? Na+ഉം OH-ഉം. അയാളെ കോൺസെൻട്രേഷൻ എത്ര തന്നത്? 0.2. അപ്പം അത് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആകുന്നത് കൊണ്ട് ഒരു NaOH എടുത്താൽ അയാൾ ഫുള്ളി Na+ഉം OH- ആകും. അപ്പൊ 10 എടുത്താൽ 10 OH, ദെൻ 0.2 എടുത്താൽ 0.2 OH. ഞാൻ അങ്ങനെയാണ് ഈ 0.2 എന്ന് എഴുതിയത്. ക്ലിയർ ആവുണ്ടോ ഈ എഴുതിയത്? ചെയ്ത് പഠിക്കണ ഈ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? വെറുതെ ഓ എന്ന് പറയരുത്, ക്ലിയർ ആണെങ്കിൽ മാത്രം. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? വേറെ റിപ്ലൈ താ, എന്നാലും എന്റെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റൂ. ഇത് ഓക്കെ. ഇനി നോക്ക്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ആരും റിപ്ലൈ തരുന്നില്ല, 2 ആളെ പറയുന്നുള്ളൂ. യെസ്, ഇത് ഓക്കെ ആണെങ്കിൽ ബാക്കി നോക്ക്. സോ ഇവിടെ നിങ്ങോട്ട് ഇതിലൊരു കോമൺ എഫക്റ്റ് ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് കോമൺ എഫക്റ്റ്. ഈ ഹൈഡ്രോക്സൈഡ് രണ്ടിലും വന്നില്ലേ? ഈ മുകളിലെ സൊല്യൂബിലിറ്റിയെ എഫക്ട് ചെയ്യുന്ന, മുകളിലത്തെ ഇക്വിലിബ്രിയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു അയോൺ താഴെയില്ലേ? സോ ദിസ് ഇസ് കോമൺ അയൺ എഫക്റ്റ്. കോമൺ അയൺ എഫക്റ്റ്. ക്ലിയർ? ഇതാ ഇയാൾ ഉണ്ടാക്കിയ കോമൺ അയൺ എഫക്റ്റ്. കോമൺ അയൺ എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഇയാളെ KSP ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എഴുതുമ്പോൾ അലൂമിനിയത്തിന്റെ S ഇൻറ്റു ഈ 3S കൂടെ ഈ 0.2 ആഡ് ചെയ്യണം. കാരണം കോമൺ അയൺ എഫക്റ്റ് ഹോൾ റേസ് ടു 3. ക്ലിയർ ആണ് എഴുതിയത്? 3S OH ആണ്, പ്ലസ് താഴത്തെ 0.2ഉം OH-ൻ്റെതാണ്. അപ്പൊ 3S കൂടെ 0.2 എന്ന് എഴുതി. ഈ 3S എവിടുന്ന? സ്പാരിംഗ്ലി സൊല്യൂബിൾ. 0.2 എവിടുന്ന? കംപ്ലീറ്റ്ലി സൊല്യൂബിൾ. അതിനർത്ഥം 3S വളരെ 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 ഗ്രേറ്റർ ആണ് 0.2, വളരെ വലുതാണ് 0.2. അതുകൊണ്ട് 3S plus 0.2 is approximately 0.2. 3S plus 0.2 നമുക്ക് എങ്ങനെ എഴുതാം? 3S plus 0.2 is approximately 0.2. So this equation is written as KSP is equal to S into 0.2 raised to 3. 0.2 raised to 3 പറഞ്ഞാൽ എത്രയായി? പറ. 0.2 raised to 3 എത്രയായി? 0.2 raised to 3 എത്രയായി? ഞാൻ പറ. 0.2 into 0.2 into 0.2. പറഞ്ഞോ, എത്ര വന്നടാ? 0.008. 8 into 10 raised to -3, റൈറ്റ്. അവനക്ക് കിട്ടി KSP is equal to S into 8 into 10 raised to -3, where S is equal to KSP തന്നിട്ടുണ്ട് 2.4 into 10 raised to -24 divided by 8 into 10 raised to 8നെ 0.8 എന്നാക്കിയാൽ 10 raised to -2. 2.4 divided by 0.83 into 10 raised to -22 is correct answer.
This is the correct answer. 3 into 10 raised to minus 22 is correct answer. Option 3. Option 3 is correct answer. Ready അല്ലേ? ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്ത് പഠിക്കണേ. ഒരു സ്പാരിംഗ്ലി സൊല്യൂബിൾ സാൾട്ടേക്ക് കംപ്ലീറ്റ്ലി സൊല്യൂബിൾ ആഡ് ചെയ്തിട്ട് ചോദിക്കും സൊല്യൂബിലിറ്റി. ചെയ്ത് പഠിക്കണം. ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ. റൈറ്റ്. ഇത് ബഫർ സൊല്യൂഷനാണ്. ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന സ്ട്രോങ് ബേസ് ആഡ് ചെയ്തു. എങ്ങോട്ടാ? വീക്ക് ആസിഡിലോട്ട്. അപ്പൊ ഇത് അസിഡിക് ബഫർ ആണ്. നിങ്ങളൊന്ന് വേഗം ചെയ്ത് അതിന്റെ പി എച്ച് തന്നിട്ടുണ്ട്. അസിഡിക് ബഫറിൽ പി എച്ച് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവും. അസിഡിക് ബഫറിൽ പി എച്ച് കാണാനുള്ള ഇക്വേഷൻ pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. പി എച്ച് എത്ര തന്നത്? 6. pKa എത്ര തന്നത്? അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് H at 10⁻⁵ pKa 5 ലോഗ് സാൾട്ട് ബൈ ആസിഡ്. സിമ്പിൾ. എത്ര വരും നോക്കിയേ. ഇതെങ്ങനെ 5 ആയെന്ന് മനസ്സിലായോ? 10⁻⁵ നേരത്തെ പറഞ്ഞില്ലേ pKa is equal to minus log Ka. അപ്പൊ മൈനസ് ലോഗ് 10⁻⁵ is 5. അപ്പൊ ഇനി ഇവിടെ 1 കിട്ടണം. 1 കിട്ടണമെങ്കിൽ ലോഗ് എത്രയാടാ 1? ലോഗ് എത്രയാ 1? ഓഫ്ലൈൻ എവിടെ പഠിപ്പിക്കുന്നു? എവിടെ പഠിപ്പിക്കാൻ കിട്ടിയാലും പഠിപ്പിക്കും. ലോഗ് എത്രയാ 1? അതാദ്യം പറയാം. ലോഗ് എത്രയാ 1? ലോഗ് 10. ലോഗ് 10, ലോഗ് 10, ലോഗ് 10, ലോഗ് 10, ലോഗ് 10. So the ratio is 10:1. ആസിഡ് ടു സാൾട്ട് അല്ലേ? സാൾട്ട് ടു ആസിഡ് 10:1. Yes, very good. Next one. ഇനി എന്താ? 50 ml 0.2 mol ammonia solution treated with 25 ml 0.2 mol HCl pKb pH of mixture. മക്കളെ നോക്ക്, ഈ ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ. ഇവിടെ അമോണിയാണ്. അമോണിയ വീക്ക് ബേസ്. 25 ml HCl. HCl സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ആസിഡ്. അപ്പൊ നമ്മളെ മുന്നിൽ എന്താ ഇനി ഉള്ളത് എന്നറിയോ? ഇത് ഏത് സൊല്യൂഷനാന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ആദ്യം. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ നോക്ക്, ആസിഡ് ബേസ് മിക്സിങ്ങിൽ വീക്കും സ്ട്രോങ്ങും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ചാൻസ് ഉണ്ട്. സാൾട്ട് ആവാം, ബഫർ ആവാം, എന്തുമാവാം. ബഫർ ആണോ സാൾട്ട് ആണോ നമുക്ക് നോക്കാം. ആദ്യം നോക്ക് 50 ml 0.2 മോൾ. അപ്പൊ എത്ര മോളായി നോക്കിയേ? 50 into 0.2 ദാറ്റ് ഈസ് 10. ഇയാൾ 10 മില്ലിമോളാ. കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. 10 കിട്ടിയത് ഓക്കെ ആണെന്നും വിചാരിക്കുന്നത്. 50 into 0.2 10. Then here 25 into 0.2 ആണ് HCl. 25 into 0.2 എത്രയാടാ? 25 into 0.2 എന്ന് പറഞ്ഞാൽ എത്രയാ? പറയൂ 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 പറയൂ. 25 into 0.2 5. വെരി ഗുഡ്, 5. സോ ഇനി മക്കൾ പറഞ്ഞേ, ആരാടാ എക്സസ്? സ്ട്രോങ് ആണോ വീക്ക് ആണോ എക്സസ്? സ്ട്രോങ് ആണോ വീക്ക് ആണോ എക്സസ്? വീക്ക് എക്സസ്. വീക്ക് എക്സസ് ആണെങ്കിൽ ഈ സൊല്യൂഷൻ വിളിക്കുന്ന പേരെന്താ? ദ സൊല്യൂഷൻ ഈസ് കാൾഡ് ബഫർ. വീക്ക് എക്സസ് ആണെങ്കിൽ ആ സൊല്യൂഷന്റെ പേരാടാ ബഫർ. ഇതെന്ത് ബഫറാ? അമോണിയാണ് എക്സസ്. സോ ബേസിക് ബഫർ. ബേസിക് ബഫറിൽ POH കാണാനുള്ള ഇക്വേഷൻ pKb പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സാൾട്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്. KB തന്നിട്ടുണ്ട് അല്ലേ? pKb തന്നിട്ടുണ്ട് 4.75. ഇനി ബാക്കി നിങ്ങൾ ചെയ്യണ്ട. എന്താ കാരണം എന്നറിയാം. അങ്ങോട്ട് നോക്ക്, ബോർഡിക്ക് നോക്ക്, സ്ക്രീനിക്ക് നോക്ക്, നോക്ക് 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 നോക്കൂ. 5 ആസിഡ് ഞാൻ അങ്ങനെ വരക്കാം. 10 ബേസ്, 10 അമോണിയ ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അതിലേക്ക് 5 മില്ലിമോൾ ആസിഡിനെ ആഡ് ചെയ്തു. അപ്പൊ എത്ര സാൾട്ട് ഉണ്ടാവും? 10 എണ്ണത്തേക്ക് 5 എണ്ണം ആഡ് ചെയ്താൽ എത്ര സാൾട്ട് ഉണ്ടാവും? സാൾട്ട് കോൺസെൻട്രേഷൻ എത്രയാടാ? 10 അമോണിയ ഹൈഡ്രോക്സൈഡിലോട്ട് 5 HCl ആഡ് ചെയ്തു. 5
സാൾട്ട് 5 മില്ലിമോൾ. റിമെയിൻസ് ആ സാൾട്ട് ഉണ്ടായതിനു ശേഷം എത്ര ബേസ് അവിടെ ഉണ്ട്? ആദ്യമുള്ള ബേസ് അല്ല, ആദ്യമുള്ള ബേസിക്ക് ആസിഡ് വീണ് സാൾട്ടായി. സാൾട്ട് ഉണ്ടായതിനു ശേഷം എത്ര ബേസ് ഉണ്ട്? 10ലേക്ക് 5 വീണു, 5 സാൾട്ടായി. റിമെയിൻസ് എത്ര ബേസ് ബാക്കിയുണ്ട്? 5. അപ്പൊ അതിനർത്ഥം എന്താ? ഈ ഭാഗങ്ങൾ നോക്കണ്ടെന്നാ. ഇത് രണ്ടും 5 5. അപ്പൊ ഈ ഭാഗം 1 പോയി, log 1 0. ഈ ഭാഗം 0 ആയിട്ട് പോയി. സോ സിമ്പിൾ ആൻസർ എത്ര? 4.75. അത് POH ആണ്. നിങ്ങളോട് എന്താ ചോദിച്ചത്? പി എച്ച് ആണെങ്കിൽ 9.25 കേട്ടോ. PHും POHും കൂടെ ആഡ് ചെയ്താലാണ് നിങ്ങൾക്ക് POH കിട്ടിയത്. POH 4.75. അപ്പോൾ PH is equal to 14 minus 4.75. That is 9.25. മനസ്സിലായോ മക്കളെ ക്വസ്റ്റ്യൻസ്? ഇങ്ങനെ ഒരു മിക്സിങ് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാതെ മിക്സിങ്ങിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് ആരാണ് എക്സസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇത് എക്സസ് ഇല്ല വിചാരിച്ചോ, അപ്പൊ ഇതെന്ത്? രണ്ടും ഒരേ അളവ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് നമ്മൾ ചെയ്തതിൽ ഇതും 5 ഇതും 5 ആണെങ്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സാൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ്. അപ്പൊ ഇക്വേഷൻ മാറി. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ, 1/2 into 7 minus pKb plus log C. രണ്ടും ഒരേ അളവിലാണെങ്കിൽ സോൾട്ട്, വീക്ക് എക്സസ് ആണെങ്കിൽ ദാറ്റ് ഇസ് ബഫർ. ഓക്കെ ആണോ? ചെയ്തത് ഓക്കെയാണ്, ചെയ്യുമ്പോൾ ഓക്കെയാണ്, പിന്നീട് വീണ്ടും ചെയ്തത് ഓക്കെ ആക്കി എടുക്കണം കേട്ടോ. ചെയ്തിട്ട് വീണ്ടും ഇത് ചെയ്ത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഈസി ആക്കി മാറ്റി എടുക്കണം. അതാണ് പരിപാടി. രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണെന്നും കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. രണ്ടും 10 ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് കോൺസെൻട്രേഷനും സെയിം ആയിരുന്നെങ്കിൽ നിങ്ങൾ PH കാണാൻ ഉപയോഗിക്കുന്നത്, സാൾട്ടിൽ PH കാണാൻ നമ്മൾ എഴുതി വെച്ച ഒരു 3 ഇക്വേഷൻ ഉണ്ട്. അതിൽ ഏത് ഇക്വേഷൻ ആണോ നോക്കി അതാണ് എടുക്കേണ്ടത്. അപ്പം ബഫർ ആവില്ല കേട്ടോ. ഇതിലെവിടെ ബഫർ എന്ന വേർഡ് പോലും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടാനുള്ള ഓപ്ഷൻസ് ഇല്ലേ? ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? The aqueous solution contain unknown concentration of Ba2 plus when 50 ml 1 mole NaCO4 added, BaSO4 just begin to precipitate. The final volume is 500 ml. The solubility product of BaSO4 is what is the original concentration of barium 2 plus? ഇതാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കും, നിങ്ങളൊന്ന് വായിക്കും. 2018 പഴയ ക്വസ്റ്റ്യൻ. An aqueous solution contain an unknown concentration of Ba2 plus. ഏതൊരു കോൺസെൻട്രേഷൻ. 50 ml 1 molar Na2SO4 is added. BaSO4 just to begin to precipitate. The final volume is 500 ml. The solubility product of BaSO4 തന്നിട്ടുണ്ട്. BaSO4 solubility product തന്നിട്ടുണ്ട്. What is the original concentration of Ba2 plus? Ba2 പ്ലസിന്റെ ഒറിജിനൽ കോൺസെൻട്രേഷൻ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം? 50 ml 1 molar Na2SO4 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രസിപ്പിറ്റേഷൻ തുടങ്ങി. ഫൈനൽ വോള്യൂം ഇസ് 500 ml. ഓക്കെ, ഫസ്റ്റ് പ്രസിപ്പിറ്റേഷൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രസിപ്പിറ്റേഷൻ തുടങ്ങുകയാണെങ്കിൽ അയോണിക് പ്രോഡക്റ്റ് ഈക്വൽ ടു സൊല്യൂബിലിറ്റി പ്രോഡക്റ്റ്. ഇങ്ങനെയാണെങ്കിലാണ് പ്രസിപ്പിറ്റേഷൻ ജസ്റ്റ് ബിഗിൻ ചെയ്യുക. ഇങ്ങനെയാണെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ജസ്റ്റ് ബിഗിൻ ചെയ്യും. ഇനി ഇവിടെ നിങ്ങൾ KSP ഓഫ് BaSO4 കാണണം. KSP ഓഫ് BaSO4 എങ്ങനെ കാണാം? കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2 മൈനസ്. ദെൻ KSP തന്നിട്ടുണ്ട്. KSP എത്ര തന്നത്? 10⁻⁻10. ദാറ്റ് ഈസ് ഈക്വൽ ടു BA2 പ്ലസിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടില്ല.
പക്ഷെ സൾഫേറ്റ് തന്നിട്ടുണ്ട്. സൾഫേറ്റ് എത്ര നിങ്ങൾ ആഡ് ചെയ്തത്? 50 ml 1 മോളാർ സൊല്യൂഷൻ ആണല്ലേ. സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ എത്ര വരും? aqueous solution of unknown concentration of Ba2 plus when 50 ml 1 molar solution. അപ്പോൾ M1V1 equal to M2V2 എന്ന് എഴുതിയിട്ട് നമുക്ക് സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ കാണാം. ആഡ് ചെയ്ത് 50 ml 1 molar 1 into 50 is equal to the volume is 500 ml ആയില്ലേ. molarity into 500 where molarity is equal to 1 by 10. 1 by 10 വരും. മനസ്സിലായോ? Ba2 പ്ലസ് 50 ml 1 മോളാർ Na2SO4 ആഡ് ചെയ്തപ്പോഴേ അവിടെ പ്രസിപ്പിറ്റേഷൻ തുടങ്ങി. സൊല്യൂഷൻ 500 ml ആയി. ആ M1V1 ഈക്വൽ ടു M2V2 ആഡ് ചെയ്തിട്ട് ഞാൻ മൊളാരിറ്റി കണ്ടു. ദാറ്റ് ഈസ് 1 by 10. അത് ഞാൻ ഇവിടെ കൊടുത്തു. സൾഫേറ്റിന്റെ കോൺസെൻട്രേഷൻ 1 by 10 ആണെന്ന് മനസ്സിലായി. ദാറ്റ്സ് 0.1. സോ ബേരിയം എത്ര കിട്ടി? അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ബേരിയം is equal to 10 raised to minus 9 in 500 ml. 500 ml ൽ 10 raised to minus 9. റെഡിയാണോ? സോ ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ്? ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് എത്ര? ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് എത്ര ആയിരിക്കും? പറ, ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദ ഒറിജിനൽ കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ്? ഒറിജിനൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? നോക്കൂ, ഈ ക്വസ്റ്റ്യനിൽ ഇവർ പറയുന്നത് നോക്കിക്കോ. ഇങ്ങനെ ഒരു ബീക്കർ, ഈ ബീക്കറിലേക്ക് 50 ml Na2SO4 ആഡ് ചെയ്തു. അപ്പൊ ഇവിടെ XML ബേരിയം ഉണ്ടായിരുന്നു. ഇവ രണ്ടും കൂടെ ചേർന്നിട്ട് 500 ml ആയി. അപ്പോൾ ഒറിജിനൽ ബേരിയം എത്ര ഉണ്ടായിരുന്നു ആദ്യം? XML. എക്സിലേക്ക് 50 വന്നപ്പോഴല്ലേ 500 ആയത്. അപ്പൊ ആ ഒറിജിനൽ എത്ര? 450 ആണ്. 450 ആണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നത് 450 ml ബേരിയം 2+ അളവാണ്. 500 ml എത്രയുള്ളത്? 10 raised to minus 9 ആണെന്ന് മനസ്സിലായി. സോ M1V1 ഈക്വൽ ടു M2V2. 500 ml 10 raised to minus 9 ആണെങ്കിൽ 450 എത്ര മൊളാരിറ്റി? ദാറ്റ് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 500 by 450 into 10 raised to minus 9. That is 10 by 9 into 10 raised to minus 9. That is 1.1 into 10 raised to minus 9. 1.1 into 10 raised to minus 9. Option 2. മനസ്സിലായി എങ്ങനെ കിട്ടിയെന്ന്? ക്ലിക്കായോ? ക്ലിയർ ആയോ? ആദ്യം 450 ml ഉണ്ടായിരുന്നു മനസ്സിലാക്കണം. കാരണം 50 ml Na2SO4 ആയിരുന്നപ്പോൾ ടോട്ടൽ സൊല്യൂഷൻ 500 ആയി. അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് 450 ആണ്. ആ 450 എത്ര Ba2 പ്ലസ് ഉണ്ട്? അത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ 2018-20 ശേഷം കാണുന്നില്ല. ഇതൊക്കെ പഴയ ജെയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ ഇത്ര ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഇത്ര ഒന്നും ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കൺഫ്യൂഷൻ ആവണ്ട ഈ ക്വസ്റ്റ്യൻ ഒന്നും കണ്ട്. ഞാൻ പിന്നെ കോൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, റെഡി. നമുക്ക് ലാസ്റ്റ് ലാപ്പിലേക്ക് പോകണു. സോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, റിഡോക്സ് റിയാക്ഷനിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. മീൻസ് റിഡോക്സ് ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. കുറച്ച് ആൾക്കാർ ചേഞ്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. ഡൈക്രോമേറ്റ് ആണെങ്കിൽ ഇതൊരു ടാബിളായിട്ട് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണം. ഡൈക്രോമേറ്റ് ആണെങ്കിൽ അതെപ്പോഴും 2Cr3+ ആവുക. ഇവരെ ചേഞ്ച് 6. 1 അസിഡിക് മീഡിയത്തിലാട്ടോ നോർമലി ഉണ്ടാവുക. 2 MnO4 മൈനസ് ആണെങ്കിൽ അസിഡിക് മീഡിയത്തിൽ അയാൾ Mn2+ ആകും. അവിടുത്തെ ചേഞ്ച് 5. വീക്ക്ലി ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിൽ അയാൾ MnO2 ആകും +4. അയാളെ ചേഞ്ച് 3. സ്ട്രോങ് ആൽക്കലി ആണെങ്കിൽ അയാൾ MnO4 2- ആകും.
അയാളെ ചേഞ്ച് 1. ഇത് ഓരോന്നോരോന്നായിട്ട് എഴുതിയെടുക്കണേ. സോ വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. 3 C2O4 2- ആണെങ്കിൽ ഇയാൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഇയാളെ ചേഞ്ച് 2. 4 I- ആണെങ്കിൽ അത് I2 ആകും. അയാളെ ചേഞ്ച് 2. 5 Fe2+ ആണെങ്കിൽ അയാൾ Fe3+ ആകും. അയാളെ ചേഞ്ച് 1. ഇത്രയും കാര്യങ്ങൾ ഇനീഷ്യലി വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി വേണ്ടത്. റെഡി അല്ലേ? ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ, അതാണ് ചേഞ്ച് ഞാൻ ഉദ്ദേശിച്ചത്. ഡൈക്രോമേറ്റിലെ ക്രോമിയം +6 ആയിരുന്നു. അയാൾ ക്രോമിയം +3 ആകുമ്പോഴുള്ള ചേഞ്ച് 6 ആണ്. 6 എന്ന് എഴുതല്ല, 3 എന്ന് എഴുതരുത്. 2 ക്രോമിയം ഉണ്ട്, അതുകൊണ്ട്. MnO4 മാംഗനീസ് +7 ആണ്. അയാൾ ഇങ്ങനെ Mn2+ഉം MnO2ഉം MnO4 ഒക്കെ ആകുമ്പോഴുള്ള ചേഞ്ച്. ഓക്സലൈറ്റിലെ കാർബൺ, ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പോഴുള്ള ചേഞ്ച്. I- I2 ആകുമ്പോഴുള്ള ചേഞ്ച്. Fe2+, Fe3+ ആകുമ്പോഴുള്ള ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച്. സാർ ഓക്കെ സാർ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ചാപ്റ്റർ, ഏത് ചാപ്റ്ററാടാ ചോദിച്ചത്? ഏത് ചാപ്റ്ററാടാ ചോദിച്ചത്? ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ്? ടൈപ്പ് മനസ്സിലായി, ഏത് ചാപ്റ്ററാണ് ഉദ്ദേശിച്ചത്? ഇക്വിലിബ്രിയം ആണോ റിഡോക്സ് ആണോ? ഇക്വിലിബ്രിയം അതല്ല, അതിന്റെ ഒരു ടൈപ്പ്. നമ്മൾ പ്രീവിയസ് ഈ 2024 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസും പിന്നെ 19 മുമ്പേ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. നോർമലി കണ്ടുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് എൻ്റർ ചെയ്യണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ അയോൺ റിക്വയർഡ് ബൈ, നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിച്ചോ, ഇത് 2024 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യും. നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ റിക്വയർഡ് ബൈ 1 mole MnO4 ഓക്സിഡൈസ് ടു കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നമ്മൾ എഴുതി MnO4 എന്ന് എഴുതി. ഇയാൾ ഓക്സിഡൈസ് ചെയ്യുന്നത് ഓക്സലൈറ്റിനെയാണ്. MnO4 ആസിഡ് മീഡിയ എന്നും പറഞ്ഞു. ആസിഡ് മീഡിയത്തിൽ MnO4 എന്താ ആവുക? നിങ്ങളുടെ കയ്യിലെ ഡാറ്റ നോക്ക്. ആസിഡ് മീഡിയത്തിൽ MnO4 എന്താ ആവുക? വേഗം പറ. ആസിഡ് മീഡിയത്തിൽ MnO4 എന്താ ആവുക? Mn2+. ആസിഡ് മീഡിയത്തിൽ MnO4 Mn2+ ആയി. ഓക്സലേറ്റ് എന്താകും? 2 കാർബൺ ഡൈ ഓക്സൈഡുമായി. ഈ ചേഞ്ചസ് നിങ്ങൾ പഠിക്കണം. ഇത് പഠിച്ച ഒരാൾക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. സോ ഇവിടുത്തെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ നോക്കിയേ. Mn7E2+, ഇയാളെ ചേഞ്ച് 5 ആണ്. കാർബൺ 3, കാർബൺ ഡൈ ഓക്സൈഡ് 4, ഇയാളെ ചേഞ്ച് 2 ആണ്. ഈ 5ഉം 2ഉം എനിക്ക് ഈക്വൽ ആക്കണം. എന്താ ചെയ്യുക? 5ഉം 2ഉം ഈക്വൽ ആക്കാൻ 2വിനെ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യൂ. 5നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പൊ രണ്ടും 10 ആയി. നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യാം? ഹിയർ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, ഇത് 4 ആയി. ഹിയർ 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, മാറിയോ? മാറി. ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 5, ഇവിടെ എന്തായി? 10 ആയി. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2, ഇവിടെ 2. ക്ലിയർ ആണോ? അപ്പൊ റിഡോക്സ് ബാലൻസ് ആയി. ഇതാണ് റിഡോക്സ് ബാലൻസിങ്. ചേഞ്ചുകൾ ഈക്വൽ ആക്കുന്നതിനാണ് റിഡോക്സ് ബാലൻസിങ് എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. ഈ ചേഞ്ചസ് നിങ്ങൾക്ക് അറിയെങ്കിൽ ആ ചേഞ്ചുകൾ ഈക്വൽ ആക്കുന്നതിനെയാണ് റിഡോക്സ് ബാലൻസിങ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ബാലൻസ്ഡ് ആയില്ലേ? ഇനി എങ്ങനെ ചാർജ് എങ്ങനെ കൂട്ടുക?
ഈ സൈഡിലെ ടോട്ടൽ ചാർജ് കൗണ്ട് ചെയ്തേ. MnO4 2 മൈനസ്, അപ്പൊ ഇവിടെ ഒരു -2 2C2O4, ദിസ് ഇസ് -10. അപ്പൊ ടോട്ടൽ ഇവിടെ -12. ഈ സൈഡിലോട്ട് വന്നാൽ 2 Mn2 +4, പിന്നൊന്നുമില്ല, CO2 ചാർജ് ഇല്ല. ഈ സൈഡിൽ +4, ഈ സൈഡിൽ -12. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലെയും ചാർജ് ഈക്വൽ ആക്കാൻ ഇവിടെ 16H+ ഇട്ട് കൊടുക്കണം. 16H+ ഇട്ട് കൊടുത്താൽ -12നോട് 16 വന്നാൽ ദാറ്റ് ഇസ് +4. ആ 16H+ ഇട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ 8 വാട്ടറും വേണം. ഓക്കെ ആണോ നോക്ക്. 16H+ ഉള്ളതുകൊണ്ട് അവിടെ 8 വാട്ടർ ഇട്ട് കൊടുത്ത്. ഓക്കെ ആണോ? നിങ്ങൾ തന്നെ നോക്ക്, നോക്കിയിട്ട് ഒരു റിപ്ലൈ താ. ക്ലിയർ അല്ലെങ്കിൽ അല്ല എന്ന് പറയും, നമുക്ക് ചെയ്യാം. ആൻസർ 8 അല്ല കേട്ടോ, ആൻസർ 16 അല്ല, ആൻസർ 8 ആണ്. ഇവിടെ 1 മോളിനാണ് ചോദിച്ചത് കേട്ടോ, 1 മോൾ MnO4 ചോദിച്ചത്. ഇവിടെ 2 മോളിനാണ് 16. ഒന്നുകൂടെ പറയാം, ഒരു റിഡോക്സ് ബാലൻസിങ് എന്ന് പറഞ്ഞാൽ അവരെ ചേഞ്ചുകൾ ഈക്വൽ ആക്കുക എന്നാണ്. MnO4 ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ട് ബാലൻസ് ചെയ്യാം. നോക്ക്, MnO4 ആസിഡ് മീഡിയത്തിൽ ചേഞ്ച് എത്ര? ആസിഡ് മീഡിയത്തിൽ MnO4 Mn2+ ആയിട്ട് മാറും. അയാളെ ചേഞ്ച് 15 ആണ്. ഓക്കെ, ഓക്സലേറ്റിന്റെ ചേഞ്ച് 2 ആണ്. അതിനർത്ഥം ഇത്ര മനസ്സിലാക്കുക, MnO4 ഓക്സലൈറ്റ് എന്ത് ചെയ്യും? ഇലക്ട്രോണിന് കൊടുക്കും, MnO4 വാങ്ങിക്കും. ഓക്സലേറ്റ് കൊടുക്കുന്ന ഇലക്ട്രോൺ 2 ആണ്, MnO4 വേണ്ടത് 5 ആണ്. ഓക്സലേറ്റ് കൊടുക്കുന്നത് 2 ആണ്, MnO4 വേണ്ടത് 5 ആണ്. അപ്പൊ അതങ്ങനെ ഈക്വൽ ആക്കാം. ഓക്സലേറ്റ് എത്ര എണ്ണം കൊടുക്കുന്നുണ്ടോ അതേ ഇലക്ട്രോൺ ആര് വാങ്ങിക്കണം? MnO4. അതുകൊണ്ടാണ് ഞാൻ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. ഇയാള് കൊടുക്കുന്നത്, ഇയാള് -10 അത് ചാർജ് ആണല്ലേ. ഇയാള് കൊടുക്കുന്നത് 2 കാർബണും 5 ഓക്സലൈറ്റ്. ഒരു ഓക്സലൈറ്റിലെ ചേഞ്ച് 2, ഒരു MnO4 ചേഞ്ച് 5. അപ്പൊ ഇത് ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലേ നടക്കും. നമുക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ ആൻസർ കിട്ടി 8. രണ്ടാമത്തത്, S8 solid undergoes disproportionation reaction under alkaline condition to form S2SO. ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ClO4 can undergo disproportionation. തെറ്റു. കാരണം എന്താ? ClO4 മൈനസിൽ ക്ലോറിൻ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ 7. ക്ലോറിന് കുറയാനേ പറ്റുള്ളൂ, കൂടാൻ ഒരു ചാൻസും ഇല്ല. കാരണം ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഓൾറെഡി 7ലാണ് നിൽക്കുന്നത്, ഏറ്റവും പീക്കിലാണ് നിൽക്കുന്നത്. ഇനി അത് കുറയാനേ ചാൻസ് ഉള്ളൂ, ഇനി കൂടാൻ ചാൻസ് ഇല്ല. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് ക്ലോറിന്റെ ഈ കോമ്പൗണ്ടിന് ഒരു കാരണവശാലും ഡിസ്പ്രപ്പോസിനേഷൻ ഉണ്ടാവില്ല. എന്റെ മക്കൾ ശ്രദ്ധിച്ചേ, ഇത് 7 ആണെന്ന് മനസ്സിലായില്ലേ? ഗ്രൂപ്പ് 17ന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ അറിയോ? 7 to -1. ഗ്രൂപ്പ് 16 6 to -2. ഗ്രൂപ്പ് 15 5 to -3. ഒന്ന് വേഗം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്, 2 റോങ്. കറക്റ്റ് റീസൺ എഴുതി വെക്കണേ, കറക്റ്റ് റീസൺ എഴുതി. നോട്ട് ചെയ്തില്ലേ? ഓക്കെ അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, സ്പീഡ് ചെയ്യാം.
ഇത് തെർമോന്ന് കയറി വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക് കേട്ടോ. ഈ സ്ലൈഡ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. തെർമോന്ന് കേട് വന്നത് 5 മോൾ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് 10 ലിറ്റർ ടു 100 ലിറ്റർ 300 കെൽവിൻ. ഈ ഇക്വേഷൻ വെച്ച് നിങ്ങളൊന്ന് ചെയ്താൽ മതി. -2.303 RT NR ലോഗ് വി ഫൈനൽ ബൈ വി ഇനീഷ്യൽ. ഇത് വെച്ച് നിങ്ങൾ ചെയ്താൽ മതി. എല്ലാ വാല്യൂസും ഡയറക്റ്റ് ആണ്. തെർമോന്ന് കയറി വന്ന 2024 ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ചെയ്യോ? യെസ്, അടുത്ത ദിവസം പോവാം. വീണ്ടും ബാലൻസ് ചെയ്യാൻ. നേരത്തെ ക്ലിയർ അല്ല എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് നോക്ക്. ഇതൊന്നും ക്ലിയർ ആവാൻ മാത്രമല്ല. ഈ ഡൈക്രോമേറ്റ് എന്നറിയുന്ന ഒരാൾക്കറിയാം ഈ ഡൈക്രോമേറ്റ് എന്താ ആവാ. XH+Y ഇലക്ട്രോൺ 2A ZH2O. ഞാൻ ആ ഫസ്റ്റ് ടാബിൾ നിങ്ങൾക്ക് എഴുതിയിരുന്നില്ല, ഇത് പഠിച്ചോ എന്ന് ഞാൻ നിർബന്ധപൂർവ്വം നിങ്ങളോട് പറഞ്ഞില്ലേ. ഇത് നോക്കിയേ, ഡൈക്രോമേറ്റ് എന്താവാ 2Cr3+ ചേഞ്ച് എത്ര 6. ആൻസറായി 2024 ജെയുടെ ക്വസ്റ്റ്യൻ ആണിത്. ദെൻ A = Cr3+, A = Cr3+, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? അതാ, അങ്ങനെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈ Y എത്ര 6 ഇലക്ട്രോൺ. Z എത്രയാടാ? Z എന്താ? ZH2O. സോ ക്ലിയർ ആണോ മക്കളെ? വേണമെങ്കിൽ ഞാനൊന്ന് ചെയ്തുതരാം. ദിസ് വൺ ഒന്ന് മാത്രം ഞാൻ ചെയ്യാം. നോക്ക്, ഡൈക്രോമേറ്റ് എനിക്ക് എത്ര H+ ആണെന്ന് അറിയൂല, 6 ഇലക്ട്രോൺ ആണെന്ന് അറിയാം. അയാള് 2 Cr3+ ആയി, ZH2Oയുമായി. നോക്കൂട്ടോ പറയണത് ജസ്റ്റ് നോക്ക്. ഈ 6 ഇലക്ട്രോൺ H+, അതായത് H+നെ വിട്ടേക്ക്. ഈ രണ്ടാളെയും കൂടെ ചാർജ് എത്ര? 8-. ഇവിടുത്തെ ചാർജ് എത്രയാ? 2 Cr3+ 6. ഈ -8നെ +6 ആക്കണം. രണ്ട് സൈഡിലെയും ചാർജ് ഈക്വൽ ആക്കണ്ടേ? -8നെ +6 ആക്കണമെങ്കിൽ എത്ര H+ വേണം? ഹിയർ 14 H+. 14+ വന്നാൽ രണ്ട് ഭാഗം സെയിം ആയി. റെഡി? ഓക്കെ 14+. അപ്പൊ ഇത് കറക്റ്റാ. ഇനി ഇവിടെ 14H+ൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 14 ഹൈഡ്രജൻ ഉണ്ട്. സോ Z = 7 വാട്ടറും വേണം. സിമ്പിൾ അല്ലേ? ഡൈക്രോമേറ്റിന്റെ ചേഞ്ച് 6 ആണ്. അത് 2 Cr3+ ആണ് ആവുക. ആ 6 ഇലക്ട്രോണിനെ കൊടുത്തു. സോ ഹിയർ എന്നിട്ട് ടോട്ടൽ ചാർജ് നോക്കി, ആ ചാർജിനെ H+ ഉപയോഗിച്ച് ബാലൻസ് ചെയ്തു, കംപ്ലീറ്റ് ആക്കി. റൈറ്റ് ഇടാ? Okay. Yes. The next one. Which of the following reactions are disproportionation? താഴെ തന്നതിൽ ആരാണ് ഡിസ്പ്രപ്പോസിനേഷൻ? ഈ ഡിസ്പ്രപ്പോസിനേഷന്റെ പ്രത്യേകത എന്താ? ഡിസ്പ്രപ്പോസിനേഷൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? an element simultaneously undergo oxidation and reduction. ഈ Cu+ നോക്കിയേ, Cu+2 ആയി, Cu ആയി. സോ ഹിയർ ഇത് ഇങ്ങോട്ട് മാറുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടി, ഇങ്ങോട്ട് മാറുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ദിസ് ഇസ് ഡിസ്പ്രപ്പോസിനേഷൻ. ഒന്നാമത്തെ ഓപ്ഷൻ ഡിസ്പ്രപ്പോസിനേഷൻ ആണ്. സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, MnO4 മാംഗനീസ് +6 ആ. ഇതിങ്ങോട്ട് പോകുമ്പോൾ +7 ആയി, കൂടി. ഇതിങ്ങോട്ട് പോകുമ്പോൾ +4 ആയി, കുറഞ്ഞു. ഇസ് ഓൾസോ ഡിസ്പ്രപ്പോസിനേഷൻ. നെക്സ്റ്റ് നോക്കിയേ, KMnO4 ഓൾറെഡി നിൽക്കുന്നത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. KMnO4 ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. അയാൾ ഇപ്പൊ നിൽക്കുന്നത് +7ലാണ്, ഹയസ്റ്റിലാണ്. ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ രണ്ട് പ്രോബ്ലത്തിലും KMnO4 ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സോ ദ ഇയർ ആൻസർ ഈസ് 1 and 2. ഓപ്ഷൻ എ, ഓപ്ഷൻ 1 A and B. റെഡി അല്ലേ?
Next one. From the given number of compound with +4 oxidation state of sulfur. സൾഫറിന് +4 ഉള്ള ആൾക്കാരൊന്ന് വേഗം നോക്കിയേ. ഞാൻ വെയിറ്റ് ചെയ്യാം. സൾഫറിന് +4 ഉള്ള എത്ര പേരുണ്ട് എന്നൊന്ന് ഫാസ്റ്റ് ആയിട്ട് നോക്ക്. സൾഫറിന് +4 ഉള്ള എത്ര പേരുണ്ട് എന്ന് ഫാസ്റ്റ് ആയിട്ട് നോക്ക്. ഫാസ്റ്റ് ആയിട്ട്. എത്ര എണ്ണം കിട്ടിയിട്ടാ? 4, 1, 1, 1, 4 ഒക്കെ കിട്ടി. സൾഫറിന് +4 പറഞ്ഞു. എത്ര വന്നു? വെയിറ്റ്. 3 നോക്കാം. ഓക്കെ, 3 വന്ന് റെഡി. നമുക്ക് നോക്കാം എത്ര വന്ന്. സൾഫറിന്റെ കേസിൽ നോക്ക്. SO3 എത്ര? SO3 എത്ര വരും പറഞ്ഞു? SO3 സൾഫർ 6. SO3 സൾഫർ 6, കൺഫ്യൂഷൻ ഇല്ല. H2SO3 സൾഫർ 4. SOCl2 സൾഫർ 4. SF4 സൾഫർ 4. ബേരിയം സൾഫേറ്റിൽ സൾഫർ 6. H2S2O7 സൾഫർ 6. യെസ്, ഇതൊക്കെ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ച സാധനമാടാ. അപ്പോൾ ഈ 3 എണ്ണം ഇതാണ് 2024 ചോദിച്ചത്. ആൻസർ 3. സിമ്പിൾ. നെക്സ്റ്റ് വൺ. വീണ്ടും ബാലൻസ് ചെയ്യാൻ ഞാൻ ആ തന്ന ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫാസ്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാന്ന് അറിയോ? നോക്കൂ. MnO4ന്റെ ചേഞ്ച് MnO2 ആകുമ്പോൾ ചേഞ്ച് എത്ര? ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇക്വേഷൻ എഴുതാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഒരു ലോജിക്കിൽ ഇതിനെ അപ്രോച്ച് ചെയ്യും. I-, ബാക്കിയൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇവിടെ I2, ഇവിടെ MnO2. ഇവർ തന്ന ഡാറ്റ മാത്രം ഇങ്ങനെ എഴുതാം. നോക്കൂ എന്നിട്ട് എന്താ ചെയ്യേണ്ടത്. ആദ്യം ആറ്റം ബാലൻസ് ചെയ്യണം. 2I- ഇട്ട് കൊടുക്കണം. ഇയാളെ ചേഞ്ച് 2. ഇയാൾ +7 ആണ്, ഇയാൾ +4 ആണ്, ഇയാളെ ചേഞ്ച് 3. 3ഉം 2ഉം എങ്ങനെ ഈക്വൽ ആക്കും? ഇത് റെഡി അല്ലേ? 3ഉം 2ഉം ചേഞ്ച് കിട്ടിയത് റെഡി അല്ലേ? MnO4 മൈനസിൽ മാംഗനീസ് 7. MnO4 മൈനസിലെ മാംഗനീസ് 7. ഇവിടെ മാംഗനീസ് 4. സോ ചേഞ്ച് ഈസ് 3. Then here iodine -1, ഇവിടെ iodine 0 ആണ്. സോ ചേഞ്ച് ഈക്വൽ ടു 2. ഓക്കെ ആണോ? ഇതെങ്ങനെ ഈക്വൽ ആക്കാം? 2ഉം 3 എങ്ങനെ ഈക്വൽ ആക്കാം? വേഗം പറ. 2ഉം 3 എങ്ങനെ ഈക്വൽ ആക്കാം? സിമ്പിൾ. 2 × 3 ചെയ്യുക, 3 × 2 ചെയ്യുക. ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ × 3 ചെയ്താൽ മതി. സോ ഫൈനൽ ആൻസർ ഇവിടെ 6I- ആയി. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ റിഡോക്സ് ബാലൻസിങ്. ഇത്രയേ ഉള്ളൂ റിഡോക്സ് ബാലൻസിങ്. ഞാൻ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി സൈഡിലത്തെ ചാർജ് കൂട്ടി വയ്ക്കേ. 1 MnO4 1 മൈനസ്, 2 MnO4 2 മൈനസ്, 6I- 6 മൈനസ്. അപ്പൊ ഈ സൈഡിൽ 8 മൈനസ്. ഈ സൈഡിലോ ഒറ്റ ചാർജും ഇല്ല, 0. I2നും ചാർജ് ഇല്ല. അപ്പൊ നിങ്ങൾ ഏത് മീഡിയാണ്? OH എത്ര ആഡ് ചെയ്യണം? ഇവിടെ 6OH- ആഡ് ചെയ്യണം. 6OH- ആഡ് ചെയ്യണം, എന്നാലേ ആ ചാർജ് ഈക്വൽ ആകൂ. അപ്പൊ ഞാൻ ഈ സൈഡിൽ 6OH- ആഡ് ചെയ്തു. റെഡി അല്ലേ? സോ 6OH- ആഡ് ചെയ്താൽ ഇവിടെ എത്ര വാട്ടർ വേണം? 6OH- 6 ഹൈഡ്രജൻ ഉണ്ട്. സോ ഹിയർ 3 വാട്ടർ. ടൈട്രേഷൻ ഓഫ് ബാലൻസ്ഡ് ഇക്വേഷൻ വിത്ത് കോയിഫിഷ്യന്റ് വാല്യൂ ഓഫ് Z 6 ആട്ടോ.
The value of Z equal to 6. 6 sorry 8. Sorry 8 കേട്ടോ. 8 8 മൈനസ് അല്ലേ ഉള്ളത് 8. സോറി, അപ്പോൾ ഇവിടെ 4 വാട്ട്. 8 വരുമ്പോൾ 4 വാട്ട്. ആദ്യം ഈ ഓക്സിഡേഷൻ, ഈ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ആക്കുക, എന്നിട്ട് ചാർജ് ഈക്വൽ ആക്കുക. ഇതിനെയാണ് റിഡോക്സ് ബാലൻസിങ് എന്ന് പറയാം. ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പറും ചാർജും ഈക്വൽ ആക്കുന്നതിനെയാണ് റിഡോക്സ് ബാലൻസിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. യെസ് 8 ആണ് 8 ആണ്. സോറി 8 ആണ്. The next one, chlorine undergo disproportionation in alkaline medium. The value of ABCD in balanced reaction. കണ്ടോ, ഫുൾ ബാലൻസ്ഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ ജെയ്ക്ക് ചോദിച്ചത്. നോക്കി, Cl2 ഒരു തന്ന ഇക്വേഷൻ എങ്ങനെയാണ്? OH മൈനസ് gives ClO മൈനസ് പ്ലസ് Cl മൈനസ് പ്ലസ് വാട്ടർ. ഈ ഡിസ്പ്രപ്പോസിനേഷൻ റിയാക്ഷനെ ഞാൻ ഇതുവരെ ചെയ്ത പോലെയല്ല ബാലൻസ് ചെയ്യേണ്ടത്. പറയുന്നത് ഷാർപ്പായിട്ട് കേൾക്കണേ. ഡിസ്പ്രപ്പോസിനേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ എങ്ങനെയാണോ ബാലൻസ് ചെയ്തത് അതേ രൂപത്തിലല്ല ചെയ്യേണ്ടത്. ഓക്കെ, ClOയിൽ ക്ലോറിൻ +1, Cl മൈനസിൽ ക്ലോറിൻ -1, ക്ലോറിൻ 0. ഇങ്ങോട്ട് വരുമ്പോൾ ചേഞ്ച് എത്രയാ? 1. ഇങ്ങോട്ട് വരുമ്പോൾ ചേഞ്ച് എത്രയാ? 1. ഈ ചേഞ്ച് 1, ഈ ചേഞ്ച് 1. അപ്പൊ ഈ റിയാക്ഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഈ റിയാക്ഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. ഇനി ഒന്നും ചെയ്യാനില്ല. 2ഉം 1ഉം 1ഉം കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചാർജ് നോക്കിയേ. ഈ സൈഡിലെ ചാർജ് 0. ഈ OHന്റെ ചാർജ് കൂട്ടാതെ കേട്ടോ. OH നമ്മൾ അവസാനം ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന. ക്ലോറിന്റെ ചാർജ് 0. ഈ 2 പേരെ ചാർജ് -2. അപ്പൊ 2 OH ഇട്ട് കൊടുക്കുക. 2 OH. ചാർജും ഈക്വൽ ആയി. 2 OH ഇടുമ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ആയി? 2 ഹൈഡ്രജൻ. സോ 1 വാട്ടർ. ദിസ് ഈസ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇനി എന്താ ചോദിച്ചത് ഇതില്? ദ വാല്യൂ ഓഫ് ABCD വേണ്ടത്. A1, B2, 3, 1, 4, 1. That is 5. The value of ABCD is equal to എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ 5 ആ കിട്ടുന്നത്. അപ്പൊ എങ്ങനെ വരുന്നത്? 1 2 1 1 1 2 1 1. ഓപ്ഷൻ 1 is correct answer. മക്കളെ കൺഫ്യൂഷൻ ഉണ്ടോ? യെസ് ബാലൻസ് ചെയ്ത് പഠിക്കാതെ പോവരുത് കേട്ടോ. ബാലൻസിങ് പഠിക്കാതെ പോവരുത് എക്സാമിന്. നെക്സ്റ്റ് വൺ, ആൽക്കലൈൻ മീഡിയം MnO4 ഓക്സിഡൈസ് I-into. ഇത് നമ്മളെ റിഡോക്സ് DNF വന്നതാ. അത് നിങ്ങൾ മര്യാദക്കൊന്ന് പഠിക്കണേ. MnO4 മൈനസ് I- ആസിഡ് മീഡിയത്തിൽ I2 ആക്കും, ആൽക്കലൈൻ മീഡിയത്തിൽ IO3- ആക്കും. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആസിഡ് മീഡിയത്തിൽ I2, ആൽക്കലൈൻ മീഡിയത്തിൽ IO3-. ആരെയാണ്? MnO4-. MnO4- ചേഞ്ച് ആണ്. റെഡി? ആൻസർ ഈസ് ഏത് മീഡിയ? ആൽക്കലൈൻ മീഡിയ ആണ്. ആൽക്കലൈൻ മീഡിയ ആണെങ്കിൽ IO3-. അത് ആസിഡ് മീഡിയ ആണെങ്കിൽ I2. നെക്സ്റ്റ് വൺ, എ സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇത് സൊല്യൂഷൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ഈ 2 ക്വസ്റ്റ്യൻസ് കയറി വന്നത് സൊല്യൂഷൻസ് എന്നാണ്. സോ ഒപ്പം ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ നോക്ക്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻവോൾവ് ഇൻ ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ? ഇതൊന്ന് ജസ്റ്റ് നോക്ക്. ഈ റിഡോക്സ് റിയാക്ഷനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ചോദ്യം. ഈ ഡൈക്രോമേറ്റിന്റെ ചേഞ്ച് എത്ര? ഡൈക്രോമേറ്റ് Cr3+ ആകുമ്പോൾ ചേഞ്ച് എത്ര? 6. Fe2+ Fe3+ ആകുമ്പോൾ ചേഞ്ച് എത്ര? 1. C2O4 CO2 ആകുമ്പോൾ ചേഞ്ച് എത്ര? 2. ഇവർ നെറ്റ് ചേഞ്ച് 3 ആണ്. ഇയാളെ നെറ്റ് ചേഞ്ച് 6 ആണ്.
അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്? 6 ഇലക്ട്രോൺസ്. അയാൾ റിലീസ് ചെയ്യുന്നത് 6 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പൊ ഇയാൾക്ക് 3 ഇലക്ട്രോൺസ് ആണ് ചേഞ്ച് ഉള്ളൂ. അപ്പൊ ഇയാൾ അതിനനുസരിച്ച് അവിടെ ബാലൻസ് ചെയ്യണം. 6 ആണ് ആൻസർ വരെ 6. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കണേ, നിങ്ങളൊന്നും മിണ്ടാത്തത് കൊണ്ട് ഞാൻ ചെയ്തു പോകുന്നു. നെക്സ്റ്റ് നോക്ക്. In the reaction of oxalate with permanganate in acidic medium, the number of electrons involved in producing 1 molecule of carbon dioxide. 1 molecule of carbon dioxide ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള സംഭവമാണ് ചോദിച്ചത്. അതൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാലോ. എന്താ ആൻസർ വരിക? പെർമാംഗനേറ്റ് MnO4. നിങ്ങളൊന്ന് വേഗം ബാലൻസ് ചെയ്തേ. MnO4ഉം C2O4 2- MnO4 എന്താകും? ദാറ്റ് ചേഞ്ചസ് ടു Mn2+. ഓക്സലേറ്റ് എന്താകും? 2 കാർബൺ ഡൈ ഓക്സൈഡ്. ഞാനിന്ന് ചാർജ് നോക്കുന്ന സമയത്ത് നോക്കൂ, ഇയാളെ ചേഞ്ച് എത്ര? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 5. ഇയാളെ ചേഞ്ച് എത്ര? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 2. ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 5 × 2 2 × 5. ദാറ്റ് മീൻസ് 2 MnO4 minus plus 5 C2O4 2- give 2 Mn2 plus 5 × 2 10 carbon dioxide. സോ ബാലൻസ്ഡ് ഓക്കെ ആണോ? ബാലൻസിങ് ഓക്കെ ആണോ? കുറെ നേരം നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ബാലൻസിങ് ഓക്കെ ആയോ? ചേഞ്ച് നോക്കുന്നു, ആ ചേഞ്ചിനെ ഈക്വൽ ആക്കുന്നു. ഇതാണ് റിഡോക്സ് ബാലൻസിങ്. ഈ ഇക്വേഷൻ പ്രകാരം എന്താ അവിടെ ചോദിച്ചത്? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ് ദ പ്രൊഡ്യൂസിങ് 1 mole CO2. 1 mole CO2 ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാടാ? എനിക്ക് ആൻസർ കിട്ടി. നിങ്ങൾക്ക് എത്രയാ പറയാനുള്ളത്? 10 CO2 ഉണ്ടാകുമ്പോൾ എത്ര ഇലക്ട്രോണാ? 10 CO2 ഉണ്ടാകുമ്പോൾ 10 ഇലക്ട്രോൺ. 5 × 2 10 ഇലക്ട്രോൺ. 10 CO2 ഉണ്ടാവാൻ 10 ഇലക്ട്രോൺ. അപ്പൊ ഒരു CO2 ഉണ്ടാവാൻ എത്ര ഇലക്ട്രോണാ? 1 ഇലക്ട്രോൺ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. 10 CO2 ഉണ്ടാവാൻ 10 ഇലക്ട്രോൺ ആണെങ്കിൽ 1 CO2 ഉണ്ടാവാൻ 1 ഇലക്ട്രോൺസ്. റെഡി അല്ലേ? നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഡോക്സ് റിയാക്ഷൻ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിഡോക്സ് റിയാക്ഷൻ ഏതാന്ന് കാണാൻ എലമെന്റ് ഉള്ള റിയാക്ഷൻ മാത്രം നോക്കിയാൽ മതി. ഇതിലൊരൊറ്റ സ്ഥലത്തും എലമെന്റ് ഇല്ല. ഇത് അവിടെ എലമെന്റ് കിടക്കുന്നത്. സോ എലമെന്റുകളുള്ള റിയാക്ഷനാണ് റിഡോക്സ്. ഇനി ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ മിനിമം ഒരു എലമെന്റ് ഉള്ള റിയാക്ഷനുകളൊക്കെ റിഡോക്സ് റിയാക്ഷനുകൾ. മാർക്ക് ചെയ്ത് വെക്കണേ. നോണ്ടി ട്രിക്ക് എഴുതി വെക്കണേ. അതെ, ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ആണ് ഇലക്ട്രോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈക്വൽ ആക്കുന്നത്. ഈ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ആണ് നമ്മൾ ഈക്വൽ ആക്കുന്നത്. അതായത് നമ്മൾ ഈക്വൽ ആക്കുന്നത് ഇലക്ട്രോൺ ആണ്. എനിക്ക് 10 ഇലക്ട്രോൺ ഒരാൾ തന്നു. ഓക്കെ, അപ്പൊ 10 ഇലക്ട്രോൺ എനിക്ക് വാങ്ങിക്കാൻ പറ്റണം. അപ്പൊ നിങ്ങൾ ഈ റിയാക്ഷൻ ഒക്കെ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ഇയാൾ 5 ഇലക്ട്രോൺ കൊടുക്കും. ഇയാൾ 5 ആളെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇയാൾക്ക് 2 ആളെ മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഈക്വൽ അല്ലല്ലോ. ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ കൊടുക്കുന്ന ഇലക്ട്രോണും വാങ്ങുന്ന ഇലക്ട്രോണും ഈക്വൽ ആക്കണം. അതാണ് ബാലൻസിങ്. അപ്പൊ 5 കൊടുക്കുന്നു, 2 വാങ്ങുന്നു. ഞാൻ എന്ത് ചെയ്തു? കൊടുക്കുന്ന ആളെ 10 ആക്കി, വാങ്ങുന്ന ആളെയും 10 ആക്കി. ബാലൻസ് ആയി. അത്രേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ്. യെസ്. അപ്പൊ ഇത് റെഡി അല്ലേ? റിഡോക്സ് നിങ്ങൾ ഒബ്ജക്റ്റീവ് എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഡോക്സ് എന്ന് ചോദിച്ചാൽ എലമെന്റ് ഉണ്ടോ നോക്കുക. എലമെന്റ് ഉള്ള റിയാക്ഷൻ റിഡോക്സ് ആകും, എലമെന്റ് ഇല്ലെങ്കിൽ റിഡോക്സ് അല്ല. നെക്സ്റ്റ്, MnO4 ഗുഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഡിഫറെന്റ് മീഡിയ ആൻഡ് ചേഞ്ചസ് ടു. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ എഴുതി തന്നില്ലേ? ഇത് നിങ്ങൾ നേരിട്ട് കണ്ടാൽ മതി. ഇതിപ്പോൾ എനിക്കിതിൽ പ്രത്യേകിച്ച് റോളുമില്ല. MnO4ലെ മാംഗനീസ് 7 ആണെന്ന് അറിയാം. 7. ഈ ചേഞ്ച് 5 അല്ലേ?
നേരത്തെ സ്റ്റാർട്ടിങ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഇത് മാത്രം എഴുതി തരാത്തത്, ബാക്കി കംപ്ലീറ്റ് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. 5 3 ആദ്യം 5, പിന്നെ MnO4 2- ആണെങ്കിൽ 1, അഗെയിൻ 3 4. ഓപ്ഷൻ 3 ആണ്. നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. ഓൾറെഡി ഞാൻ ഫസ്റ്റ് എഴുതിയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാറ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ പറയും, ഞാനിപ്പം പറഞ്ഞ ട്രിക്ക് JEE Mains 2017 ഒരു ക്വസ്റ്റ്യനാണ്. ഇതുപോലെ മെനി ക്വസ്റ്റ്യൻസ് വരും. ഒരുപാട് ഇക്വേഷൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ എക്സാമ്പിൾ ഓഫ് റിഡോക്സ്. ഇതിലേതാണ് റിഡോക്സ്? ഒറ്റടിക്ക് പറഞ്ഞേ. ഞാനിപ്പം പറഞ്ഞ ട്രിക്ക് മതി. യെസ് 3. വൈ 3യിൽ മാത്രമേ എലമെന്റ് ഉള്ളൂ. നിങ്ങൾ എല്ലാ റിയാക്ഷനും നോക്കിയേ. ഈ റിയാക്ഷനിൽ എലമെന്റ് ഇല്ല, ഈ റിയാക്ഷനിൽ എലമെന്റ് ഇല്ല, ഈ റിയാക്ഷനിൽ എലമെന്റ് ഇല്ല. എലമെന്റ് ഉള്ള റിയാക്ഷൻ 3 മാത്രമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത് കാണാനുള്ള ട്രിക്ക്. എഴുതി വെക്കണേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിഡോക്സ് എന്ന് ചോദിച്ചാൽ എലമെന്റ് ഉള്ള ഇനിയിപ്പോ 2 എലമെന്റ് ഉള്ള റിയാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ഉണ്ടാവാറില്ല കോമൺലി. എലമെന്റ് ഉള്ള ഒരു റിയാക്ഷനേ ഉള്ളൂ, അതന്നെ റിഡോക്സ്. ബാക്കിയൊക്കെ കോമ്പൗണ്ട് ആണ്. കോമ്പൗണ്ട് ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പറിന് ചേഞ്ച് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. ഓക്കെ, നമുക്കൊരു ചാപ്റ്ററും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ബ്രേക്ക് ചെയ്യണ്ട, കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് ബ്രേക്ക് ചെയ്യാം. റെഡി അല്ലേ? നമ്മളെ +2 ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ്. +2 ചാപ്റ്റർ ആണ് സൊല്യൂഷൻസ്. ഇന്ന് കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ. ടെക്സ്റ്റ് സൊല്യൂഷനൊക്കെ NCERT ടെക്സ്റ്റ് എടുത്ത് നന്നായിട്ട് നോക്കണേ. സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ടേംസ് ആ ഭാഗത്തുനിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഭാഗം ഉണ്ടല്ലോ, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, അതിനെ കണക്ട് ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻസ് ഒക്കെ അല്ലേ, അതിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. നമുക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2024 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. We have 3 aqueous solution of NaCl labeled as A and BC and concentration different ആണ്. The value of Van de Hoff factor of this solution. Van de Hoff factor അറിയില്ലേ? Van de Hoff factor എങ്ങനെ? നമ്മളെ സൊല്യൂട്ട് എന്ത് ചെയ്യും? ചില സൊല്യൂട്ട് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ, സോൾവെന്റിൽ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നുകിൽ 3 രൂപത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാകും. സൊല്യൂട്ടിന് സോൾവെന്റിൽ 3 രൂപത്തിലുള്ള ചേഞ്ചസ്. ഒന്നെന്താ? ഇത് സോൾവെന്റ്, ഇൻസോൾവെന്റ്. സൊല്യൂട്ട് ഫസ്റ്റ് വൺ undergo dissociation, second undergo association, third neither dissociation nor association. ഡിസോസിയേഷൻ ഇല്ലാത്തവരും അസോസിയേഷൻ ഇല്ലാത്തവരും. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് നമ്മളെ നോൺ ഇലക്ട്രോലൈറ്റ്സ്, ഗ്ലൂക്കോസ്, സൂക്രോസ്, യൂറിയ പോലുള്ള സംഭവങ്ങളൊക്കെ ഡിസോസിയേഷനും അസോസിയേഷനും ഇല്ലാത്തവരാണ്. അണ്ടർഗോ അസോസിയേഷൻ എക്സാമ്പിൾ ആണ് കാർബോക്സിലിക് ആസിഡ് ഇൻ ബെൻസീൻ. കാർബോക്സിലിക് ആസിഡ് ഇൻ ബെൻസീൻ, ഇവർക്ക് ഡൈമറൈസേഷൻ ഉണ്ടാവാറുണ്ട്. അണ്ടർഗോ ഡിസോസിയേഷൻ എക്സാമ്പിൾ ആണ് അയോണിക് കോമ്പൗണ്ട്. അയോണിക് കോമ്പൗണ്ട് ഇവർക്കാണ് അസോസിയേഷൻ ഉള്ളത്, ഡിസോസിയേഷൻ ഉള്ളത്. ക്ലിയർ? ഈ 3 പോയിന്റ് നോട്ട് ചെയ്യുന്നു. അപ്പൊ NaCl എന്ന് പറഞ്ഞ സൊല്യൂട്ട് വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്ത് ചെയ്യും? NaCl ഡിസോസിയേറ്റ് ചെയ്യും. എത്രയായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും? NaCl 2ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. NaCl ഡിസോസിയേറ്റ് ചെയ്യുന്നത് 2ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഐ വാല്യൂ, എൻ്റെ ചോദ്യം സെയിം ആണോ? സെയിം അല്ലേ? 0.1 മോളാർ NaClന്റെ ഐ വാല്യൂവും 0.1 മോളാർ NaClന്റെ ഐ വാല്യൂവും 0.01 മോളാർ NaClന്റെ ഐ വാല്യൂവും 0.001 മോളാർ NaClന്റെ ഐ വാല്യൂവും സെയിം ആണോ? അതോ സെയിം അല്ലേ? യെസ് ഓർ നോ? സെയിം അല്ലേ? ഞാനും വിചാരിച്ചത് സെയിം ആണ് എന്നാണ്. പക്ഷെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു നോക്കുക. ഈ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടാബിൾ ഉണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കഴിഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു ടാബിൾ ഉണ്ട്.
ആ ടേബിളിൽ ഈ വാല്യൂ ഒന്നും കൂടി വരാം. ആ ടേബിളിൽ ഈ വാല്യൂ പറയുമ്പോൾ ഇതിൽ ചാർജ് ഉണ്ടോ? അതിൻ്റെ ഇടയിൽ പോയി ഇപ്പം വന്ന് അപ്പം വന്നു വേണ്ടതിൽ ചാർജ് ഉണ്ടോ എന്ന് കുത്തി നോക്കണ്ടേ. ഇത് കുറച്ച് നേരം നിർത്തി പോയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഇടക്കൊന്ന് പോയി. ഇപ്പോൾ ശരിയായി. നിങ്ങൾ വന്നു. സോ നോക്കുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ മക്കളെ, NCERT ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ ടേബിൾ നോക്കുക. നമ്മളിത് കുറേ പേര് ഈക്വൽ ആക്കി എഴുതിയത്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ വാല്യൂസ് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ എവിടെ പഠിക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പറയുന്നില്ലേ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ നമ്മൾ എന്താ പറയണത്, ഡൈല്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എന്താവുന്ന പറയുന്നത്, കൂടും. ആ പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഡൈല്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് ഐ വാല്യൂ കൂടും. ഡൈലൂഷൻ വരുമ്പോൾ ഐ വാല്യൂ കൂടും. ഡൈലൂഷൻ കൂടുമ്പോൾ ഐ വാല്യൂ കൂടും. സോ നിങ്ങൾ നോക്ക്, NCERTയിലെ ടേബിളാണിത്. സൊല്യൂഷൻസിന്റെ NCERTയിലെ ടേബിളാണ്. സാധാരണ നീറ്റ് എക്സാമിന് ഇങ്ങനെയൊക്കെ ചോദിക്കാറുള്ളത്. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഷാർപ്പായിക്കൊണ്ട് തന്നെ അവർ ചോദിച്ചു. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ദാറ്റ്സ് NCERT ടേബിൾ. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ പറഞ്ഞത്? ശ്രദ്ധിച്ചു പോണം കേട്ടോ. സെക്കൻഡ്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐഡന്റിഫൈ ദ മിക്സ്ചർ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന മിക്സ്ചർ. റൈറ്റ്, ഒന്ന് നോക്ക്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാനുള്ള കണ്ടീഷൻ എന്താ? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കണമെങ്കിൽ ശ്രദ്ധിക്കണ്ട, 1ഉം 1ഉം തമ്മിലുള്ള അട്രാക്ഷനും 2ഉം 2ഉം തമ്മിലുള്ള അട്രാക്ഷനും നോക്കുക. ഈ 1-1-1 അട്രാക്ഷൻ 2-2-2 അട്രാക്ഷനേക്കാൾ വീക്ക് ആവണം 1-2 അട്രാക്ഷൻ. 1-2 അട്രാക്ഷൻ എല്ലാം കൂടെ വരച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പറയാം. 1-2 അട്രാക്ഷൻ, ഈ അട്രാക്ഷൻ വീക്കർ ആവണം ആരേക്കാളും 1-1 ആൻഡ് 2-2. എങ്കിലാണ് ഇവർ മോൾക്ക് പോകും. എന്നിട്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ പ്രഷർ അവർ എക്സേർട്ട് ചെയ്യും. ആ സർഫസ് എബവ് ദ ലിക്വിഡ് റീജിയൻ, ലിക്വിഡ് ഫേസ് ഇല്ലേ, അതിന്റെ മുകളിൽ ഇവർ മോർ മോളിക്യൂൾ വന്നിട്ട് അവിടെ പ്രഷർ എക്സേർട്ട് ചെയ്യും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റൗൾസ് ലോ പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഇല്ലേ, അതിനേക്കാളും മോർ പ്രഷർ അവർ അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കേസ് നോക്കിയേ, ഇവർ നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിളാണ്. ഓരോ കേസും പറയാം. സോ ഫസ്റ്റ് കേസ് ഇവർ നെഗറ്റീവ് ഡീവിയേഷൻ. ഫസ്റ്റ് കേസ് നെഗറ്റീവ് ഡീവിയേഷൻ, ഇവര് നെഗറ്റീവ് ഡീവിയേഷൻ. സെക്കൻഡ് കേസ് ക്ലോറോഫോം പ്ലസ് ബെൻസീൻ, നെഗറ്റീവിൽ പെട്ടു. ക്ലോറോഫോം പ്ലസ് അസറ്റോൺ ഈസ് ഓൾസോ നെഗറ്റീവ്. ഇവരൊക്കെ നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പൊ 3 എക്സാമ്പിൾ കിട്ടി. അസറ്റോൺ പ്ലസ് CS2, അസറ്റോണും അസറ്റോണും തമ്മിലുള്ള അട്രാക്ഷൻ, അസറ്റോണും CS2 തമ്മിലുള്ള അട്രാക്ഷനേക്കാളും സ്ട്രോങ് ആണ്. അസറ്റോൺ അസറ്റോണുമായിട്ടുണ്ടാക്കുന്ന അട്രാക്ഷൻ സ്ട്രോങ് ആണ്. അതിനകത്ത് അസറ്റോണും CS തമ്മിലുള്ള അട്രാക്ഷൻ വീക്ക് ആണ്. സോ ഇവര് കാണിക്കുന്ന ഡീവിയേഷൻ ആണ് പോസിറ്റീവ് ഡീവിയേഷൻ. NCERTയിലെ എക്സാമ്പിൾ മസ്റ്റ് ആയിട്ട് പഠിക്കണേ. പോസിറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ഉണ്ട്, അത് പഠിക്കണം. നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ പഠിക്കണം. ഐഡിയൽ സൊല്യൂഷന്റെ എക്സാമ്പിളും പഠിക്കണം. സൊല്യൂഷൻസ് ഒന്നും മാർക്ക് കളയരുത്. തിയറി മാർക്കുകളൊന്നും നോക്കൂ. പ്രോബ്ലം അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ പ്രോബ്ലം അല്ല. പ്രോബ്ലം വന്നിട്ടില്ല എന്നല്ല പറയുന്നത്. ഇതൊന്നും മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾ കളയാൻ പാടില്ല. തേർഡ് ക്വസ്റ്റ്യൻ, molarity of 1 liter orthophosphoric acid having 70% purity by weight. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നു. എന്താ നിങ്ങളോട് ചോദിച്ചത്? മൊളാരിറ്റി അല്ലേ ചോദിച്ചത് മക്കളെ? മൊളാരിറ്റി ഓഫ് 1 liter orthophosphoric acid having 70% purity by weight. ഏടാ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി അല്ലേ, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് അല്ലേ. ഡെൻസിറ്റിയും പെർസെൻറ്റേജും തന്നാൽ മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ വാ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാ.
ഡെൻസിറ്റിയും പെർസെൻറ്റേജും തന്നാൽ, മാസ് പെർസെൻറ്റേജും തന്നാൽ, മൊളാരിറ്റിയുടെ ഇക്വേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയും. ഡെൻസിറ്റി തന്നു, മാസ് പെർസെൻറ്റേജ് തന്നു, മൊളാരിറ്റിയുടെ ഇക്വേഷൻ അറിയൂല എന്നുള്ളവരുണ്ടെങ്കിൽ വാ. പറയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, പറഞ്ഞുതരാനാ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ പഠിക്കണം. ഞാൻ കുറച്ച് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം, അത് പഠിക്കണം. ബോർഡ് എക്സാമിന്റെ ഇക്വേഷൻ, മൊളാരിറ്റിന്റെ ഇക്വേഷനും മോൾ ഫ്രാക്ഷന്റെ ഇക്വേഷനും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം, ഓർമ്മല്ല. അപ്പൊ ഇതൊന്ന് പഠിക്കണം കേട്ടോ. കറക്റ്റ് ഇതാ ഒന്നുമില്ല. മൊളാരിറ്റിന്റെ ഇക്വേഷൻ എന്താ? W2 × 1000 by M2 × V. അതെല്ലാവർക്കും അറിയാലോ, അതറിയില്ല എന്ന് പറയരുത്. വെയിറ്റ് × 1000 by M2 × V. ഇതറിയൂലേ? ഇതിങ്ങനെ മനസ്സിൽ ഇത് വന്നാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാ അറിയോ? ഈ വെയിറ്റ് പെർസെൻറ്റേജ് ആണ്, വെയിറ്റ് പെർസെൻറ്റേജ്. നമ്മൾ ബേസിക് കൺസെപ്റ്റിൽ ഇന്നലെ പറഞ്ഞിനി, വെയിറ്റ് പെർസെൻറ്റേജ് തന്നാൽ ആ പെർസെൻറ്റേജിനെ വെയിറ്റ് ആക്കി എടുത്താൽ മതി. ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ വെയിറ്റ് പെർസെൻറ്റേജ് കിട്ടി ഇൻറ്റു 1000 അവിടെ നിന്നോട്ടെ, താഴെ മോളാർ മാസ് ഉണ്ട്, അതും അവിടെ നിന്നോട്ടെ. വോള്യം തന്നു, നോക്കടാ, വോള്യം തന്നു. ഇപ്പൊ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. അതിന് പകരം ഡെൻസിറ്റി തന്നാലോ? വോള്യവും ഡെൻസിറ്റിയും തമ്മിൽ എന്താ റിലേഷൻ? ഓർത്ത് നോക്കിയേ, വോള്യം ഡെൻസിറ്റി തമ്മിൽ എന്താ റിലേഷൻ? വോള്യം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റിയാണ്. വോള്യം എന്ന് പറഞ്ഞാൽ മാസ് ബൈ ഡെൻസിറ്റിയാണ്. അപ്പൊ ഈ വോള്യത്തിന് ഒരു മാസ് ബൈ ഡെൻസിറ്റി പറഞ്ഞാൽ മാസ് താഴെയും ഡെൻസിറ്റി നേരെ തിരിഞ്ഞു മുകൾക്കെത്തിയില്ലേ? ഡെൻസിറ്റി മുകളിലെത്തി. ക്ലിയർ? ഇനി പെർസെൻറ്റേജ് തരുമ്പോൾ നിങ്ങൾ സൊല്യൂഷന്റെ മാസ് എത്ര എടുക്കുക? പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ് എത്ര എടുക്കുക? പെർസെൻറ്റേജ് പറയുമ്പോൾ ടോട്ടൽ മാസ് എത്ര എടുക്കുക? പെർസെൻറ്റേജിൽ പറയുമ്പോൾ ടോട്ടൽ മാസ് 100. വെരി ഗുഡ്. അപ്പൊ 100 ബൈ ഡെൻസിറ്റി എന്ന് എഴുതി ഞാനിവിടെ. ആ ഡെൻസിറ്റി മോൾക്ക് പോയി, താഴെ ഒരു 100ഉം മുകളിൽ ഒരു 1000ഉം ക്യാൻസലായി 10. ഇതെങ്കിലും ഒന്ന് ഓർത്തു വെക്കുക, ഇങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തു വെക്കുക. ഇക്വേഷൻസ് മറന്നു പോകരുത്. ഇത് വെച്ച് 2 ക്വസ്റ്റ്യൻ വന്നു 2024. സോ ഇക്വേഷൻ എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു 10 ബൈ മോളാർ മാസ്. എങ്ങനെ വന്നതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയുമെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്തു വെച്ചാൽ മതി. ഈ ഇക്വേഷനിലെ വെയിറ്റിനെ വെയിറ്റ് പെർസെൻറ്റേജ് എന്നും, നമ്മളങ്ങനെയല്ലേ W2 × 1000 ബൈ M2 × V in ml എന്ന് പറയും. ആ W2നെ വെയിറ്റ് പെർസെൻറ്റേജ് ആയിട്ടും വോള്യത്തെ മാസ് ബൈ ഡെൻസിറ്റി ആക്കി എടുത്ത് മാസിനെ 100 ആണ് എടുത്ത്, പെർസെൻറ്റേജ് എടുക്കുമ്പോൾ മാസ് 100. അപ്പൊ 100ഉം 1000ഉം ക്യാൻസൽ ആയി, മുകളിൽ ഒരു 10, ഡെൻസിറ്റി 1 ബൈ ഡെൻസിറ്റി മുകൾക്ക് കയറി ഡെൻസിറ്റി ആയി. ഇനി ഇത് മറക്കരുത്, ഇക്വേഷൻ എങ്ങനെ വന്നു ഞാൻ പറഞ്ഞു. ഇനി ഇക്വേഷൻ മറക്കരുത്. ഇക്വേഷൻ അറിയുന്നതൊക്കെ എന്തോരം എളുപ്പം ചെയ്യാം. കാരണം എന്താ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു വെയിറ്റ് പെർസെൻറ്റേജ് എത്രയാടാ? 70 ഇൻറ്റു ഡെൻസിറ്റി 1.54 ഇൻറ്റു 10 ബൈ ഫോസ്ഫോറിക് ആസിഡിന്റെ മോളാർ മാസ് 98. കണ്ടോ? അപ്പൊ ഇക്വേഷൻ അറിയാന്നുള്ളതേ പണിയുള്ളൂ. ഇക്വേഷൻ അറിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ആയി. ഇനി എത്ര കിട്ടുക ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി. 70 × 15 17 × 700 × 1.5 ഡിവൈഡ് ബൈ 98. എത്ര കിട്ടി? സിമ്പിൾ ആണോ? 70 × 10 700 ഇൻറ്റു 1.5 1050 അപ്രോക്സിമേറ്റ്ലി ബൈ 98. എത്ര വന്നു?
പറയൂ 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 പറയൂ. യെസ്. യെസ്. എൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു? ഓക്കെ 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 ഓക്കെ. റെഡി റെഡി റെഡി. മക്കളെ റെഡി, നോക്ക് അടുത്ത പ്രോബ്ലം. ഇത് നോക്ക്, മൊളാരിറ്റി ഞാൻ പറഞ്ഞു നിങ്ങളോട്, മൊളാരിറ്റി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് നോക്ക്, അടുത്ത റിലേഷൻ ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇത് പ്രോബ്ലം ചെയ്തു, സെയിം ആസ് ഹിയർ. ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ ഈ പ്രോബ്ലം. ഇവിടെ മൊളാരിറ്റി തന്നു, നോക്കണേ, കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കും. വരും ഇതേ പ്രോബ്ലം, ഇതേ കോൺസെപ്റ്റ് ഇനിയും വരും, തെറ്റിക്കരുത്. ഇവിടെ മൊളാരിറ്റി തന്നു. സോ നിങ്ങളോട് ചോദിച്ചത് മൊളാലിറ്റിയാണ്. സോ മൊളാരിറ്റി ഗിവൺ, മൊളാലിറ്റി ചോദിച്ചു. എന്താണ് റിലേഷൻ മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിൽ? മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിൽ എന്താ റിലേഷൻസ്? എങ്ങനെ പറയാം? 1/മൊളാലിറ്റി is equal to ഡെൻസിറ്റി ബൈ മൊളാരിറ്റി മൈനസ് m2/1000. കൊടുക്കുക ഇക്വേഷൻസ്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ബൈ ആട്ട് ചെയ്യണം. ഇക്വേഷൻ മസ്റ്റായിട്ട്, ഇക്വേഷൻ പഠിക്കണം. ഇക്വേഷൻ മസ്റ്റായിട്ട് പഠിക്കണം. റെഡി അല്ലേ? റെഡി. യൂണിറ്റ് എന്ത് യൂണിറ്റ് ആടാ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താ? 1/മൊളാലിറ്റി. സോ 1/മൊളാലിറ്റി is equal to ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.06/മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.8 മൈനസ് മോളാർ മാസ് 98 ആണ് സൾഫ്യൂരിക് ആസിഡ് ബൈ 1000 എത്ര വരും? ഒന്ന് ചെയ്ത് നോക്കിയേ. 1/മൊളാലിറ്റി is equal to 1.06 അപ്പൊ 10.6/8 മൈനസ് 98 into 10⁻⁻3. 1/മൊളാലിറ്റി is equal to 10.6/8 എത്രയാ? 10.6/8 ഒന്ന് ചെയ്തേ. 10.6/8 പറഞ്ഞേ. 10.6/8 182 26 ആണെങ്കിൽ 1.3. യെസ്, 1.3. 1.3 മൈനസ് 0.098. 1.3 മൈനസ് 0.098 അപ്പൊ എത്രയാടാ? 98 into 10⁻⁻3. That is 1/മൊളാലിറ്റി is equal to 1.202. 1.202
Molality is equal to 1 by 1.202. That is 100 by 120. 100 by 120 എത്ര നോക്കിയേ? 100 by 120 പോയിന്റ് 1000 ആണെങ്കിൽ 8 0 6 960 remains 4. റെഡിയല്ലേ? 400 that is എത്ര വന്നു? 5 by 6. 5 by 6 എത്ര? 0.83. 0.83. സോ 10⁻³ ആണെങ്കിൽ ദാറ്റ് ഇസ് കൊടുത്താൽ മതി. അത്രയും ഇങ്ങോട്ട് ഫ്രാക്ഷൻ മാറ്റിയിട്ട് ചെയ്യണേ. ഇത്രയും ഫ്രാക്ഷൻ മാറ്റിയിട്ട് ചെയ്യാം. ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് ചെയ്താൽ മതി. റെഡി അല്ലേ? അത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ആൻസർ കറക്റ്റ് കിട്ടും. റൈറ്റ്. നെക്സ്റ്റ് വൺ. അടുത്ത് നോക്കിയേ. The mass of sodium acetate. Mass of sodium acetate. Okay. Required to prepare 250 ml 0.3 molar aqueous solution. Simple ആണ്. സിമ്പിൾ. നിങ്ങൾ ചെയ്തേ. മൊളാരിറ്റിന്റെ ഇക്വേഷൻ കൊടുക്കുക. എന്നിട്ട് W2 കാണാനേ ഉള്ളൂ. ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. M2 ഇൻറ്റു വോള്യൂം ഇൻ ml നേരിട്ട് കൊടുക്കുക. സോ മൊളാരിറ്റി ഓക്കെ തന്നു. എത്രയാ? 0.35 ഈക്വൽ ടു W2 ഇൻറ്റു 1000 ബൈ സോഡിയം അസറ്റേറ്റിന്റെ മോളാർ മാസ് 82 ഇൻറ്റു വോള്യൂം ഇൻ ml 250. ഇവിടുന്ന് W2 ഒന്ന് കാണൂ ഫാസ്റ്റ് ആയിട്ട്. W2 കാണും. വേഗാണ്. ആൻസർ ഇതാ പെട്ടെന്ന്. എത്ര കിട്ടി നോക്കുക ആൻസർ. യെസ്. എത്ര വന്നടാ? W2 7 point something. യാ, നേരിട്ട് ചെയ്താൽ പോരെ. എന്തിനാ കൺഫ്യൂഷൻ? ഇതിനങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 0.35 ഇൻറ്റു 80 ചെയ്യുന്നില്ല കേട്ടോ. കുറേ പേര് ഉറക്കിലാണ്. ശ്രദ്ധിച്ച് ചെയ്താൽ രക്ഷപ്പെട്ടു പോവാട്ടോ. ബൈ 1000 ഒന്ന് ക്രോസ് ചെയ്. 4 താഴെ 0.35 ഇൻറ്റു 82 ബൈ 4. 82 4ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. എത്രയായി? 20.5. 20.5 ഇൻറ്റു 0.35 അപ്രോക്സിമേറ്റ്ലി 20/3 ചെയ്താൽ തന്നെ 7 സംതിങ് കിട്ടും. സോ ആൻസർ ഈസ് പറഞ്ഞോ 7.17 കിട്ടിയവരുണ്ട്. ഓക്കെ, കറക്റ്റ്. 7.17. റെഡി അല്ലേ?
നോക്കുക എത്ര ക്വസ്റ്റ്യൻ അറിയും മൊളാലിറ്റി കണക്ട് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വോളിയം ഓഫ് 3 molar NaOH വിച്ച് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം 84 gram NaOH. വോളിയം ഓഫ് 3 molar NaOH വിച്ച് ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം 84 gram NaOH. സിമ്പിൾ അല്ലേ? നിങ്ങൾ ചെയ്തേ. വീണ്ടും മൊളാരിറ്റിയുടെ ഇക്വേഷൻ W2 into 1000 divided by M2 into volume in ഡെസിമീറ്റർ ക്യൂബ് ആട്ടോ. അതായത് ഡെസിമീറ്റർ ക്യൂബ് ആണെങ്കിൽ 1000 വേണ്ട. കാരണം ഡെസിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു ലിറ്റർ ആണ്. ഡെസിമീറ്റർ ക്യൂബും ലിറ്ററും സെയിമാ. മില്ലി ലിറ്ററിലാണെങ്കിലാണ് നമ്മൾ 1000ന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഈ 1000 ഇവിടെ വേണ്ട, കാരണം ഡെസിമീറ്റർ ക്യൂബ് ആയതുകൊണ്ട്. സോ വോള്യൂം ഈസ് ഈക്വൽ ടു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വോള്യത്തിന്റെ ഇക്വേഷൻ എന്തായി? W2 by M2 into M കൊടുക്കുക. W2 എത്ര? W2 എത്ര? 84 by M2 40 into 4 3. എത്ര കിട്ടിയടാ? 84 by 120. 84 by 120 എത്ര നോക്കിയേ? 84 by 120. 84 by 120. 84 by 120. ആൻസർ വേണം, ഫാസ്റ്റ് ആയിക്കോട്ടെ. 840 എത്ര? 120 into 7 0 4 8. So 0.7. That is the answer is 7 into 10 raised to minus 1. ക്ലിയർ അല്ലേ? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യനും നോക്കി എന്താണ് വ്യത്യാസം? ഒന്ന് മൊളാരിറ്റിന്റെ ഇക്വേഷന് W2 ചോദിച്ചു, ഇത് അതേ മൊളാരിറ്റിന്റെ ഇക്വേഷന് വോള്യൂം ചോദിച്ചു. ഇതൊക്കെ തന്നെ വന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻസ്. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ഇല്ല. ബോർഡ് എക്സാം അറിയില്ല എന്നൊക്കെയാണ്. അന്ന് ബോർഡ് എക്സാമിന് പഠിക്കാത്തത് കൊണ്ട് ഇക്വേഷൻ അറിയില്ല എന്നൊക്കെ പറയും. സോ നോക്കുക അടുത്തത്. ഇനി നോക്ക്. എ സൊല്യൂഷൻ ഓഫ്, വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ. എ സൊല്യൂഷൻ ഓഫ് 2 miscible liquid ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻസ്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താ കാരണം. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കണമെങ്കിൽ സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള അട്രാക്ഷൻ സ്ട്രോങ് ആയിരിക്കും. ആസ് എ റിസൾട്ട് ഇവർക്ക് വേപ്പർ ഫേസിലേക്ക് പോവാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഇവർക്ക് വേപ്പർ ഫേസിലേക്ക് പോകാനുള്ള ടെൻഡൻസി കുറവാണ്. അതുകൊണ്ട് അവരുടെ വേപ്പർ പ്രഷർ കുറവാണ്. സോ P1 ലെസ് ദാൻ P10 K1, P2 ലെസ് ദാൻ P20 K2 എന്ന ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഹിയർ ആൻസർ എന്തായിരിക്കും? ആൻസർ വേപ്പർ പ്രഷർ കുറവാണ്. ഇത് രണ്ടും ഓപ്ഷൻ തെറ്റാണ്. വേപ്പർ പ്രഷർ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് എന്താകും? പറഞ്ഞേ. വേപ്പർ പ്രഷർ ബോയിലിംഗ് പോയിന്റ് ഗ്രാഫ് എങ്ങനെ? വേപ്പർ പ്രഷർ ബോയിലിംഗ് പോയിന്റ് ഗ്രാഫ് എങ്ങനെയാടാ? ടെമ്പറേച്ചർ ഇങ്ങനെ ഗ്രാഫ്. ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്കി എടുത്താൽ മതി. ദെൻ എപ്പോഴാണോ ഒരു ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുന്നത്, ആ ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ് പോയിന്റ്. അറിയില്ലേ? ഇപ്പൊ ഇത് ഫസ്റ്റ് ലിക്വിഡ് ആണിത്. ഈ സെക്കൻഡ് ലിക്വിഡിന് വേപ്പർ പ്രഷർ വളരെ കൂടുതലാണ്. കണ്ടോ? ആ ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് എവിടെ? ആ ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് ഇതാണ്. ദാറ്റ് മീൻസ് വേപ്പർ പ്രഷർ ഇൻക്രീസസ് വിത്ത് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ്. വേപ്പർ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. അതിന് കാരണം മനസ്സിലായോടാ? കാരണം മനസ്സിലായോ? കാരണം മനസ്സിലായോ? എന്തുകൊണ്ടാ വേപ്പർ പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നേ? പറ, എന്താ കാരണം? ഗ്രാഫ് ഒന്നും വേണ്ട, നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞുതരാം. ഒരു വെസല്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെടുത്തു? എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്തു. ഇങ്ങോട്ട് അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് 1 atm. അതിനാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എപ്പോഴാണോ അവർക്ക് ഈക്വൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, അപ്പോഴാണ് ബോയിലിംഗ് എന്ന് വിളിക്കുക. നമ്മൾ എടുക്കുന്ന സാധനമല്ലേ. ഇപ്പൊ വാട്ടർ ബോയിൽ ചെയ്യാ വിചാരിച്ചോ. ഇവിടെ വാട്ടർ എടുത്തു. ഈ വാട്ടറിന്റെ ഉള്ളിൽ, ആ വെസലിന്റെ ഉള്ളിൽ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും
ആ വെസലിന് മുകളിൽ അറ്റ്മോസ്ഫിയർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറും ഈ പ്രഷറും ഈ രണ്ട് പ്രഷറും എപ്പോഴാണ് ഈക്വൽ? ആ ടെമ്പറേച്ചർ ആ ബോയിലിംഗ് പോയിന്റ്. നന്നായിട്ട് വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിക്വിഡ് ആണെങ്കിൽ പെട്ടെന്ന് ബോയിൽ ചെയ്യും. വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിഫിക്കൽട്ടുള്ള ലിക്വിഡ് ആണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടും. കാരണം നല്ല ടെമ്പറേച്ചർ കൊടുക്കണം, കുറേ വേപ്പർ ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ ഒരു പോയിന്റ്. വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറും യെസ് അതന്നെ കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഈ ക്വസ്റ്റ്യൻ അതായിരുന്നു കൺസെപ്റ്റ്. വേപ്പർ പ്രഷർ കുറയും, ഉറപ്പാണ്. വേപ്പർ പ്രഷർ കുറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. അത്രയും നമ്മൾ എന്ത് ചെയ്യണം? ബോയിൽ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും എന്ന് പറയുന്നത്. മുകളിലോട്ട് പോകുമ്പോൾ എന്താ പ്രശ്നം? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. പെട്ടെന്ന് വേപ്പർ പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകും. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ബോയിലിംഗ് പോയിന്റ് കുറവാണ്, കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാണ്. ക്ലിയർ? നെക്സ്റ്റ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ദ ക്വാണ്ടിറ്റി വിച്ച് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ആരാ? മൊളാറിറ്റി വിച്ച് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ചോദിച്ചത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ N/V ആണ്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ, മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ ഒക്കെ നോക്ക്, മൊളാലിറ്റി N/M ആണ്, W ആണ്, ഇത് W ആണ്. സോ വോള്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. ഓക്കെ, ദ ക്വാണ്ടിറ്റി വിച്ച് ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. വോള്യം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾ ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ വോള്യം മാറും, വോള്യം മാറിയാൽ ആ ക്വാണ്ടിറ്റി മാറും. അങ്ങനെ മനസ്സിലാക്കുക. സോ ഡയറക്റ്റ് ആൻസർ നിങ്ങൾ പറഞ്ഞു തന്നു, മൊളാരിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഹാപ്പൻ ടു ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ when small quantity of naphthalene added to it? എടാ, ഒരു സോൾവെന്റിലേക്ക് സൊല്യൂട്ടിനെ ആഡ് ചെയ്താൽ ആ സോൾവെന്റിന്റെ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാകും? ഒരു സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്താൽ ആ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റ് കൂടും, ഫ്രീസിംഗ് പോയിന്റ് കുറയും. ക്ലിയർ? സോ ദീസ് ആർ കോൾഡ് കോളിഗേറ്റ്. ഈ ചേഞ്ചസിനെ വിളിക്കുന്ന പേരല്ലേ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. സൊല്യൂട്ടിന്റെ അളവിനനുസരിച്ച് മാറുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. സോ ഇൻക്രീസസ്, ചേഞ്ച്ഡ്, ഫസ്റ്റ് ഡിക്രീസ് ദെൻ ഡിക്രീസ്. കറക്റ്റ് ആൻസർ എന്താ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു? ഡിക്രീസസ് ആണ്. ഡിക്രീസസ്, റൈറ്റ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് കാണുമ്പോൾ സിമ്പിൾ അല്ലേ സംഭവം? ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ 2024 നിങ്ങൾ എഴുതിയ എക്സാമിന്. അടുത്ത എക്സാം എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ കഴിഞ്ഞ എക്സാം സൊല്യൂഷനൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇതാണ് ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ്. നേരെ ദിവസം നോക്കിയേ, ഇപ്പൊ എത്ര പ്രോബ്ലം വന്ന് മനസ്സിലായി? പ്രോബ്ലത്തിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. ഇതുകൂടെ നോക്കാം നമുക്ക്. ദ സൊല്യൂഷൻ ഫ്രം ദ ഫോളോയിങ് ഹയസ്റ്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഹയസ്റ്റ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് കാണിക്കുന്ന ആൾക്കായിരിക്കും ലോവസ്റ്റ് ഫ്രീസിംഗ് പോയിന്റ്. അതറിയില്ലേ? ഹയസ്റ്റ് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്ന ആൾക്കാണ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. കാരണം ബോയിലിംഗ് പോയിന്റ് കൂടുക എന്നതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. സോ ഫ്രീസിംഗ് പോയിന്റ് കുറയുക എന്നതാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. മാക്സിമം കുറയുന്ന ആൾക്ക് മിനിമം ഫ്രീസിംഗ് പോയിന്റ്, മാക്സിമം കൂടുന്ന ആൾക്ക് മാക്സിമം ബോയിലിംഗ് പോയിന്റ്. സോ ക്വസ്റ്റ്യൻ കണ്ടോ? ഹയസ്റ്റ് ΔTF കിട്ടണം. അപ്പൊ എന്താ ഇതിന് വേണ്ടത്? മാക്സിമം സൊല്യൂട്ട് വേണം. ഇനി ഓരോന്നും നോക്കിയേ. 180 gram അസറ്റിക് ആസിഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. 180 gram അസറ്റിക് ആസിഡ് CH3COOH ആണ് ഡിയേഴ്സ്. ഇതിന്റെ മോളാർ മാസ് 60 gram ആണ്. 180 gram by 60 എന്ന് പറഞ്ഞാൽ 3 mol ആണ്. 3 mol അസറ്റിക് ആസിഡിനെ കേട്ടോ, 3 mol അസറ്റിക് ആസിഡിനെ വാട്ടറിലേക്ക് ഇട്ടാൽ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യും. വാട്ടറിൽ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമ്പർ എത്ര വരും? >3 ഉണ്ടാകും.
വാട്ടറിൽ അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യും. അസറ്റിക് ആസിഡ് എന്നല്ല, വാട്ടറിൽ ഏത് ആസിഡും ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്താൽ മോളുകളുടെ എണ്ണം ഗ്രേറ്റർ ദാൻ 3. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി 180 ഗ്രാം അസറ്റിക് ആസിഡ് 3 മോളിനെ ബെൻസീനിലേക്ക് ഇട്ടാൽ ബെൻസീനിൽ എന്താ സംഭവിക്കുക? അസോസിയേഷൻ ആണ്. ബെൻസീനിൽ ഇവർക്ക് നടക്കുക അസോസിയേഷൻ ആണ്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാർബോക്സിലിക് ആസിഡുകൾക്ക് വാട്ടറിൽ ഡിസോസിയേഷനും ബെൻസീനിൽ അസോസിയേഷനും. അങ്ങനെ അസോസിയേറ്റ് ചെയ്താൽ ഇവരെ നമ്പർ ഓഫ് മോൾ എന്താ ഇവിടെ? ലെസ് ദാൻ 3. അസോസിയേറ്റ് ചെയ്താൽ ലെസ് ദാൻ 3, ഡിസോസിയേറ്റ് ചെയ്താൽ ഗ്രേറ്റർ ദാൻ 3. അപ്പൊ അസോസിയേഷൻ ആണെങ്കിലും ഡിസോസിയേഷൻ ആണെങ്കിലും വ്യത്യാസം മനസ്സിലാക്കണം. അസോസിയേഷൻ ലെസ് ദാൻ, ഡിസോസിയേഷൻ ഗ്രേറ്റർ ദാൻ. അടുത്തത് 180 ഗ്രാം ബെൻസോയിക് ആസിഡ്. 180 ഗ്രാം ബെൻസോയിക് ആസിഡ് 180 ഗ്രാം ബെൻസോയിക് ആസിഡ് C6H5COOH ആണ്. COOH 45, C6H5 ആണെങ്കിൽ 72 പ്ലസ് 5 77, 7 5 2 122. സോ ഇവിടുത്തെ നമ്പർ ഓഫ് മോൾ ലെസ് ദാൻ 3 അല്ലേ? ലെസ് ദാൻ 3. 180 ഗ്രാം ഗ്ലൂക്കോസ് 180 ദാറ്റ് ഇസ് 1. എണ്ണം കുറവാണ്. സോ ഏറ്റവും കൂടുതൽ എവിടെ കാണിക്കുന്നത് ഒന്ന് പറഞ്ഞേ? ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾ ഉള്ളത് ഏത് ഓപ്ഷനിലാണ്? വെരി സിമ്പിൾ. ഏത് ഓപ്ഷനാ? ഓപ്ഷൻ 1. ഓപ്ഷൻ 1ലാണ് ഏറ്റവും കൂടുതൽ പാർട്ടിക്കിൾസ് കാണിക്കുന്നത്. പാർട്ടിക്കിൾസിന്റെ അളവ് 180 ഗ്രാം അസറ്റിക് ആസിഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയടാ, ഏതൊരു കാർബോക്സിലിക് ആസിഡ് നമ്മുടെ മുന്നിൽ NCERT ഒരു അസോസിയേഷൻ എക്സാമ്പിൾ കാർബോക്സിലിക് ആസിഡാ തന്നത്. നമ്മളൊക്കെ വിചാരിച്ചു വെക്കുന്നത് കാർബോക്സിലിക് ആസിഡിന് എല്ലായിടത്തും അസോസിയേഷൻ ആണെന്ന്. ഈ കാർബോക്സിലിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ, വാട്ടറിലേക്ക് ഇട്ടാൽ ഡിസോസിയേഷൻ, ബെൻസീനിലേക്ക് ഇട്ടാൽ അസോസിയേഷൻ. മാർക്ക് ചെയ്ത് വെക്കിട്ടാ. വാട്ടറിലാണെങ്കിൽ ഡിസോസിയേഷൻ, ബെൻസീനിൽ അസോസിയേഷൻ. ബെൻസിൽ അസോസിയേഷൻ ആണ്, വാട്ടറിൽ ഡിസോസിയേഷൻ ആണ് കാർബോക്സിലിക് ആസിഡ്. ബെൻസീനിൽ അസോസിയേഷൻ, വാട്ടറിൽ ഡിസോസിയേഷൻ. ക്ലിയർ അല്ലേ? യെസ്. Next one. The solubility of nitrogen in water at 300 Kelvin and 500 torr partial pressure is 0.01 gram per liter. Solubility in gram per liter at 750 torr partial pressure is. ഒരു പ്രഷറിലെ സൊല്യൂബിലിറ്റി തന്നു, അടുത്ത പ്രഷറിലെ സൊല്യൂബിലിറ്റി ചോദിച്ചു. ഇത് നമ്മളെ ഹെൻട്രീസ് ലോ വെച്ച് ചെയ്യണം. എന്താ കാരണം? ഗ്യാസ് ഇൻ ലിക്വിഡാ. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ ഏത് ലോ അപ്ലൈ ചെയ്യാം? ഹെൻട്രീസ് ലോ. ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ റൗൾസ് ലോ. ഗ്യാസ് ഇൻ ലിക്വിഡ് ആണെങ്കിൽ ഹെൻട്രീസ് ലോ ആണ്. ഹെൻട്രീസ് ലോ എന്താടാ? P is equal to KH into സൊല്യൂബിലിറ്റി ആണ്. ഇനി മോൾ ഫ്രാക്ഷൻ എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ സൊല്യൂബിലിറ്റി ഗ്രാം പെർ ലിറ്റർ തന്നുകൊണ്ട് നമുക്ക് സൊല്യൂബിലിറ്റി എന്ന് തന്നെ കൊടുക്കാം. KH into സൊല്യൂബിലിറ്റി. ഇപ്പൊ രണ്ട് കണ്ടീഷനല്ലേ പറഞ്ഞത്. അപ്പൊ ഇക്വേഷൻ എന്ത് ചെയ്യുക? ആദ്യം P1 S1 ഉം അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻ ആണെങ്കിൽ KH into S2. KH എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? P1 by P2 is equal to KH ക്യാൻസൽ ആയി പോവും, S1 by S2. നിങ്ങൾ S2 ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. P1 എത്ര? 500 torr. P2 എത്ര? 750. 500 by 750 is equal to ഫസ്റ്റ് പ്രഷർ എത്രയാ? 0.01. അടുത്ത പ്രഷർ എത്രയാ? X. where X is equal to 0.01 into 750 by 500. So cancel ചെയ്തു 3/2 into 0.01. So answer is 0.015. Option 0.015. Option 4. Option 4.
Yes. Nah, 4. Ready. Very good. The next one. അടുത്ത ദിവസത്തിലോട്ട് വാ. Which one of the following statement regarding Henry's law is not correct? ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റുണ്ട്. നല്ല സൂക്ഷിച്ച് വായിച്ചോട്ടോ. ഹയർ ദ കേജ് ഗിവൺ പ്രഷർ ഹയർ ഈസ് ദ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ശരിയാണോ തെറ്റാണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. 24 ഞാൻ വായിച്ചു കഴിഞ്ഞു. 2019 ആണ്. ഒന്ന് പറ. ഹയർ ദ വാല്യൂ ഓഫ് കേജ് ഹയർ ഈസ് ദ സൊല്യൂബിലിറ്റി. എന്താ പറയാനുള്ളത്? കേച്ച് കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൂടും. അത് അതിനെ പറ്റി എന്തെങ്കിലും അറിയോ? തെറ്റല്ലേ? തെറ്റാ. എന്താ കാരണം? പി ഈസ് ഈക്വൽ ടു, ഇതങ്ങോട്ട് നോക്ക്, പി ഈസ് ഈക്വൽ ടു കെ എച്ച് ഇൻറ്റു കൈ ആണ്, അല്ലെങ്കിൽ സൊല്യൂബിലിറ്റി ആണ്. എസ് എന്ന് കൊടുത്തു, സൊല്യൂബിലിറ്റി എന്ന് കൊടുത്തു. അപ്പൊ കെ എച്ച് ഇസ് ഈക്വൽ ടു എന്തായി? പി ബൈ എസ് ആയി. ഹയർ ദ വാല്യൂ ഓഫ് കെ എച്ച് ഗിവൺ പ്രഷർ ഹയർ ഇസ് ദ സൊല്യൂബിലിറ്റി. തെറ്റല്ലടാ. കെ എച്ച് കൂടുമ്പോൾ എസ് എന്ത് ചെയ്യും? കുറയും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ റോങ് ആണ്. അത്രേ ഉള്ളൂ. ചെറിയ ശ്രദ്ധിച്ചാൽ മതി, കിട്ടും. ഡിഫറെന്റ് വാല്യൂ ഹാവ് ഡിഫറെന്റ് ക്യാച്ച്. ഡിഫറെന്റ് ഗ്യാസിന് ഡിഫറെന്റ് ക്യാച്ച് ആണ്. NCERT ടാബിളിൽ കണ്ടില്ലേ? മുകളിൽ ഒരു ടാബിൾ ക്യാച്ച് എല്ലാത്തിൻ്റെയും ഉണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ശരിയാണ്. ദ വാല്യൂ ഓഫ് ക്യാച്ച് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അത് കേട്ടില്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ വാല്യൂ ഓഫ് ക്യാച്ച് കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ ക്യാച്ചിന്റെ വാല്യൂ കൂടും. വൈ? ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. സൊല്യൂബിലിറ്റി കുറഞ്ഞാൽ കേച്ച് കൂടും. ടെമ്പറേച്ചർ കൂടിയ സൊല്യൂബിലിറ്റി. അക്വാട്ടിക് പ്ലാന്റ്സ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അക്വാട്ടിക് ലൈഫ്സ് ഒക്കെ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡിലാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയും. സൊല്യൂബിലിറ്റി കുറഞ്ഞാൽ കേച്ച് കൂടും. വിശക്കണ്ട, 2 മിനിറ്റ് കയ്യാറായി. നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാലോ. അല്ല, നിങ്ങൾക്ക് ഒന്ന് കഴിക്കാലോ ഒന്നിച്ച്. ഓക്കെ, നെക്സ്റ്റ്. കയ്യാറായി. 2-3 സ്ലൈഡും കൂടെ, കുറച്ച് സ്ലൈഡും കൂടെ ഉള്ളൂ. യെസ്, സൊല്യൂഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ. ഇത് നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാ. തീരും. ഞാൻ മാക്സിമം ഒരു 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് നോക്കൂ. ഇത് നിങ്ങൾ ചെയ്യും. എ സൊല്യൂഷൻ ഇസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ്. നോക്കണേ. 8.5 gram dichloromethane, 1.95 gram chloroform. If vapor pressure of dichloromethane and chloroform at 298 Kelvin are 415, 200 mm mercury respectively, the mole fraction of chloroform in vapor. വേപ്പർ ഫേസിലാ ചോദിച്ചത്. വേപ്പർ ഫേസിലാ ചോദിച്ചത് അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് ക്ലോറോഫോം ഇൻ വേപ്പർ ഫോം ഈസ്. അപ്പൊ എങ്ങനെ നമ്മൾ കാണുന്നത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇയാളെ നമ്പർ ഓഫ് മോൾ കാണാം. നിങ്ങൾ ചെയ്യണേ, ഞാൻ ചെയ്യൂല, നിങ്ങൾ ചെയ്യണം. ഞാൻ ആൻസർ പറയും. ഇയാളെ നമ്പർ ഓഫ് മോൾ കാണാം. എങ്ങനെ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇയാളെ മോളാർ മാസ് തന്നിട്ടില്ല, നിങ്ങൾ കാണണം. എത്ര മോളാർ മാസ്? 85 കിട്ടി. 0.1. നെക്സ്റ്റ് അടുത്ത ആളെ കാണാം. അതെത്രയാ? 11.95 ബൈ 119.5 ആണ് മോളാർ മാസ്. അതും 0.1 ആണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? റൗൾസ് ലോയുടെ ഇക്വേഷൻ ഉപയോഗിക്കുക. പി ടോട്ടൽ ഈക്വൽ ടു P10 Chi1 പ്ലസ് P20 Chi2. രണ്ടും തന്നിട്ടുണ്ട്. രണ്ടാളെയും പ്യുവർ പ്രഷർ തന്നിട്ടുണ്ട്. ഒന്ന് 415, ഒന്ന് 200. അപ്പം അതും കിട്ടി. 415 ഇൻറ്റു 0.1 പ്ലസ് 200 ഇൻറ്റു 0.1. സോ ടോട്ടൽ പ്രഷർ 415ഉം 20ഉം 41.61.5. പി ടോട്ടൽ കിട്ടിയില്ലേ? ദാറ്റ്സ് ഓൾ. നിങ്ങളോട് വേപ്പർ ഫേസ് കാണാൻ പറഞ്ഞത്. ആരതാ കാണാൻ പറഞ്ഞത്? മോൾ ഫ്രാക്ഷൻ ഓഫ്.
അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? YCHCl3 കേട്ടണോ? വേപ്പർ ഫേസിൽ നിങ്ങൾ Y ആണ് കാണുക. PCHCl3 by P total. PCHCl3 by P total. PCHCl3 എത്രയാടാ? പ്രഷർ ഓഫ് CHCl3, ക്ലോറോഫോമിന്റെ പ്രഷർ എത്രയാ? അവിടെ റൗൾസ് ലോ അപ്ലൈ ചെയ്തിട്ട് വേണം കാണാൻ. ക്ലോറോഫോമിന്റെ റൗൾസ് ലോ പ്രകാരം P10K1 എന്നാ പറഞ്ഞത്. ഇപ്പൊ എത്ര കിട്ടി? പ്യുവറിന്റെ പ്രഷർ ദാറ്റ് ഈസ് പറ എത്ര കിട്ടിയതടാ? P ടോട്ടൽ എത്ര ആൻസർ വരുന്നത്? Mole fraction of chloroform in vapor form is P chloroform. ഞാൻ എവിടെയെങ്കിലും എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ലല്ലോ. P10K1 divided by P total. P total 61.5 ആണ്. P chloroform കിട്ടിയിട്ടുണ്ട്. P chloroform എത്ര? കൈയല്ല Y. കൈയല്ല Y. കൈ aqueous solution. അത് N1 by N total. ഇവിടെ P1 by P total. എത്ര വന്നു പറ? ക്ലോറോഫോമിന്റെ പ്രഷർ പറഞ്ഞില്ലേ? വേപ്പർ പ്രഷർ ഓഫ് CHCl ക്ലോറോഫോം 200. ദാറ്റ് ഈസ് 200 ഇൻറ്റു അയാളെ മോൾ ഫ്രാക്ഷൻ എത്ര? 0.1. 20 by 61.5. എത്ര ആൻസർ വരും നോക്കിയേ? 20 by 61.5 എത്ര വന്നു? കൈ 0.5 അല്ലേ? അവിടെ തെറ്റിച്ചോ? കൈ 0.5 അല്ലേ എന്നല്ല ചോദിക്കുന്നത്. എവിടെടാ 0.5? നമ്പർ ഓഫ് മോൾ. റെഡി. 0.5 അവിടെ തെറ്റിച്ച്. ഒക്കെ തെറ്റി. റെഡി തെറ്റി. യെസ് 0.5. 0.1 by 0.2. 0.1 by 0.2. അപ്പോൾ P ടോട്ടൽ മാറിയില്ലേ? ഇപ്പൊ എത്ര ഒന്ന് പറഞ്ഞേ? സബ് വാല്യൂ എത്ര വരിക? സോറി 415ന്റെ പകുതി 200 ഹാഫ് വരിക. 415 by 2 plus 200 by 2 എത്ര എന്ന്? ശരി. എത്ര കിട്ടിയടാ അപ്പം? 415 by 2, 200 by 2. 307.5. Nice. 307.5. So P chloroform into P0 chloroform into chi chloroform divided by P total. നെക്സ്റ്റ് ഇത് Y കാണണേ. ഇത് കൺഫ്യൂഷൻ ഇല്ലല്ലോ. വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എങ്ങനെ അറിയാം? P chloroform divided by P total. P chloroform is equal to P0 chloroform into chi chloroform divided by P total. That is 100 by 307. Approximately 0.3. 0.3 ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. ആൻസർ ആയി. 0.3 ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 4. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ വെച്ചാൽ ഞാൻ ചെയ്യേണ്ടി വന്നു. നെക്സ്റ്റ് വൺ. ഇത് നിങ്ങൾ ചെയ്താൽ മതി. ഇത് ഞാൻ പറയാം. ഓപ്ഷൻ 4 ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സെയിം ആസ് ക്വസ്റ്റ്യൻസ്. ലിക്വിഡ് A and B form ideal solution in the entire composition range. The vapor pressure of pure A and B തന്നിട്ടുണ്ട്. The composition of vapor in equilibrium with the solution containing 40 mole% A. 40 mole% A at this temperature. That means mole fraction of A 0.4 ആണ്. Mole fraction of B 0.6 ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ വേപ്പർ ഫേസിൽ കാണാനാണ് പറഞ്ഞത്. കോമ്പോസിഷൻ ഓഫ് വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൊല്യൂഷൻ. നിങ്ങൾ YAയും YBയും കാണണം.
നിങ്ങൾക്ക് വിട്ടുതന്നു. YA YB കാണാൻ സെയിം ഇക്വേഷൻ എല്ലാം ഉണ്ട്. P0A P10 K1 ഉണ്ട്, P20 K2 ഉണ്ട്. നിങ്ങൾ YAയും YBയും സെയിം ആസ് ദി എബവ് മെത്തേഡ് ചെയ്യുന്നു. ആൻസറിലേക്ക് എത്തണം. ഓപ്ഷൻ 2. ഞാൻ ചെയ്യുന്നില്ല, സെയിം മെത്തേഡ്, ഒരു വ്യത്യാസവും ഇല്ല, നിങ്ങൾ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റിനോട് പോണ്. നോക്കൂ, കൺസിഡർ ദ സെപ്പറേറ്റ് സൊല്യൂഷൻ. 0.5 മോളാർ എത്തനോൾ, 0.1 മോളാർ മാഗ്നീഷ്യം ഫോസ്ഫേറ്റ്, കുറെ സാധനം തന്നിട്ടുണ്ട്. വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദിസ് സൊല്യൂഷൻ അസ്യൂമിങ് ഓൾ സാൾട്ട് ടു ബി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. നിങ്ങൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എടുത്താൽ ഇവരെ നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾ ഇൻറ്റു എക്സ്പെരിമെന്റൽ നമ്പർ ഓഫ് മോൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ ഗിവൺ ഇൻറ്റു ഐ വാല്യൂ. ഗിവൺ നമ്പർ ഓഫ് മോളിനെ ഐ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എക്സ്പെരിമെന്റൽ നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നത്. ഇവിടെ എത്ര ഐ വാല്യൂ? ഈ ക്വസ്റ്റ്യനിൽ ഐ വാല്യൂ എത്ര? Mg3PO4 ട്വൈസിന്റെ ഐ വാല്യൂ. Mg3PO4ന്റെ ഐ വാല്യൂ 5. 2 PO4 3 Mg 5. അപ്പൊ ഇയാളെ വാല്യൂ 0.5 ആയി. റൈറ്റ്. എത്തനോളിന്റെ ഐ വാല്യൂ എത്ര? 2. ഒരു ഇതോക്സൈഡും ഒരു H+ഉം. അപ്പൊ ഇയാളെ വാല്യൂ 1 ആയി. 0.5 × 2 1. ഇയാള് 0.2 kBr, അയാളെ ഐ വാല്യൂ 2. അപ്പൊ ഇയാളെ വാല്യൂ 0.5. ഇയാള് 0.125 × Na3PO4. Na3PO4 ഐ വാല്യൂ 4. 3 Na-യും ഒരു PO4ഉം. അപ്പൊ ഇയാളെ വാല്യൂ 0.5. ഇവരെ ഓസ്മോട്ടിക് പ്രഷർ അപ്പൊ എങ്ങനെ? ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. All have same osmotic pressure. Wrong. Mg3PO4 has the highest osmotic pressure. Mg3PO4 ആണ് highest osmotic pressure. So ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ്? ഓപ്ഷൻ 4. എത്തനോളിനല്ലേ ഹയസ്റ്റ് ഓസ്മോട്ടിക് പ്രഷർ? കാരണം എത്തനോളിന്റെ വാല്യൂ അല്ലേ ഗ്രേറ്റർ. എത്തനോളിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1 വന്നത്. Na3PO4 0.5 വന്നത്. Mg3PO4ന് 0.5 ആണ് വന്നത്. ക്ലിയർ. നെക്സ്റ്റ് വൺ. The observed osmotic pressure of 0.1 molar solution of FeNH4 twice SO4 is 10.8. 10.8. Okay. Expected and experimental values of Van Hoff factor I will be. Expected and experimental already തന്നത് 10.8 ആണ്. എക്സ്പെക്റ്റഡ് ആൻഡ് ഒബ്സർവ്ഡ് എന്താ ചോദിച്ചത്? എക്സ്പെക്റ്റഡ് ആൻഡ് എക്സ്പെരിമെന്റൽ. ഐ എന്ന് പറഞ്ഞാൽ എന്താടാ? ഐ എന്ന് പറഞ്ഞാൽ പി എക്സ്പെരിമെന്റൽ ബൈ പി എക്സ്പെക്റ്റഡ്. എക്സ്പെരിമെന്റൽ ബൈ എക്സ്പെക്റ്റഡ് ആണ് ഐ വാല്യൂ. പി എക്സ്പെരിമെന്റൽ ബൈ പി എക്സ്പെക്റ്റഡ്. ഓക്കെ. ഇനി പി എക്സ്പെക്റ്റഡ്, പി എന്താ തന്നത് നിങ്ങൾക്ക്? ഒബ്സർവ്ഡ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എക്സ്പെരിമെന്റൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് കാണണം? എക്സ്പെക്റ്റഡ് കാണണം. പൈ വാല്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെരിമെന്റൽ 10.8. എക്സ്പെക്റ്റഡ് കാണാൻ ഏതാ ഇക്വേഷൻ? പൈ എക്സ്പെക്റ്റഡ് ഈസ് ഈക്വൽ ടു നോർമൽ. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ, ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ എന്താടാ? പൈ ഈസ് ഈക്വൽ ടു MRT. എം തന്നിട്ടുണ്ട്. 0.1 ആണ് മൊളാരിറ്റി. ആ 0.1 ഇൻറ്റു ആറിന്റെ വാല്യൂ 1/12. ടെമ്പറേച്ചർ 298 കെൽവിൻ. 298ഉം 300ഉം കട്ട് ചെയ്താൽ എനിക്ക് ഏകദേശം 2.4 കിട്ടും. 24 കിട്ടും. 24. സോ അപ്രോക്സിമേറ്റ്ലി 10.8/25ന്റെ അടുത്ത്. സോ 2.4 എന്ന് എഴുതി. അപ്പൊ ഐ വാല്യൂ ആയി. എത്രയുടെ ഐ വാല്യൂ? ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 4.5. ഇത് മനസ്സിലായോ? ഐ വാല്യൂ 4.5. സോ 5, ആൻസർ 5. എക്സ്പെക്റ്റഡ് ആൻഡ് എക്സ്പെരിമെന്റൽ.
ഇത് നോക്കിയിട്ട് നിങ്ങൾ എത്ര നോക്കൂ, ഇത് എത്ര വിചാരിക്കുന്നു? 5 അയോൺസ് ഇല്ലേ? 5 അയോൺസ് ഉണ്ട്. 5 അയോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും 5 ആണെന്ന്. പക്ഷെ ആക്ച്വലി എക്സ്പെരിമെന്റൽ വാല്യൂ എത്ര? 4.5. ഗിവൺ കോളിഗേറ്റ് എക്സ്പെരിമെന്റൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എക്സ്പെരിമെന്റൽ എക്സ്പെക്ടഡ് കൺഫ്യൂഷൻ വേണ്ട. എക്സ്പെരിമെന്റൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് ഐ വാല്യൂ. അത് വെച്ച് എക്സ്പെരിമെന്റൽ ബുക്കിൽ തന്നിട്ടുണ്ട്, സോറി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റഡ് നമ്മൾ ചെയ്തു, ആൻസർ കിട്ടി. ഓക്കെ, ദ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അവസാനിപ്പിക്കുന്നു. വേപ്പർ പ്രഷർ ഓഫ് അസറ്റോൺ അറ്റ് 20 degrees 185 torr. When 1.2 non-volatile substance was dissolved in 100 gram acetone at 20 degree, its vapor pressure was 180 molar mass. നിങ്ങൾക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോടാ? എന്താണ്? P10 minus P1 by P10 is equal to W2 into M1 by M2 into W1. ഇത് നിങ്ങൾ കാണേണ്ടത് M2 ആണ്. നമുക്ക് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P10 എത്രയാ? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ അസറ്റോൺ 185, ഡിസോൾവ് ചെയ്തപ്പോൾ അത് 183 ആയി, ഡിവൈഡഡ് ബൈ 185. P10 minus P1 by P10 is equal to W2 എത്ര? weight of solute 1.2. M1 എന്താടാ? M1 അസറ്റോൺ ആണ്. M1 when 1.2 gram non-volatile substance dissolved in 100 gram solute, the vapor pressure, molar mass of substance 100 gram അസറ്റോൺ എന്ന് പറഞ്ഞാൽ CH3 CO CH3 15 28 15, so 58 ആണ്. ഡിവൈഡ് ബൈ M2 ഇൻറ്റു സോൾവെന്റിന്റെ വെയിറ്റ് എത്ര? 100 gram. ഇനി എത്ര കിട്ടുന്നത് നോക്കിയേ. 2 by 185 is equal to 1.2 into 58 divided by 100 M2, where M2 is equal to 1.2 into 58 into 185 divided by 200. ഇത്രയും നോക്ക്. ഫാസ്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. കട്ട് ചെയ്യും. 200ഉം 185ഉം കട്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടി? നമ്മള് 17 അല്ലേ? 185 58 1.2 200. 64 എന്ന് പറയുന്നുണ്ട്. നോക്ക് എത്ര കിട്ടുന്നത്. ഇത് ഞാൻ 5 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് 40, ഇത് 37. 2 കൊണ്ട് കട്ട് ചെയ്താൽ ഇത് 29, ഇത് 20. 1.2 into 29 into 37 by 20, ഇത് 1.5. 12 into 15 എത്ര? 12 into 15 120 180 1.8 into 37. 37 into 1.8 എത്രയാടാ? 56. 66, approximately 67. 60 എത്ര വരുന്നത്? അപ്രോക്സിമേറ്റ്ലി 65 റേഞ്ചിൽ വരും. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഞാൻ ചെയ്തത്. നിങ്ങൾ ആൻസർ കറക്റ്റ് നോക്കുക. അപ്പൊ ഇതേപോലെ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിലെ ആ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഒക്കെ പ്രോബ്ലം അല്ലേ? ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടി ചെയ്തിട്ടുള്ള ആ പ്രോബ്ലം ഒക്കെ ഒന്നും കൂടെ ചെയ്ത് നോക്കുക. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ലൈക്ക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും കൂടെ എടുത്ത് ചെയ്യും. അല്ല ഇതിൽ ഇനി പുതിയ പ്രോബ്ലംസ് ഒന്നും വരില്ല. ആ ടൈപ്പ് ഇതാ. ഇതിപ്പോ നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ നോർമൽ ക്വസ്റ്റ്യൻസ്. ഇതേപോലെ ടെക്സ്റ്റിലുള്ള എലവേഷന്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുക. ഡിപ്രഷന്റെ സോൾവ്ഡ് പ്രോബ്ലം, എക്സസൈസിലെ പ്രോബ്ലം വേണ്ട. സോൾവ്ഡും ഇൻ ടെക്സ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക NCERT ടെക്സ്റ്റ് ബുക്കിൽ.
ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. നമുക്ക് നെക്സ്റ്റ് ഡേ റിമൈനിങ് ചാപ്റ്റേഴ്സ് ആയിട്ട് കാണാം. നന്നായിട്ട് വർക്ക് ചെയ്യട്ടോ, ഒരു 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 റെസ്റ്റും കൊടുക്കാതെ. ഈ 10 days കുറഞ്ഞ് വരുന്ന ബാക്കിയുള്ള ദിവസം നന്നായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.